ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴാണോ ഇപ്പോഴാണോ? ഓക്കെ, ആദ്യം നമുക്കൊരു എക്സസൈസ് ചെയ്യാം. എല്ലാവരും എഴുന്നേറ്റുന്നേ. ഇത് പതുക്കെ പതുക്കെ നടന്ന് ഈ ചേച്ചി ഇവിടെ വന്നിരിക്കണം, ഈ നീല സാരി കൊടുത്ത ചേച്ചി ഇവിടെ വന്നിരിക്കണം. അങ്ങനെ എല്ലാവരും നടന്ന് ഒരെണ്ണ ഇരിക്കണോടത്തിരിക്കണ്ട, ഒക്കെ വരണം മുമ്പിൽ. എന്നാലേ ഞാൻ ഇത് പരിപാടി നടത്തുള്ളൂ. ഇരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, എൻ്റെ മുമ്പിൽ ഒഴിഞ്ഞ കസേര പാടില്ല. അങ്ങനെ വിചാരിച്ചിട്ട് കയറിക്കോ, ഇതെവിടെ വന്നിരുന്നു. അല്ലെങ്കിൽ പുറകെ നിന്ന് വിളിച്ച് ചെയ്യുമ്പോൾ അവർക്ക് സങ്കടമായി പോകും, കാരണം അവർ കുറ്റക്കാരായി പോകും. ഇതിപ്പോൾ എല്ലാവരും വരെയും. ഒരമ്മ മക്കളുടെ അടുത്തേക്ക് വരുന്ന ആ ഒരു ഫീലോടുകൂടെ ദേ ഇവിടെ ആയിരിക്കിരിക്കണേ, എവിടെ ഇരുന്നോ, എല്ലാവരും കയറിക്കോ, പോന്നോട്ടെ. ഇടിയിടേണ്ട അതേ ഫ്രണ്ടിൽ കസേരയുണ്ട്. പ്രിയമുള്ളവരെ, ഈ 2 ക്യാമറ ഇവിടെ ഇരിക്കണത് വേറെ ഒന്നുമല്ല. എനിക്ക് ഏതായാലും ഒരു ക്ലാസ് അടുത്ത ദിവസങ്ങളിൽ സ്റ്റുഡിയോ പോയി റെക്കോർഡ് ചെയ്യണം. അപ്പോൾ വീണ്ടും എൻ്റെ 2 മണിക്കൂർ പോകും. അപ്പോൾ ചുളിവിൽ ഇതും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ നിങ്ങളുടെ മുഖം എവിടെയെങ്കിലും വരികയാണെങ്കിൽ അത് കുഴപ്പമില്ല, പാവല്ലേ. ഇപ്പം ഏകദേശം കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഞാൻ വികാരിച്ചിൻ്റെ സൗണ്ട് എന്ത് രസമല്ലേ. ഞാനിങ്ങനെ ആസ്വദിച്ച്, ഞാനും കൊച്ചനും കൂടി ആസ്വദിച്ചിരിക്കുകയാണ്. അപ്പോൾ കൊച്ചൻ ചിരിക്കണുണ്ട്, എന്നാലും അത്രയ്ക്ക് ചിരി പോരാ. എൻ്റെ സൗണ്ട് നല്ലതാണെന്ന് പുള്ളി അവസാനം കേട്ടപ്പോഴാണ് പുള്ളിയുടെ സൗണ്ട് രണ്ടും കൊള്ളാം. അപ്പോൾ എന്തായാലും സ്വാഗതം പറഞ്ഞ അമ്മച്ചി പറഞ്ഞ കാര്യങ്ങൾ ഓർക്കണം. പ്രിയമുള്ളവരെ, വെഞ്ചിരിപ്പില്ലേ, അത് ക്ഷീണമല്ല, അതൊരു ഊർജം കിട്ടുന്നൊരു പരിപാടിയാണ്. എല്ലാ വീട്ടിലും കയറി ഇറങ്ങുമ്പോൾ തന്നെ അതൊരു സുഖമെന്ന് അറിയാം. അതിന് ചായ വല്ലതും കൊടുക്കുമോ പുള്ളിക്ക്? ഒന്നും കഴിക്കില്ല, നന്നായത്. കാരണം അല്ലെങ്കിൽ പല കളറിലെ വെള്ളം കഴിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ കുർബാനക്ക് പോകാൻ നേരത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് വേറൊരാളെ ഏൽപ്പിക്കേണ്ടി വരും കുർബാന. അതുകൊണ്ട് പരമാവധി എടുക്കാറില്ല. കാരണം ചിലയിടത്തുനിന്ന് ചായ വരും, ചിലയിടത്തുനിന്ന് സ്കോഷ്, ചിലയിടത്തുനിന്ന് ടാങ്ക്, ചിലയിടത്തുനിന്ന് വീപ്പ, അങ്ങനെ പല സാധനം കഴിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് വെഞ്ചിരിപ്പിന് വീട്ടിൽ വരുമ്പോൾ വെള്ളം കുടിക്കാത്തതിൽ നിങ്ങൾക്കൊരു സങ്കടവും വേണ്ട. അത് ആരോഗ്യത്തെ ഓർത്തിട്ടാണ്. നിങ്ങളൊന്ന് വെറുതെ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. 40 വീട്ടിൽ കയറി ഇറങ്ങിയിട്ട് ഒന്ന് വെള്ളം കുടിച്ചിറങ്ങാം. പിന്നെ 40 ദിവസത്തേക്ക് നിങ്ങൾ വെള്ളം കുടിക്കില്ല എന്നുള്ളത്. പിന്നെ കാര്യമായിട്ട് ട്രിപ്പിട്ട് ആശുപത്രി കിടക്കേണ്ടിയൊക്കെ. പ്രിയമുള്ളവരെ, എന്നെ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടോ? എന്നെ കണ്ടിട്ടുള്ളവരൊന്ന് കൈവോക്കിയേ. രക്ഷപ്പെട്ടോ, ആകെ 1-2 പേരേ ഉള്ളൂ, കുഴപ്പമില്ല. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ ഇന്ന് വികാരിച്ചൻ വിളിച്ചിട്ട് ഇവിടെ വരാനുള്ള 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാൻ മിനിയാന്നെ ഒന്ന് പുറത്തേക്ക് പോകാനിരിക്കണായിരുന്നു. അത് വികാരിച്ചൻ വിളിക്കണതിൻ്റെ 3 ദിവസം മുമ്പാണ് ക്യാൻസലായിപ്പോയത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിലൊന്നും ഒരു പരിപാടി ഞാൻ എടുത്തിട്ടില്ല. ഇപ്പോൾ വികാരിച്ചൻ വിളിച്ചപ്പോൾ എനിക്ക് വരാൻ പറ്റിയെന്നുള്ളതാണ്. 2 വിളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ പള്ളിയെപ്പറ്റി ഒന്ന് അന്വേഷിച്ചു, ഗൂഗിളിലൊക്കെ ഒന്ന് അന്വേഷിച്ച് തപ്പി. നല്ല വെബ്സൈറ്റൊക്കെയാണ്. അപ്പോൾ സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ പള്ളി ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഇഷ്ടമാണ്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു ചേച്ചി ഒന്ന് പറയണ്ടേ, അച്ഛൻ ഞാൻ പേപ്പറൊക്കെ കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും ഗഹനമായ സാധനങ്ങൾ കിട്ടണോട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നേച്ചിക്ക് ഒരു സാധ്യതയില്ലാന്ന് പറഞ്ഞു. കാരണം ഞാൻ ഈ പേപ്പറും പേനൊക്കെ ആയിട്ട് വരുമ്പോൾ ഞാൻ അവരോട് ആദ്യം തന്നെ പറഞ്ഞു അതൊക്കെ മടക്കി വെച്ചേക്ക്. കാരണം എനിക്ക് ക്ലാസ്സിലിരിക്കുമ്പോൾ 2 കാര്യങ്ങൾ ഇഷ്ടമല്ല. ചോദ്യം ചോദിക്കണം എനിക്കിഷ്ടമല്ല. നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങൾക്ക് ഇഷ്ടമല്ല. ഇപ്പോൾ ഒരു ചോദ്യം ചോദിച്ചാൽ ഒക്കെ കൂടി ഇങ്ങനെയാണ് മറ്റേ സൂര്യകാന്തി വാടിയ പോലെ ഒരു നിപ്പാം. പിന്നെ അത് പൊക്കിയ അല്ലെങ്കിൽ ഇല്ല. പിന്നെയുള്ളവർ എൻ്റെ ഭാഷ ചിലപ്പോൾ ഇത്തിരി കുഴപ്പമുണ്ടാവും. കാരണം ഞാൻ ജനിച്ചതും വളർന്നതും പറൂരാണ്. പറൂക്കാരുടെ ഭാഷ അങ്ങാട് ഇങ്ങാട്, നിങ്ങ അതൊക്കെ ഞങ്ങളുടെയാണ്. അപ്പം അതിടക്കിടക്ക് വരും. വിരോധമൊന്നും വിചാരിക്കേണ്ട, സഹിക്കാന്നുള്ളൂ, വേറെ നിവൃത്തിയൊന്നുമില്ല. പിന്നെയുള്ളവരെ, ഞാനിത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ അച്ഛനായിട്ട് കുറച്ച് നാളുകളായി. 2004 ജനുവരി 1-ാം തീയതിയാണ് എൻ്റെ പൗരോഹിത്യ സ്വീകരണം. അതിനുശേഷം ഞാൻ എൻ്റെ 2ാമത്തെ അപ്പോയിൻമെൻറ്റ് ഞാൻ തൃശ്ശൂരാണ്. തൃശ്ശൂർക്കാരുടെ പ്രത്യേകത അറിയാലോ. അവരുടെ കൂടെ സംസാരിക്കണമെങ്കിൽ നമുക്ക് ഗതിമേപ്പോട്ടാവും എന്ന് പറയണം. പ്രത്യേകിച്ച് പറൂക്കാരായ ഞങ്ങളിങ്ങനെ ആടിപ്പാടി 2 കാര്യമൊക്കെ പറഞ്ഞ് അവർ പറഞ്ഞ് പോയിട്ടുണ്ടാവും. അങ്ങനെ പറൂരിൽ നിന്ന് ഞാൻ തൃശ്ശൂർക്ക് ചെന്ന് ആദ്യത്തെ പ്രസംഗമുണ്ട് എൻ്റെ പള്ളിയിൽ.
തൃശ്ശൂർ തിരുഹൃദയ ദേവാലയം അന്തോണീസ് പുണ്യാളൻ്റെ ഒരു തീർത്ഥാടന കേന്ദ്രവും കൂടിയാണ്. ആദ്യത്തെ പ്രസംഗത്തിൽ ആളുകൾ ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം എന്നെ. അപ്പം ഞാൻ പറയും, ദൈവമേ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവാമോ? കാരണം എൻ്റെ പ്രസംഗം അത്ര നല്ലതല്ലെന്ന് എനിക്കറിയാം, അച്ഛനായിട്ടുള്ളൂ. എൻ്റെ ജീവിതത്തിൽ ഞാൻ മര്യാദക്ക് പ്രസംഗം പറഞ്ഞില്ല, അപ്പോഴും കിടുകിട വർക്കണം. അപ്പം ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കണം. അപ്പം ഞാൻ പറയും, ദൈവമേ ഞാൻ മെച്ചപ്പെട്ട. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇവനിത് എന്തുട്ടാണ് ഈ പറയണത്, എൻ്റെ സ്ലാങ് കേട്ടിട്ടെ അങ്ങാട് ഇങ്ങാട് അവരിങ്ങനെ വാ വിളിച്ച് നിൽക്കണം. എന്തോ ഒരു കൗതുകരമായ കോമഡി ടൈം കാണുന്ന പോലെ അവരിങ്ങനെ വളരെ സന്തോഷത്തോട് നിൽക്കുക. അപ്പം ഞാൻ പിന്നീടാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഒരു ദിവസം ഞാനത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു ദിവസം കുർബാന കഴിഞ്ഞ് പുറത്ത് നിൽക്കുക. അപ്പോൾ ഒരു അമ്മച്ചി, ഇത്രയും പ്രായം ഉണ്ടാവും, ശരിയാണ്. അമ്മച്ചി വന്നിട്ട് പറഞ്ഞു, അച്ഛാ കിടാവിന വയ്യ, ആശുപത്രിയിലാണെന്ന് പറഞ്ഞു. നമുക്കൊറ്റ കിടാവുള്ളൂ, ആ പശു കിടാവാണ്. കിടാവിന് ആശുപത്രിയിൽ പോകാൻ സാധ്യതയുണ്ടല്ലോ, കാരണം നമ്മുടെ എല്ലായിടത്തും ഒക്കെ സംഭവിക്കുന്ന കാര്യമാണ്. കിടാവിന് ഉവാവൊക്കെ വരും, ആശുപത്രി കൊണ്ടുപോകും. അപ്പോൾ പറഞ്ഞു, അച്ഛാ കിടാവിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അവൻ പ്രാർത്ഥിച്ചേക്കാഴ്ച കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ഡയലോഗ്, ഓപ്പറേഷനാണ് അച്ഛാന്ന് പറഞ്ഞു. ദൈവമേ, ഓപ്പറേഷൻ? ഞാൻ പറഞ്ഞു, ഇല്ല ചേച്ചി കുഴപ്പമില്ല, ഒന്നും സംഭവിക്കില്ല, ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. അച്ഛാ ഒന്നും സംഭവിക്കാതെ ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ ഞാൻ കിടാവായിട്ട് പള്ളിയിൽ വരാട്ടാന്ന് പറഞ്ഞു. ദൈവമേ, കിടാവിനെ കെട്ടാനായിട്ടുള്ള സ്ഥലം നമ്മുടെ പള്ളിയിലില്ലേ? അപ്പം ഞാനിങ്ങനെ, ദൈവം ഇത് ഇപ്പം എന്ത് ചെയ്യൂ ഇത്? അപ്പോഴാണ് കപ്പ്യാരേട്ടൻ വന്നിട്ട് പറഞ്ഞ്, അച്ഛാ കിടാവ് എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ കിടാവല്ല, ഇവിടെ പിള്ളേരെയൊക്കെ കിടാവുന്നാണ് പറയണതെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ചില സ്ലാങ്ങുകൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇത് ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, എൻ്റെ അമ്മ ഇപ്പം ഇല്ല, അമ്മ മരിച്ചു. അപ്പം എൻ്റെ അമ്മനെ കാണാനായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകും. അമ്മ മരിച്ചിട്ട് 1 വർഷം ആയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അമ്മനെ കാണാൻ പോകുമ്പോൾ അമ്മയുടെ അടുത്ത് ഇങ്ങനെ കാര്യമായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കും. അപ്പോൾ അമ്മ എന്നോട് ചോദിക്കും, എടാ നീ എന്തൊന്നാണ് ഈ പറയണേന്ന്? നിങ്ങളൊന്ന് മനസ്സിലാക്കണം, പെറ്റമ്മക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഭാഷയുള്ളവനാണ് ഞാൻ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകാതെ പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമല്ല, മറിച്ച് എൻ്റെ കുഴപ്പം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എനിക്ക് തോന്നിയതൊക്കെ ഞാനിവിടെ നിന്ന് വിളിച്ചു പറയും. എല്ലാവരും നിങ്ങൾ വലിച്ചു വാരി എടുക്കണ്ട. ഇതൊരു ബൊഫയാണ്. നേരത്തെ ഇങ്ങനെ വെക്കും, എല്ലാവരും എടുക്കുമോ നമ്മ? ഇല്ല, നമുക്ക് ആവശ്യമുള്ള എടുത്താൽ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? കഴിച്ചു കൊടുത്തേക്കിട്ട് തന്നെ വീണ്ടും പുറത്തേക്ക് വരുമോ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഒരു പ്രസംഗം കേൾക്കുമ്പോൾ, ഒരു പുസ്തകം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലിരിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനം എന്ന് വെച്ചാൽ, എല്ലാവരും കൂടി നിങ്ങൾക്കുള്ളതല്ല. ഈ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കില്ല ഈ ചേച്ചിക്ക് കുടിക്കണത്. അപ്പോൾ ഞാനിങ്ങനെ വാരി പത്രം ആവശ്യമുള്ള എടുക്കുക, പോക്കോ. പിന്നെ പുതുതായിട്ട് ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ. അപ്പം നിങ്ങൾ ഇടയ്ക്ക് പറയും, അച്ഛത് ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പം അങ്ങനെ ഒരു ടെൻഷൻ വിചാരിക്കേണ്ട. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അതിനു വേണ്ടിയിട്ട് നിങ്ങളെ എൻ്റെ മുമ്പിൽ ദൈവമായ കർത്താവ് നിങ്ങളുടെ വികാരിച്ചനിലൂടെ കൊണ്ടുവന്ന് വെച്ചു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ചിലർക്ക് ഒരു ചിന്ത വന്നിട്ടുണ്ടാവും, അച്ഛൻ ഈ ഷൂ ഇട്ട് പള്ളിയിൽ നിൽക്കണത് ശരിയാണ്. ചിലർക്ക് ഇപ്പോഴായിരിക്കും കാണുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ അച്ഛനായിട്ട് 21 വർഷം പൂർത്തിയായി. ഈ വസ്ത്രം ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ ഇതുണ്ടാവും എൻ്റെ. ഞാൻ ഷൂസ് ഇടാതെ, ഷൂസ് എന്ന് പറയുമ്പോൾ ഇത് പള്ളികളിൽ അൾത്താരയിൽ മാത്രം ഉപയോഗിക്കുന്ന ഷൂസാണ്, അല്ലാതെ പുറത്തേക്ക് പോകുമ്പോൾ ഉള്ളതല്ല. ഈ വൈദിക വസ്ത്രത്തിൻ്റെ ഒരു ഭാഗമാണ് ഷൂസ്. ഞാനത് ചിലപ്പോൾ ഞങ്ങൾക്ക് ഇപ്പം എന്നെ കണ്ട് ശീലമുള്ള എൻ്റെ രൂപതയിലുള്ള ആളുകൾക്ക് അതൊരു വിഷയമില്ല, കാരണം അവനോ പറഞ്ഞിട്ട് നന്നാവില്ലടാണ്. പക്ഷെ നിങ്ങൾ ആദ്യമായിട്ട് കാണുമ്പോൾ ഇതിങ്ങനെ ആലോചിച്ചിരുന്ന് ക്ലാസ് ശ്രദ്ധിക്കാതെ പോകും ചിലർ. അപ്പോൾ അതിനൊരു ഉത്തരവാദിത്യം തന്നേക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്നിട്ട് ക്ലാസ് സ്വസ്ഥമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോളൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇത് സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ പള്ളിയാണ്. സെബസ്ത്യാനോസ് പുണ്യാളൻ എങ്ങനെയാണ് മരിച്ചത്? അച്ഛൻ ആദ്യം പറഞ്ഞാണ്ട് അച്ഛൻ ചോദിക്കൂല എന്നല്ലേ, അതല്ലേ ഉദ്ദേശിച്ചത്, എനിക്കറിയാം. പ്രിയമുള്ളവരെ, ഇതെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമല്ലേ. എന്താണ്? ഗത കൊണ്ട്. അന്നൊക്കെ ഈ ഗത ഉണ്ടായാവോ? ഈ ഗത എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, ഞാൻ ഇത് പറയാനുള്ള കാരണമുണ്ട്.
ഈ വെണ്ടൂര് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് നമ്മുടെ തൃശ്ശൂർ, ക്രിസ്ത്യാനി സുണ്ണികളുടെ പള്ളിയാണ്. ആ പള്ളിയിൽ ഒരു ദിവസം കുർബാനയ്ക്ക് പോയ കാണാം. കുർബാന കഴിഞ്ഞിട്ട് പ്രദക്ഷിണം നടക്കുക. അപ്പോൾ പ്രദക്ഷിണം നടക്കണതിൻ്റെ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞാൽ ഒരു ചോദ്യം ചോദിക്കാണ്ട്, ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചു. ചുറ്റും നോക്കിയപ്പോൾ ആരുമില്ല. ചോദിച്ചോളാൻ പറഞ്ഞു. കാരണം നമുക്ക് ഇവരുടെ ചോദ്യം നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, അച്ഛാ സെബസ്ത്യാനോസ് ഉണ്ണിയാൾ മരിച്ചു എങ്ങനെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഗത കൊണ്ട് അടിയായിട്ട് മരിച്ചാണെന്ന് പറഞ്ഞു. ഓക്കെ, എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യത്തിൻ്റെ ഒരു മുന്നോടിയായിരുന്നു എന്ത് ആദ്യത്തെ ചോദ്യം. അച്ഛാ, ഗത കൊണ്ട് രക്തസാക്ഷിത്വ മകുടം വരിച്ച വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അമ്പ് എഴുന്നള്ളിക്കുന്നതിനേക്കാളും നല്ലത് ഈ ഗതയല്ലേ അച്ഛാ എഴുന്നള്ളിക്കണ്ടേ? ശരിയല്ലേ? നാലോചിച്ച് നോക്കിയ ഗതയൊക്കെ പിടിച്ച് പട്ടുകൂടെയൊക്കെ വെച്ച് എന്ത് രസമായിരിക്കും, ഒരു ഭംഗിയായിരിക്കും. അത് അമ്പാണെങ്കിൽ ഒരു ചിരികൊള്ളുള്ള അമ്പത് എവിടെ വെച്ച് കാണാനും പറ്റില്ല. അത് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും. ഗതയാണെങ്കിൽ ആഹാ, ഒരു വേറെ പട്ടുകൂടെ എടുക്കാൻ വേറെ ആളെ വേണ്ട. ഒരു ഗമയായിരിക്കുള്ളൂ. ഗതക്കൊരു ഗമയുണ്ട്. പ്രിയമുള്ളവരെ, ആ സമയത്ത് ആ പള്ളിയിലെ വികാരിച്ചൻ എൻ്റെ അടുത്ത് പറഞ്ഞ്, അച്ഛാ ഒരു ഗ്ലാസ് ചായ കുടിക്കാമെന്ന് പറഞ്ഞു. ചായക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാലും ഈ ചെക്കൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ വികാരിച്ചും വിളിക്കണം. ഞാൻ പോട്ടേട്ടാന്ന് പറഞ്ഞു. ഞാൻ പോയി. പക്ഷെ അപ്പോഴും ഈ ചെക്കൻ ചോദിച്ച ചോദ്യം നമ്മളെ അസ്വസ്ഥമാക്കി. ഗതയുടെ പ്രഹരമേറ്റു മരണപ്പെട്ട സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഗതയല്ലേ കൊണ്ടടക്കേണ്ടത്? അല്ല, ന്യായമായ ചോദ്യമല്ലേ ചെക്കൻ ചോദിച്ചു. പിന്നെ ഞാൻ അമ്പുകൊണ്ട് അടക്കണം? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. പറ, എന്താണ് ഞാൻ അമ്പുകൊണ്ട് അടക്കണം? അതൊക്കെ ഓക്കെ. ലേഡി എടുത്തിട്ട് വന്ന് പിന്നെ ഒന്ന് ഓക്കെ. അതൊക്കെ സമ്മതിച്ച്. എൻ്റെ ചോദ്യം അതല്ലല്ലോ. എന്തുകൊണ്ട് ഗത? ശരിക്കും അമ്പല്ലേ, അമ്പാണ കൊണ്ട് നടക്കണ്ട, ഗതയല്ലേ? ഏതാണ്? അപ്പോൾ അത് ഗത ചേർത്തിട്ട് ഉണ്ടാക്കിയാൽ പോരെ. അമ്പെന്ന് വെച്ചാൽ ഇത്ര. പക്ഷേ ചേച്ചി പറഞ്ഞാലും ഉത്തരവും ഉണ്ടട്ടാ. അതായത് എനിക്ക് ചില സമയത്ത് ചില ചോദ്യങ്ങൾ കിട്ടുമ്പോൾ ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഞാൻ ആദ്യം തന്നെ കൊണ്ടുവന്ന സ്ഥലം ഏതാണെന്നറിയാമോ? എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരവാണ് ഇതേ അവിടെ ആ ബലിപീഠത്തിൻ്റെ മുമ്പിലൊക്കെ അങ്ങോട്ട് ഇടാം. എന്നിട്ട് ഈശോനോട് പറയാം, ഈശോ ഇതേ ഇങ്ങനൊരു ചോദ്യം കിട്ടിയിട്ടുണ്ട്, ഉത്തരം എനിക്ക് വേണം. സെബസ്ത്യാനോസ് ഉണ്ണിയാളുടെ മകനാണ് ഞാൻ. ഗോകുലത്തിൽ തേരാപ്പാരാണെന്നിരുന്ന വെച്ചാൽ അമ്പിൻ്റെ പിന്നാലെ. പക്ഷെ അതിന് ഉത്തരം കിട്ടാത്തപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ. ഞാനത് ഈശോയുടെ മുമ്പിലേക്ക് ഇട്ട്. ഈശോ തന്നൊരു മറുപടി എന്ന് വെച്ചാൽ ഈ ചേച്ചി പറഞ്ഞതിനോട് ചേർത്ത് വയ്ക്കാൻ പറ്റിയൊരു മറുപടിയാണ്. വേറെ ഒന്നുമല്ല, ഗതയുടെ പ്രഹരമേറ്റ് അവൻ അപ്പം തന്നെ മരിച്ചുപോയി. അമ്പിൻ്റെ പ്രഹരമേറ്റിട്ട് അവൻ മരിച്ചില്ല, അതിനെ തോൽപ്പിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഈ ഗതയ്ക്ക് പകരം അമ്പ് കൊണ്ടു നടക്കാനുള്ള കാരണമെന്ന് പറയുന്നത് ഈ സഹനമെന്ന് പറയുന്നത് സഹിച്ച് മരിക്കാനുള്ളവരല്ല നമ്മൾ, മറിച്ച് സഹനത്തെ തോൽപ്പിക്കാനുള്ളതാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് സഹനത്തെ തോൽപ്പിച്ചവനാ കർത്താവ്. തൽക്കാലത്തേക്ക് അവർ സഹിപ്പിക്കാൻ വന്നവരുടെ മുമ്പിൽ 1-3 ദിവസത്തേക്ക് മരിച്ച് ഒളിച്ചു കിടന്നു എന്നല്ലാതെ അവന് സഹനത്തെ പേടിയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ അമ്പ് നമ്മുടെ വീടുകളിലൂടെ കയറി ഇറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സഹനത്തെ തോൽപ്പിക്കാനുള്ളൊരു കൃപയാണ്. ഗത എന്ന് പറയുമ്പോൾ സ്പോട്ടിൽ മരിച്ചു പോയത്. പക്ഷെ അമ്പ് അങ്ങനെയല്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ സെബസ്ത്യാനോസ് ഉണ്ണിയാളുടെ അമ്പ് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? സഹനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? സഹനം ഉറപ്പാണ്. അതിനെ ഞാൻ തോൽപ്പിക്കും. ആരുടെ കൂടെ നിന്ന്? ഈശോയുടെ കൂടെ നിന്ന്. ആ ഒരു കൃപയാണ് നമുക്ക് സ്വന്തമാക്കേണ്ടത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ 1-2 കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കാം. ആദ്യത്തേത്, പ്രിയമുള്ളവരെ, നമ്മളുടെ വീട്ടിൽ ഉണ്ടാ ഈ സാധനം ഉണ്ടാ ഇതിനെ എന്ത് പറയും?
ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഒരു ഛായാചിത്രമാണ്. ഈ ചിത്രമുള്ള ഒരു വീട്ടിൽ ആരെങ്കിലും ഉണ്ട്? ഇതേ ചിത്രം, ദ സെയിം പിക്ക് ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കൈവക്കാം, ഒന്ന് കാണണം. ഇത് തന്നെയാണോ? ഉറപ്പാണോ? ഞാനത് മനഃപൂർവ്വം ചോദിച്ചതാണ്. ദ സെയിം പിക്ക്. വ്യത്യാസമുണ്ട് ഇതിന്. പ്രിയമുള്ളവരെ, ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമായിട്ടുള്ളതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും വീട്. തിരുഹൃദയത്തിൻ്റെ പ്രതിഷ്ഠാജപം ചൊല്ലാൻ അറിയാമോ? മൈക്കാന്ന് ചെല്ലു. അല്ല, അത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? അല്ലേ, നമ്മുടെ പ്രാർത്ഥനകളുടെയൊക്കെ പ്രത്യേകത എന്താണ്? നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഈണം, ഒരു താളം അല്ലേ? അത് ആ ഒരു താളത്തിൽ പോയാലാണ് നമുക്ക് ചെല്ലാൻ പറ്റുള്ളൂ. കൂട്ടത്തിൽ നിന്ന് എന്ത് പ്രാർത്ഥനയും നമ്മൾ നടത്തും. ഒറ്റക്ക് കഴിയുമ്പോൾ അല്ലേ ഒരു 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 പകപ്പുണ്ടാവുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ളതാണ്. നമ്മൾ പ്രാർത്ഥന നമുക്ക് ആകെ രണ്ട് പ്രാവശ്യമോ കത്തോലിക്ക സഭയിൽ പ്രാർത്ഥന പഠിപ്പിക്കുന്നുള്ളൂ. അത് എപ്പോഴൊക്കെയാണ്? ഒന്ന് ആദ്യ കുർബാന സ്വീകരണവും സ്ഥൈര്യലേവനും. രണ്ട് കോഴ്സും കഴിഞ്ഞിരിക്കണേണ് നിങ്ങൾ. ഇപ്പോഴും നിങ്ങളോട് ചോദിച്ചാൽ ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? ഇതുപോലെ തന്നെ അമ്മമാരോട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്ലാസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഞാൻ ഈ അമ്മമാരോട് ചോദിച്ചു, പ്രിയമുള്ളവരെ, ഈ കുടുംബ പ്രതിഷ്ഠാജപം അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു അമ്മാമ്മ, ഒരു 70 വയസ്സ് പ്രായം ഉണ്ടാവും, മേക്കാമോതിരമൊക്കെ ഇട്ട് ചട്ടയും മുണ്ടൊക്കെ ഇട്ട് അമ്മാമ്മ എഴുന്നേറ്റ് അച്ഛാ ഞാൻ ചെല്ലാന്ന് പറഞ്ഞു. അമ്മാമ്മ ധൈര്യത്തോടുകൂടി നെഞ്ചും വിരിച്ച് ഇങ്ങോട്ട് വരികയാണ്. മൈക്ക് ഇങ്ങോട്ട് മേടിച്ച് എന്നിട്ട് അമ്മാമ്മ ചോദിച്ചു, അച്ഛാ ഇത്ര ഉള്ളത് വേണോ ഇത്ര ഉള്ളത് വേണോ? അപ്പം ഞാൻ പറഞ്ഞു, ദൈവമേ. അപ്പം അമ്മാമ്മ പറയണം, അച്ഛാ അല്ലേ അങ്ങനെയില്ലേ, ഇത്ര രണ്ടെണ്ണം ഉണ്ടാ ഉണ്ടാ? അതെ കണ്ട ഉത്തരം തന്നെ. ആദ്യ വെള്ളിയാഴ്ച ചെല്ലാനായിട്ട് വെറുതെ സെപ്പറേറ്റ് ഒരു പീസ് ഉണ്ട്. അത് ഇത്തിരി നീളമുള്ള, അതറിയാമോ? കാണാപ്പാടം. കാണാപ്പാടം അറിയില്ല. കണ്ട അതാണ് ചില പ്രാർത്ഥനകൾ. ഈ അമ്മാമ്മ എന്നിട്ട് ആദ്യ വെള്ളിയാഴ്ച ചെല്ലണ ജപം വെറുതെ പുല്ലുപോലെ അങ്ങോട്ട് ചെല്ലുക. സത്യമായിട്ട് എനിക്കറിഞ്ഞൂടാ. ആദ്യ വെള്ളിയാഴ്ച ചെല്ലണ ജപമാണ്. അപ്പം ഞാനിങ്ങനെ നിൽക്കാം. പ്രിയമുള്ളവരെ, വേറൊരു കുഞ്ഞി കുടുംബ പ്രതിഷ്ഠാ ജപമുണ്ട്. എനിക്കിഷ്ടപ്പെട്ടൊരു അച്ഛനുണ്ട്. അച്ഛൻ ഞങ്ങളുടെ ഇടവകയിൽ, മീൻസ് ഞങ്ങളുടെ രൂപതയിലുള്ളതാണ്. പാടശ്ശേരി അച്ഛനാണ്, ജോർജ് പാടശ്ശേരി അച്ഛൻ. 82-ാമത്തെ വയസ്സിൽ ഈ ഒരു 5-8 മാസം മുമ്പ് മരിച്ചു. വളരെ സന്തോഷമായിട്ട് ജീവിച്ച് സന്തോഷമായിട്ട് മരിച്ച്. ഇത് മരണത്തിൻ്റെ സമയത്ത് പോലും അച്ഛനിങ്ങനെ പറയുമായിരുന്നു, എടാ എനിക്ക് അധികം നാൾ കിടക്കണ്ട, നടന്നു മരിക്കണം, പക്ഷെ ഒരു 3 ദിവസം കിടക്കണം, എന്നാലാണ് ആൾക്കാരൊക്കെ അറിഞ്ഞു വരുള്ളൂ എന്ന് പറയും. അത് കൃത്യമായിട്ട് തമ്പുരാൻ അറിഞ്ഞ് 3 ദിവസം കിടന്ന് അതായിട്ട് മരിച്ചു. അപ്പം അച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അച്ഛൻ ചെറിയൊരു കുടുംബ പ്രതിഷ്ഠാജപം ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഈശോയുടെ മധുരമുള്ള തിരുഹൃദയമേ എൻ്റെ ഹൃദയം നിൻ്റെ ഹൃദയം പോലെ ആക്കണേ അല്ലേ? പഴയ അമ്മമാർ പഠിപ്പിച്ചിട്ടുള്ള സുഹൃദേവമാണ്. അത് കുറച്ചും കൂടിയും ഭംഗിയായിട്ട് ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ എൻ്റെ ഹൃദയം നിൻ്റെ ഹൃദയത്തിന് അതാണ് കറക്റ്റ്. എന്തിനാണ്? ഒത്തതാക്കണമേ എന്നാണ്. പ്രിയമുള്ളവരെ, ഈ കുടുംബ പ്രതിഷ്ഠാജപം കഴിയുമ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മൾ വേറെ ചേർക്കും അല്ലേ? എന്തൊക്കെയാണ്? ഈശോയുടെ തിരുഹൃദയമേ. അപ്പം നമ്മൾ എന്തു പറയും? ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിന്നെ എന്തു പറയും? അപ്പം നമ്മൾ എന്തു പറയും? പിന്നെ എന്തു പറയും? ഓക്കെ, നമ്മൾ എന്തു പറയും? അടുത്തതാരാണ്? ഓക്കെ, ആരാണത്? വേറെ എന്തോരം നല്ല വിശുദ്ധന്മാരുണ്ട്. അന്തോണി സൂണ്യാളൻ, ചൊക്ക നിൽക്കണേ. എന്തിന് സെബസ്ത്യാൻ സൂണ്യാളൻ, ഗീവർഗീസ് സൂണ്യാളൻ, യൂദാസ് ലീഹ, ഇതൊന്നും പറയാതെ ആ നേരത്ത് അടിക്കണം. എന്ത് മാർഗരിതാ മറിയമേ? നമ്മളെന്ത് പറയും? നമുക്ക് ആ സ്ഥാനത്ത് എന്ത് കിട്ടിയാലും ഔസപിതാവേ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ പറയും. പൈല് കുടിച്ചേട്ടാന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് അന്വേഷിക്കണേന്ന് പറയും. അത് ആ ഒരു ഈണം, ഒരു താളമാണ്. അതെന്തു പറഞ്ഞാലും ശരി. മേരി ചേച്ചി ഞങ്ങൾക്ക് അന്വേഷിക്കണേ. എന്തിന് വിശാലാക്ഷി ചേച്ചി എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നമ്മൾക്ക് അന്വേഷിക്കണേന്ന് പറയാം. കാരണം അത് ആ താളമാണ്, ആ ഈണമാണ്. പ്രിയമുള്ളവർ, ഇതാരാണ്? ആർക്കെങ്കിലും അറിയാമോ? കേട്ടിട്ടുണ്ട്, പറഞ്ഞോ. അതെ, ഈശോയുടെ തിരുഹൃദയത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചൊരു വിശുദ്ധയാണ്. വേറൊരു വാക്കിൽ പറഞ്ഞാൽ, അമിച്ചി പറഞ്ഞ കറക്റ്റ്. അമിച്ചിട്ട് പേരെന്താ? മോളി. മോളി എന്ന് പറയുമ്പോൾ സാധാരണ അല്ലേ, ഒരു 22 വയസ്സായ ചേച്ചിയുടെ അല്ലേ മോളി എന്നൊക്കെ പറഞ്ഞു. അത്രേ ഉള്ളൂ എന്ന് തോന്നണം. കണ്ട ലുക്കിൽ
അത്രേ ഉള്ളൂ. ശരിക്കും അത്രയാണെന്നാവും. ഇപ്പം നമുക്ക് അല്ലേ ലുക്ക് കണ്ടിട്ട് പ്രായം പറയാൻ പറ്റൂലട്ടാ അല്ലേ? ലുക്കൊക്കെ കണ്ട് നമ്മൾ മോളേന്ന് വിളിക്കുമ്പോൾ അച്ഛാ അമ്മൂമ്മയാണ് അച്ഛാന്ന് പറയും. സോറി അച്ഛാ. അതുകൊണ്ട് നമുക്ക് ലുക്കിൽ ഇപ്പം രക്ഷയില്ല എന്നുള്ള മോളി ചേച്ചി പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഈശോയുടെ തിരുഹൃദയത്തോട് സ്നേഹമുണ്ടായിരുന്ന വ്യക്തി എന്നതിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് മാറ്റി പറയാണ്, ഈശോയോട് ഒരുപാട് സ്നേഹം ഉണ്ടായതുകൊണ്ട് ഈശോയുടെ ഹൃദയത്തെ ഈ വിശുദ്ധയുടെ മുമ്പിൽ തുറന്നു കാണിച്ചു എന്നുള്ള അതാണ് ഈ ആ വിശുദ്ധയെ കണ്ടിട്ടുണ്ടോ? ഇതാണ് ആ വിശുദ്ധ മാർഗരീത്ത മറിയം. ജനിച്ചതെന്നാണെന്നറിയാമോ? വളരെ എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് പറഞ്ഞുതരാം. ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതെന്നാ 1947. ആ 9 ഒന്ന് തിരിച്ചിടാം. അപ്പം എത്രയായി? 1647. 1647 ജനിച്ച് 43 വയസ്സ് മാത്രം ജീവിച്ച ഒരു ഫ്രഞ്ച് വനിതയാണ് പിന്നീട് കന്യാസ്ത്രീയായി. ഈ കന്യാസ്ത്രീക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഫ്രീ ടൈം കിട്ടുമ്പോൾ കന്യാസ്ത്രീ പറയും, പള്ളിയിൽ വന്നിട്ട് പറയും, അച്ഛാ എനിക്ക് ആ ദിവ്യകാരുണ്യം ഒന്ന് എഴുന്നള്ളിച്ച് വെച്ച് വരുമെന്ന് ചോദിക്കും. ഫ്രീ ടൈം കിട്ടും വേണ്ട. അല്ലാത്ത സമയത്തൊക്കെ പ്രാർത്ഥനയും പരിത്യാഗമൊക്കെ നടക്കണേണ്. പിന്നെ ആ പ്രാർത്ഥനയ്ക്ക് ഇല്ലാത്ത സമയത്ത് വികാരിച്ചിനെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാം. നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ അമ്മ എന്ത് ചെയ്യും? അമ്മ ഉറങ്ങും. പിന്നെ ഇപ്പോൾ റീൽസ് ഉണ്ടല്ലോ, അതുകൊണ്ടിനെ കുഴപ്പമില്ല. അതിങ്ങനെ തേച്ച് എവിടം വരെ പോകുന്നു ഒരു പിടിയില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ വിചാരിക്കും നിങ്ങളെ കുറ്റം പറയാം. ഞാനും അതെ. ചില സമയത്ത് ഈ സാധനം എടുത്തിട്ട് വെക്കണം, ദൈവമേ 1/2 മണിക്കൂർ കഴിഞ്ഞാൽ പെട്ടെന്ന് ആലോചിക്കണം. അതുകൊണ്ട് ഇപ്പോൾ ആ സാധനം എടുക്കണത് ഇപ്പോൾ രാത്രിയും രാവിലെ മാത്രമാക്കി ചുരുക്കിയൊക്കെയാണ്. വേറെ നിവൃത്തിയൊന്നുമില്ല എന്നിട്ടാണ്. പ്രിയമുള്ളവരെ, ഈ മാർഗരീത്ത മറിയം ഫ്രീ ടൈം കിട്ടുമ്പോൾ ഒക്കെ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വെക്കും. അതിൻ്റെ മുമ്പിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും. ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദിവ്യകാരുണ്യം അപ്പം ഉണ്ടല്ലോ, അപ്പത്തിൻ്റെ അവിടെ നിന്ന് ടോർച്ചടിക്കണ പോലെ ഒരു വെട്ടം ഇങ്ങനെ പുറത്തേക്ക് വന്നു. അതിങ്ങനെ ഒരു ആളിൻ്റെ രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ മാർഗരീത്ത മറിയത്തിന് മനസ്സിലായി, വെറുതെ ആളല്ല, ഈശോയുടെ മുഖത്തിന് കാണാനൊരു ഭംഗിയില്ല. ഭംഗി മുഴുവനും വെട്ടം മുഴുവനും ഈശോയുടെ ഹൃദയത്തിലാണ്. ഇത് കണ്ട, മുഖം അത്ര ഗ്രേസ്ഫുള്ളല്ല, പക്ഷെ വെട്ടം മുഴുവനും ഇവിടെയാണ്. എന്നിട്ട് ഈ മാർഗരീത്ത മറിയത്തോട് ഈശോ ഒരു കാര്യം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: മനുഷ്യ മക്കളെ ഇത്രമാത്രം സ്നേഹിച്ചിട്ടും ഒരൽപ്പം പോലും പ്രതിസ്നേഹം ലഭിക്കാതെ അനേകരിൽ നിന്ന് നിന്ദനം മാത്രം ഏറ്റുവാങ്ങുന്ന വേദനിക്കുന്ന എൻ്റെ ഹൃദയത്തെ കണ്ടാൽ. പ്രിയമുള്ളവർ, 1-2 ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കാം. വെറുതെ കൈയും കാലും പൊക്കി ഉത്തരം പറയാവുന്ന ചോദ്യങ്ങളാണ് എൻ്റെ ചോദ്യങ്ങൾ. അതുകൊണ്ട് എൻ്റെ ചോദ്യത്തിന് തെറ്റുത്തരം പറയാൻ ഒരാൾക്കും പറ്റില്ല എന്നുള്ള അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് എൻ്റെ ചോദ്യത്തിന്. പ്രിയമുള്ളവരെ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈവോക്കിയേ, താഴ്ത്തിക്കോ. തിരിച്ചു ചെല്ലുമ്പോൾ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ പോകുന്നവരൊന്ന് കൈവോക്കിയേ. കണ്ട, വെറും 5% കുറഞ്ഞു. അതെന്തുകൊണ്ടാണ്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അമ്മ പഠിപ്പിച്ചിട്ടില്ല അല്ലേ? ഇത് അമ്മ പഠിപ്പിച്ച കാര്യമല്ലേ? എൻ്റെ അമ്മയും എന്നോട് പറഞ്ഞിട്ടില്ല തിരിച്ചു വരുമ്പോൾ ഇതിൻ്റെ മുമ്പിൽ വരണം, തിരിച്ചു വരുമ്പോൾ അതിൻ്റെ മുമ്പിൽ വരണം എന്ന് അമ്മ നിർബന്ധിക്കാതിരിക്കാനുള്ള കാരണം ഈ പ്രാർത്ഥനയുടെ ഒരു പശ്ചാത്തലം. പ്രിയമുള്ളവരെ, നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ വന്ന് പലതുമൊക്കെ പറഞ്ഞിട്ട് പോകും. പക്ഷേ ഈശോ ഒറ്റ കാര്യം മാത്രമേ നമ്മളോട് പറയണം: മോളെ, നീ എവിടെ വേണമെങ്കിലും പൊക്കോ, എനിക്കതിനകത്തൊരു വിഷയമില്ല. പക്ഷേ ഒറ്റ കാര്യം ഞാൻ നിന്നോട് ചോദിക്കുന്നു, നീ പോകുന്നതിന് മുമ്പേ എൻ്റെ മുറിവൊന്ന് കാണാം അല്ലേ? ഈശോയുടെ മുറിവൊന്ന് കാണും. ഈശോയുടെ ഈ മുറിവിൽ നിന്ന് ഇങ്ങനെ ചോര താഴേക്ക് വീഴുന്നുണ്ട്. 3 തുള്ളി ഉള്ളോട്ടാ അല്ലേ? 3 ചെറിയൊരു തുള്ളിയും കൂടി ചിലപ്പോൾ ഉണ്ടാവും നമ്മുടെ തിരുഹൃദയത്തിൻ്റെ. അപ്പോൾ 3-4 തുള്ളി ചോര വീഴുന്ന ചെറിയൊരു മുറിവുള്ളൊരു ഹൃദയമാണ് ഇത്. നീ കണ്ടിട്ട് പൊക്കോ. പുറത്തു പോയി നിൻ്റെ പ്രവൃത്തി, നിൻ്റെ ചില വാക്കുകൾ, നിൻ്റെ ചില നോട്ടങ്ങൾ, അത് എൻ്റെ ഈ മുറിവിന് വലിപ്പം കൂട്ടരുത്. പൊക്കോ, തിരിച്ചു വരുമ്പോൾ ഒന്ന് കാണണോട്ടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറക്കി വിടുന്നത്. എങ്ങനെ തിരിച്ചു വരുമ്പോൾ കാണാനാണ്? അമ്മാതിരി ഡയലോഗും അമ്മാതിരി പെരുമാറ്റവും നമ്മൾ പുറത്ത് നടത്തിയേക്കണം. അതുകൊണ്ട് ചിലരൊക്കെ അടുക്കളയിൽ കൂടി വരും ഇല്ലേ? അങ്ങനെയാണത്. എന്താണ്, ഉമ്മറത്തെ കൂടി പോകാനിച്ചിട്ട് പാടാം. പ്രിയമുള്ളവരെ, ഇത് നമ്മളുടെ ജീവിതത്തെ നമ്മൾ പാലിക്കണം. നമ്മളുടെ മക്കളെ നമ്മളിത് പഠിപ്പിക്കണം.
വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ മാത്രമല്ല, തിരിച്ചു വരുമ്പോൾ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് ഈശോയെ എൻ്റെ വീട്ടിലുള്ള ഒരു ജീവിക്കുന്ന അപ്പനായിട്ട് കാണാൻ പറ്റും. വ്യത്യാസമുണ്ട്. ഈശോയെ ജീവിക്കുന്ന എൻ്റെ അപ്പനായിട്ട് കാണാൻ പറ്റും. ഞാൻ എൻ്റെ പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ സമയത്ത് എൻ്റെ പള്ളിയിലെ ഗോതിരത്ത് പള്ളിയിൽ വികാരിച്ചനായിരുന്നു ഡൊമിനിക് ചൊറയത്തച്ഛൻ. ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടില്ലെങ്കിൽ ആളെക്കുറിച്ചൊന്ന് കേൾക്കണത് നല്ലതാണ്. കോട്ടപ്പുറം രൂപതയിലെ വളരെ പ്രസിദ്ധമായ ചെട്ടിക്കാട് പള്ളി, ആ പള്ളി ആക്കിയതിൻ്റെ പിന്നിലെ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് ഈ ഡൊമിനിക് അച്ഛനാണ്. 23 വർഷമാണ് ആ പള്ളിയിലിരുന്നത്. അച്ഛൻ ആ പള്ളിയിൽ ചെല്ലുമ്പോൾ ഒരു ഓലപ്പരയായിരുന്നു, ഒരു ഷെഡ്. ആളുകളൊന്നും പള്ളിയിലേക്കൊന്നും വരാനായിട്ട് ഒരു സാധ്യതയില്ല. ചുറ്റുപാടുമൊക്കെ വെള്ളക്കെട്ടായിരുന്നു. വഞ്ചിക്കൊക്കെ ആരെങ്കിലുമൊക്കെ പള്ളിയിൽ വന്ന് അങ്ങനെ വളരെ പരിതാപകരമായിട്ടുള്ളൊരവസ്ഥയിലായിരിക്കുമ്പോൾ ആ അച്ഛനാണ് 23 വർഷം അവിടെ ഇരുന്നിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഒരുപാട് വിശ്വാസികളെ ആ ദൈവാലയത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചത്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മളൊരു പരിപാടിയൊക്കെ വെക്കുമ്പോൾ ആളുകൾക്ക് വന്നെത്താൻ സൗകര്യപ്രദമായ രീതിയിലാണ് നമ്മൾ പരിപാടി വെക്കുള്ളൂ, ഇല്ലേ? ഇപ്പോൾ ഒരു കല്യാണം നടത്തും, ഒരു ഹോള് നോക്കുമ്പോൾ പാർക്കിംഗ് ഏരിയ ഒക്കെ നോക്കും, അതൊക്കെ ചെയ്യാറ്. പക്ഷേ ഈ അച്ഛൻ അതിനൊക്കെ ഒരു വിരോധാഭാസമായിരുന്നു. എത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് വളരെ ആത്മാർത്ഥമായിട്ട് ഈ വിശുദ്ധ അന്തോണീസിനെ പറ്റി വാദോരാതെ പറഞ്ഞ് ഇപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ ആഴ്ചകളിലും അവിടെ വന്നു പോകുന്നതെന്നുള്ളതാണ്. ഈ ഡൊമിനിക് അച്ഛൻ എന്നെ ഈ പൗരോഹിത്യ സ്വീകരണത്തിന് വളരെയധികം വഴി നടത്തുകയും അതിനുശേഷം ഞാൻ ആദ്യമായിട്ട് കൊച്ചച്ഛനായി പറൂർ ഡോൺ ബോസ്കോ ദേവാലയത്തിലിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ അവിടേക്ക് വന്നു. അച്ഛൻ പഠിപ്പിച്ചൊരു കാര്യം നിങ്ങളോട് പറയാം, നിങ്ങളത് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അച്ഛൻ എവിടെയെങ്കിലും പോകുമ്പോൾ, അപ്പോൾ എൻ്റെ വണ്ടിക്കാണ് അച്ഛൻ പോവുക. അച്ഛന് ഒരുമാതിരി പ്രായം ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ നിൽക്കുമ്പോൾ വണ്ടി ഓടിക്കാനായിട്ട് അച്ഛൻ ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ എവിടെ പോകണമെങ്കിലും ദയസേവ പോവാന്ന് പറയും. അങ്ങനെ ഞാൻ വണ്ടി എടുത്ത് വരുമ്പോഴേക്കും അച്ഛൻ പള്ളിയിലേക്ക് ഇങ്ങനെ കയറി പോകുന്നുണ്ടാവും. ഒരു 30 സെക്കൻഡ് പോലും പള്ളിയിൽ നിൽക്കത്തില്ല, അപ്പം തന്നെ തിരിച്ചിറങ്ങി വരും. എന്നിട്ട് എൻ്റെ വണ്ടി കയറിയിട്ട് സ്ഥലത്തേക്ക് പോകും. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഈ 10-30 സെക്കൻഡ് പോലും എടുക്കില്ല, ചിലപ്പോൾ 2 സെക്കൻഡ് 3 സെക്കൻഡൊക്കെ എടുത്തിട്ട് അപ്പം തന്നെ തിരിച്ചു വരും. അതുകൊണ്ട് ഇത് ഇത്ര തിരക്കിട്ട് എന്തിട്ടാണ് പ്രാർത്ഥിക്കണമെന്ന് ചോദിക്കും. അപ്പോൾ അച്ഛൻ അന്ന് തമാശയ്ക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, നിൻ്റെ കൂടെയല്ലേടാ പോണത്, തിരിച്ചെത്തിച്ചേക്കണ കർത്താവേ എന്നാണ് പ്രാർത്ഥിച്ചതെന്ന്. അപ്പോൾ ആദ്യം ഞാനിങ്ങനെ കൗതുകത്തോടെ നോക്കിയപ്പോൾ പറഞ്ഞില്ല, സത്യമായിട്ട് അങ്ങനെ തന്നെയാണ്, നീയോ അങ്ങനെ തന്നെ ചെയ്യണം. എവിടെ പോകുമ്പോഴും ജസ്റ്റ് ഒന്ന് പള്ളി കയറിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്നാവുമ്പോൾ ജസ്റ്റ് കർത്താവിൻ്റെ അടുത്ത് കൊണ്ട്, കർത്താവ് ഞാനിങ്ങനെ സ്ഥലത്തേക്ക് പോകാണ്ട്, തിരിച്ചു വരുമ്പോഴും എത്തിയേട്ടാ. വീട്ടിൽ അപ്പൻ ജീവിക്കുന്ന ഒരു യാഥാർത്ഥ്യമായിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ അപ്പനോട് പറഞ്ഞിട്ട് പോകില്ല, തിരിച്ചു വരുമ്പോഴും അപ്പനോട് പറയും എത്തിയേട്ടാന്ന്. ആ ഒരു ഫീല്, ആ ഒരു ബന്ധം നമുക്ക് ഈശോയുടെ തിരുഹൃദയവുമായിട്ട് ഉണ്ടാക്കാനായിട്ട് പരിശ്രമിക്കണമെന്നാണ്. അതിന് ദൈവം പ്രത്യേകമായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ദൈവാലയത്തിലാണ് ഇരിക്കുന്നത്. ഈ ദൈവാലയമാകുന്നതിൻ്റെ കാരണം എന്താണ്? ദിവ്യകാരുണ്യം. ഈ ദൈവാലയമാകാനുള്ള കാരണം ദിവ്യകാരുണ്യമാണ്. ഞാനിപ്പോൾ അവിടെ വന്ന് ആ സക്രാരിയിൽ നിന്ന്, ആ സക്രാരി ഉൾപ്പെടെ ഇവിടെ നിന്ന് പറിച്ചുകൊണ്ടുപോയി അപ്പുറത്ത് പാരിഷ് ഹോളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവാലയമാവും, ഇത് വെറുതെ കെട്ടിടമായിട്ട് മാറും. അതേപോലെ ഓരോ കത്തോലിക്ക കുടുംബത്തെയും കർത്താവിൻ്റെ കുടുംബമാക്കി മാറ്റുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈശോയുടെ തിരുഹൃദയം. അതുകൊണ്ട് ഭവനം, എൻ്റെ മാറ്റിയിട്ട് ബാക്കി എന്താണ് ഭവനത്തിന്? വനം അല്ലേ? വീടൊരു കാടാണോ? വീടൊരു കാടാണ്. ആ വീട് ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമല്ലെങ്കിൽ, അതുകൊണ്ട് ഭവനമാകുന്നത്, ഭംഗിയുള്ള വനമാകുന്നത് അവിടെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സാന്നിധ്യം വരുമ്പോഴാണ്. അതുകൊണ്ട് എൻ്റെ ഭവനം എൻ്റെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെതാണോ എന്ന് പരിശോധിക്കണം. അത് പരിശോധിച്ച് അത് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെതാക്കി മാറ്റണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ മാർഗരീത്ത മറിയം, ഇനി നിങ്ങൾക്ക് മാർഗരീത്ത മറിയത്തെ ഇഷ്ടപ്പെടണം കേട്ടോ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് മാർഗരീത്ത മറിയത്തെ. അത് ചെറുപ്പത്തിൽ തുടങ്ങി ഇഷ്ടം. കാര്യം എന്താണെന്നറിയാമോ? എൻ്റെ അമ്മ നടത്തിയിരുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് 1.25 മണിക്കൂറാണ്. അതെന്ത് സംഭവിച്ചാലും അങ്ങനെ തന്നെയായിരിക്കും. ഒരു ജപമാല, പിന്നെ അവിടെ ഇവിടുന്നൊക്കെ കുറച്ച് സാധനങ്ങൾ, അമ്മക്കറിയാവുന്ന ചില പ്രാർത്ഥനകളൊക്കെ ഉണ്ട്, അതൊക്കെ ഇങ്ങനെ കേട്ടിരിക്കും. ഇപ്പോൾ അത് കാണാനുമില്ല, കേൾക്കാനുമില്ല. അത് ലിപിയില്ലാത്ത കുറേ പ്രാർത്ഥനകളില്ല, അമ്മമാർക്ക് അങ്ങനെ ലിപിയില്ലാത്ത കുറച്ച് പ്രാർത്ഥനകളുണ്ടാകും.
അപ്പോൾ അമ്മ അവസാനം പ്രാർത്ഥന അവസാനിപ്പിച്ച് വചനം വായിച്ച് അവസാനം മാതാവിൻ്റെ അല്ലെങ്കിൽ ഈശോയുടെയൊക്കെ ഗാനം ആലപിച്ചതിന് ശേഷം ഈ ഒരു സാധനം എടുക്കുക. എന്ത്? പ്രതിഷ്ഠാജപം. ഏറ്റവും അവസാനത്തെ സാധനമാണ് എന്ത്? മാർഗരറ്റ് മറിയമേ. അപ്പൊ ഞങ്ങളൊക്കെ കൂടി ഞങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കണം. എന്താണ്? തീർന്ന് പരിപാടി. അത് മാത്രമല്ല, പ്രാർത്ഥന കഴിഞ്ഞ് ഉടനെ തന്നെ എന്ത് കിട്ടും? ചോറ് കിട്ടും. അപ്പൊ മാർഗരറ്റ് മറിയവും ചോറും കൂടി അഭേദ്യമായ ബന്ധമാണ്. അങ്ങനെ മാർഗരറ്റ് മറിയത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ സെമിനാരി ചേർന്ന് പഠിച്ച് അച്ഛനൊക്കെ ആയപ്പോഴേക്കും മാർഗരറ്റ് മറിയത്തെ കുറച്ചുകൂടി എനിക്ക് ഇഷ്ടമായി. കാരണം എന്താണ്? മാർഗരറ്റ് മറിയത്തിൻ്റെ ആ ഒരു വലിയൊരു സത്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഭവനത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ വീട് അത് ഈശോയുടെ. എൻ്റെ വീട് ഈശോയുടെ അല്ലാതെ ആകുമ്പോൾ അത് കാടായിട്ട് മാറും. അതുകൊണ്ട് എൻ്റെ വീട് ഭംഗിയുള്ള ഒരു ആലയമാക്കി മാറ്റാൻ വേണ്ടി എന്നും എൻ്റെ കൂടെ എൻ്റെ ഈശോയുടെ തിരുഹൃദയം ഉണ്ടാവും. അതുകൊണ്ട് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ എവിടെയെങ്കിലും ഇറങ്ങിപ്പോകുമ്പോൾ മാത്രം പോയാൽ പോരാ, തിരിച്ചു വരുമ്പോഴും വരണം. വന്നിട്ട് വെറുതെ ഇപ്പോൾ വീട്ടിൽ ഭർത്താവ് ഉണ്ടെങ്കിൽ ഭർത്താവിനോട് പറയില്ലേ, എത്തിയിട്ടോ, അത്ര മതി. ഈശോയുടെ മുമ്പിൽ വന്ന് ഇന്നു മുതൽ നിങ്ങൾ ശീലിച്ചു തുടങ്ങിക്കോ. ഈശോയുടെ മുമ്പിൽ വന്നിട്ട് ഈശോ എത്തിയിട്ടാണ്. അപ്പോൾ ഈശോ ചോദിക്കും, പോയിട്ട് അത്ര നല്ല നല്ല ജീവിതം അല്ലാട്ടാ ജീവിച്ചു, കുഴപ്പമില്ല, അത് കേട്ടോ. കാരണം പുള്ളിക്കാരനെ എല്ലാവരും അറിയാമല്ല, ഏറ്റവും സെറ്റ് കാര്യങ്ങൾ പുള്ളിക്ക് അറിയാം, ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് മാതിരി ചോദ്യങ്ങൾ പുള്ളി നമ്മളോട് ചോദിക്കും. പക്ഷെ അത് കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം കുറച്ചേക്കാം. അങ്ങനെ ഓരോ പ്രാവശ്യവും കുറച്ച് ഒരു സുപ്രഭാതത്തിൽ നമ്മളെല്ലാം മാറ്റി വെക്കുന്നു ഒരിക്കലും വിചാരിക്കേണ്ട. ഓരോ പ്രാവശ്യവും കുറച്ച് കഴിയുമ്പോൾ പൂർണ്ണമായിട്ടും നമുക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് സാധിക്കും. അതിന് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. പ്രിയമുള്ളവരെ, ഈ എൻ്റെ മുമ്പിൽ അമ്മമാരിങ്ങനെ നിൽക്കുമ്പോൾ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് അമ്മമാരുടെ അടുക്കൽ ചെന്ന് നിൽക്കുമ്പോൾ എനിക്ക് ഇച്ചിരി സന്തോഷമാണ്. അതിന് മുമ്പ് സന്തോഷം ഉണ്ടായിരുന്നില്ലെന്നല്ല, കാരണം എനിക്ക് എൻ്റെ അമ്മ നഷ്ടപ്പെട്ടിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ഈസ്റ്ററിൻ്റെ തലേ ദിവസം ശനിയാഴ്ചയാണ് എൻ്റെ അമ്മ മരിച്ചത്. പ്രിയമുള്ളവരെ, അന്ന് ഒരു സ്ഥലത്തും ഈ കുർബാനക്ക് കൊടുക്കുന്ന പരിപാടിയില്ല, കുർബാനയുമില്ല. കുർബാനയില്ലാത്ത ദിവസമാണ് അന്ന് അമ്മ മരിച്ചു. പക്ഷേ ആശുപത്രി കിടന്നാണ് മരിച്ചത്. ചെറിയൊരു നെഞ്ചുവേന ഒന്ന് ആശുപത്രി കൊണ്ടായതാണ്. മരിക്കാവുന്ന ഒരു രോഗമൊന്നും ആയിരുന്നില്ല, പക്ഷെ മരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു, അമ്മ മരിച്ചു കഴിഞ്ഞാൽ കുഴപ്പമാണല്ലോ. അപ്പോൾ പിറ്റേ ദിവസം ഈസ്റ്ററാണ്. ഞാൻ അരിപ്പാലം പള്ളിയിൽ വന്നിട്ട് എൻ്റെ ആദ്യത്തെ ഈസ്റ്ററാണ്. ഞാൻ ഫെബ്രുവരി 12 വന്നു. മാർച്ച് 31 ഈസ്റ്റർ. ആദ്യത്തെ ഈസ്റ്റർ തന്നെ ദൈവമേ ചളാവോ എന്നൊരു ഒരു സന്ദേഹം എൻ്റെ ഉള്ളിൽ വന്നു. പിതാവ് എന്നോട് ചോദിച്ചു, വേറെ ആരെങ്കിലും ഏൽപ്പിക്കണോ? അപ്പോൾ പറഞ്ഞു, ഇല്ല പിതാവേ, നോക്കട്ടെ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, അമ്മ മരിച്ചു കിടന്ന് ഞാൻ അമ്മയുടെ ശരീരം മോർച്ചറി കൊണ്ടുവച്ചു. വെച്ചിട്ട് ചേട്ടന്മാരോടൊക്കെ പറഞ്ഞു, ഈസ്റ്റർ കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒന്നും ചെയ്യേണ്ടതാണ്. പിന്നെ മോർച്ചറിയിൽ വെച്ചു. ഞാൻ ഈസ്റ്ററിന് വേണ്ടിയിട്ട് കുർബാന അർപ്പിക്കാൻ പള്ളിയിൽ വന്നു. എൻ്റെ ഇടവപ്പള്ളിയിലെ 1-2 പേർക്കറിയാം. അവരോട് ഞാൻ പറഞ്ഞു, പുറത്ത് പറയണ്ട. കാരണം പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ ഒരു പൊലിമ നഷ്ടപ്പെടും. അപ്പോൾ ഞാൻ എൻ്റെ അമ്മനോട് പറയണ്ട, ദൈവമേ കുർബാന ചൊല്ലി കൊളാക്കരുത്, അത് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായേക്കണം. പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ 2024 മാർച്ച് 31 ഈസ്റ്റർ കുർബാന ഞാനെന്ന പൗരോഹിത്യ വ്യക്തിത്വത്തിലെ 21ാമത്തെ ഈസ്റ്റർ കുർബാനയായിരുന്നു. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു കുർബാന ചൊല്ലിയിട്ട് എൻ്റെ അമ്മ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴും മരണത്തെ തോൽപ്പിച്ച എൻ്റെ രക്ഷകനായ ക്രിസ്തുവിൻ്റെ ഉത്ഥാന തിരുനാൾ ആഘോഷിക്കുമ്പോൾ അമ്മ എൻ്റെ കൂടെ ഇരുന്നുകൊണ്ട് ബലി അർപ്പിക്കുന്നൊരു ഫീലായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് ഇത് പറയാനുള്ളൊരു കാരണമെന്ന് വെച്ചാൽ, വീട്ടിൽ അമ്മയും അപ്പനും വേണ്ടപ്പെട്ടവരും ഒക്കെ മരിക്കുമ്പോൾ നമ്മളൊരു വൃത്തികെട്ട പേരിട്ട് ഈസ്റ്ററും ക്രിസ്മസും ഒക്കെ മാറ്റിവെക്കും. ആ പേരെന്താണ്? വാലായ്മ. എന്ത് വാലായ്മ? ഈസ്റ്ററിനും ക്രിസ്മസിനും മാത്രം ഉള്ളട്ടെ വാലായ്മ, അല്ലാതെ എന്തും വലിച്ചു വാരി തിന്നും, ഒരു കുഴപ്പമില്ല. സിനിമക്ക് പോണേൻ്റെ കുഴപ്പമില്ല, ഇറച്ചിയും പോത്ത് മീൻ ഒക്കെ വാരി വലിച്ചു തിന്നും. ഈസ്റ്റർ ആകുമ്പോഴേക്കും വാലായ്മയിൽ അത് വല്ലായ്മയാണ്. കാരണം എന്താണ്? വെറുതെ ഇരുന്ന് തിന്നാൻ പറ്റിയ അവസരമാണ് അത്, അല്ലേ? ഈസ്റ്ററിന് വെറുതെ ഇരിക്കുക. വാലായ്മ എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് വീട്ടിൽ നിന്ന് മീൻ, ഇപ്പുറത്ത് വീട്ടിൽ നിന്ന് ചിക്കൻ, അപ്പുറത്ത് വീട്ടിൽ നിന്ന് ഇറച്ചി, അതൊക്കെ വാരി വലിച്ചു ഒരു നാണമില്ലാതെ തിന്നാൻ നാണാവില്ലേ നിങ്ങൾക്ക്?
അതുകൊണ്ട് പ്രിയമുള്ളവരെ, വീട്ടിൽ അപ്പം മരിക്കും, അമ്മ മരിക്കും, മരിച്ചവൻ എഴുന്നേറ്റ് അവൻ ഈ ലോകത്ത് എന്നും ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന കത്തോലിക്കരായ നമുക്ക് ഏറെ അഭിമാനത്തോടുകൂടെ പറയാൻ പറ്റണം, അമ്മ എൻ്റെ മരിച്ചിട്ടുണ്ടാവാം, പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ ജനന തിരുനാൾ അല്ലെങ്കിൽ ഈസ്റ്റർ അത് മാറ്റിവെക്കാനായിട്ട് എനിക്ക് അർഹതയില്ല എന്നുള്ളത്. പ്രിയമുള്ളവർ, എല്ലാ വർഷവും ഞാനിത് പറയാറുണ്ട്. പക്ഷെ കഴിഞ്ഞ ഈസ്റ്ററിന് ഞാനിത് പറയുമ്പോൾ എനിക്കൊത്തിരി ആധികാരികതയുണ്ടായിരുന്നു. കാരണം എൻ്റെ അമ്മ മരിച്ച് മോർച്ചറി കിടക്കുക, എനിക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ പോയിരുന്ന് കരയാമായിരുന്നു. പക്ഷേ അത് കരയാതെ ഞാൻ ഈ അൾത്താരയുടെ മുമ്പിൽ നിൽക്കുന്നത് വിശ്വാസത്തെ പ്രതിയാണ്. വിശ്വാസം എന്ന് പറയുന്നത് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നവരാണ്. കർത്താവിൻ്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വളർന്നു വരുന്ന കുഞ്ഞുമക്കളോട് പറഞ്ഞു മനസ്സിലാക്കണം, ഞാൻ മരിക്കുമ്പോൾ നീ കരഞ്ഞോ അത് കുഴപ്പമില്ല, പക്ഷെ ഈസ്റ്റർ ക്രിസ്മസ് ആഘോഷിക്കാതിരിക്കരുത്. പ്രിയമുള്ളവരെ, നേരത്തെ തന്നെ പറഞ്ഞോട്ടെ, കാരണം എപ്പോഴാണ് മരിക്കാൻ പോണെന്ന് ഒരു പിടിയില്ല. ഇന്ന് മരിച്ചാൽ സ്വർഗത്തിൽ പോകും. എന്നോട് ചോദിക്കാല്ലേ പ്രിയമുള്ളവർ, ഞാൻ ഇന്ന് മരിക്കുകയാണ്, സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുള്ളവരെന്ന് കൈവക്കിയ ഒരാളുള്ളൂ. ഞാൻ വെറുതെ കൈവക്കിയാട്ടെ, ഒരു ഭംഗിക്കാണ്, ഞാൻ പോവില്ല. പ്രിയമുള്ളവർ, മരിച്ച ഉടനെ തന്നെ സ്വർഗത്തിൽ പോയ ഒരൊറ്റ ആളുള്ളൂ ഈ ചരിത്രത്തിൽ, ഒരേ ഒരാൾ. ആരായിരിക്കും? പറഞ്ഞോ? ഈശോ പിന്നെ ആളെന്നൊക്കെ പറഞ്ഞ് മുക്കുപുള്ളിനെ തരം താഴ്ത്തണ്ട. മാതാവ്. കാരണം എന്താ? മാതാവിൽ പാപം ഉണ്ടായില്ല, ഉത്ഭവ പാപം പോലും ഉണ്ടായിരുന്നു. പ്രിയമുള്ളവർ, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്, നരകത്തിൽ വിട്ടേക്കല്ലേ കർത്താവേ. ശുദ്ധീകരണ സ്ഥലത്ത് കുഴപ്പമില്ല, ഏറ്റവും അടിത്തട്ടിലാണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ വലിഞ്ഞേറി മുകളിൽ വന്ന് സ്വർഗത്തിൽ പൊക്കോളാം. നരകത്തിൽ, പ്രിയമുള്ളവർ, നരകത്തിൻ്റെ പ്രത്യേകത എന്താണ്? നരകത്തിൻ്റെ പ്രത്യേകത അറിയാം? അല്ലാതെ അവിടെ തീ ഉണ്ടാവും, പാമ്പുണ്ടാവും, പുഴു ഉണ്ടാവും എന്നല്ല. അവിടെ ഇതൊക്കെ ഉണ്ടാവും, എല്ലാ ദിവസവും ബിരിയാണിയും ചിക്കനൊക്കെ ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത് തന്നെ ഉണ്ടാവുള്ളൂ, വേറെ വെറൈറ്റി ഇല്ല. എല്ലാ ദിവസവും ബിരിയാണി അല്ലേ, എന്ത് കാര്യത്തിന് പിന്നെ ചമ്മന്തി കിട്ടോ ഇല്ല, നീ ഇത് തന്നെ കഴിച്ചാൽ മതി എന്ന് പറയും. അവസാനം ബിരിയാണി കഴിച്ച് മരിക്കേമില്ലേ, അതാണ് പ്രത്യേകത. മരണമില്ല, വെറുതെ നടക്കാന്നുള്ള. പ്രിയമുള്ളവരെ, നരകത്തിൻ്റെ പ്രത്യേകത അതാണ്. അവിടെ തീ ഉണ്ടാവും, അഗ്നി ഉണ്ടാവും എന്നല്ല, പ്രതീക്ഷയില്ലാത്തൊരു സ്ഥലം. പ്രതീക്ഷയില്ലാത്തൊരു സ്ഥലം. എല്ലാ ദിവസവും ഒരേപോലെ ഇരിക്കുള്ളൂ, മടുക്കൂല, നമുക്ക് മടുത്തു. അതാണ് പ്രതീക്ഷയില്ലാത്ത സ്ഥലം. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ശുദ്ധീകരണ സ്ഥലത്ത് നമ്മുടെ പ്രിയപ്പെട്ടവർ കിടക്കുന്നത്, അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ശുദ്ധീകരണ സ്ഥലത്ത് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ നിങ്ങൾ? പ്രാർത്ഥിക്കണം, നിരന്തരമായിട്ട് പ്രാർത്ഥിക്കണം. ജർത്രൂദിൻ്റെ പ്രാർത്ഥന അറിയാം? ജർത്രൂദ് എന്ന് പറയുന്ന ഒരു വിശുദ്ധയുണ്ട്. വിശുദ്ധ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ഒരു പ്രാർത്ഥന അതൊരു പ്രാവശ്യം ചെല്ലുമ്പോൾ 1000 പേര് സ്വർഗത്തിൽ പോകുന്നതാണ്. പ്രിയമുള്ളവർ, ഇന്നും ഇറങ്ങി ചെല്ലിക്കോ. അപ്പോൾ നമ്മൾ മരിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു 2 ലക്ഷം പേര് അവിടെ നിന്ന് അറിയോ, നീ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ സ്വർഗത്തിൽ കയറിയേക്കണം, അതുകൊണ്ട് ഞാനൊന്ന് റെക്കമെൻഡ് ചെയ്യാം. പ്രിയമുള്ളൊരു തമാശ പറഞ്ഞാൽ റെക്കമെൻഡേഷൻ നടക്കണം. സ്വർഗത്തിൽ ഞാൻ കാരണം ലക്ഷോപലക്ഷം ആളുകൾ സ്വർഗത്തിലെത്തണം. അപ്പോൾ നമ്മൾ ശുദ്ധീകരണ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്കൊരു സ്വീകരണം ഒരുക്കും അവിടെ. എന്നാലോചിച്ച് നോക്കി, എന്തോരം നടക്കാത്ത കാര്യങ്ങൾ സ്വപ്നം കാണുന്നുണ്ടല്ലേ? അപ്പോൾ ഇതേപോലെയൊക്കെ കാണുന്നേ. ഇന്ന് നിങ്ങൾ രാത്രി കിടക്കാൻ നേരത്ത് നിങ്ങൾക്ക് ഒരു ദിവാസ്വപ്നത്തിൻ്റെ ഒരു ആശയം പറഞ്ഞുതരാം. പ്രിയമുള്ളവരെ, ഇന്ന് പ്രാർത്ഥിച്ചാണ് കിടക്കണം. ആര്? നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചിട്ടല്ലേ, വേറെ ആരെങ്കിലും അല്ലല്ല. അല്ല, ഉത്തരം പറയണ്ടേ? ഞാൻ പ്രിയമുള്ളവരെ പ്രാർത്ഥിച്ച് കിടക്കാൻ ശീലിക്കണം. പ്രാർത്ഥിച്ച് കിടന്നിട്ട് ഇന്ന് ശരിക്കും പറഞ്ഞാൽ വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് ഉറങ്ങണമെന്നാണ്. പക്ഷെ ഇന്ന് ഒരു ചെറുതായിട്ടൊരു ചിന്ത, വേറെ ഒന്നുമില്ല, എന്നെ വിശുദ്ധമായിട്ട് പ്രഖ്യാപിക്കാൻ പോണേ. എവിടെ? വത്തിക്കാനിൽ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൻ്റെ ഫ്രണ്ടിൽ മറ്റേ 24 അടി വലിപ്പത്തിൽ പടം ഇങ്ങനെ നല്ല പടം എടുത്ത് വെച്ചേക്കട്ടെ, വേണം. കാരണം മോശം അവർ നല്ല അത് തിരിച്ച് കാശ് ചിലവാക്കിക്കോ. അങ്ങനെ സ്വപ്നം കാണുക. അതുമല്ല, ഇത് കാരണം നമ്മുടെ ഈ നാട്ടിൽ നിന്ന് ഒരു വിശുദ്ധിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും സെബസ്ത്യാനോസ് പുണ്യാളൻ മാറിക്കും. എന്നിട്ട് നമ്മുടെ ഒരു 6 അടി പൊക്കമുള്ളൊരു പ്രതിമ, അതിൻ്റെ മുമ്പിൽ തിരുസ്റ്റാൻഡ്. നമ്മളോട് ദേഷ്യമുള്ള ചേച്ചിയൊക്കെ വന്ന് പ്രാർത്ഥിക്കണം, ഇപ്പം തരും അല്ലേ, നീ ചോദിക്കടി, നീ ചോദിക്കും, ഞാൻ നിനക്ക് തരൂ, അങ്ങനെയൊക്കെ പറഞ്ഞോ ഒരു സന്തോഷത്തിൽ. ഇന്ന് നിങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു വത്തിക്കാൻ്റെ കുർബാന നിങ്ങൾ മനസ്സിൽ കാണാം. ഇത് കിടന്നുറങ്ങാം. എന്നാലോചിച്ചു നോക്കേ അല്ലേ?
സംഭവിക്കുമോ? താല്പര്യമില്ല, സംഭവിക്കില്ല എന്നാണ് പറഞ്ഞത്. പ്രിയമുള്ളവരെ, വിശുദ്ധ ആകുക എന്ന് പറഞ്ഞത് ബേസിക് നീഡാണ്, അടിസ്ഥാനപരമായ ഒരു ആവശ്യമാണ് വിശുദ്ധ. നമ്മൾ സ്വർഗത്തിൽ പോകാന്നുള്ള നമ്മുടെ ആഗ്രഹമല്ല അല്ലേ? സ്വർഗത്തിൽ പോകണം താല്പര്യമില്ലേ? വിശുദ്ധന്മാർക്ക് മാത്രമേ സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. ശുദ്ധീകരണ സ്ഥലത്തിൽ അവിടെ വെറുതെ അവിടെ നിന്ന് പതുക്കെ കയറി വരും. പ്രിയമുള്ളവരെ, ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കണവരുടെ ഒരു അവസ്ഥ ഒന്നും ആലോചിക്കണം കേട്ടോ. ശുദ്ധീകരണ സ്ഥലത്തിലുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്, ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ ചിലപ്പോൾ നമ്മളെ നോക്കി കരയുന്ന ചില അവസരങ്ങളുണ്ടെന്ന് അവർ. വേറെ ഒന്നുമല്ല, നമ്മളിങ്ങനെ ഞായറാഴ്ച പള്ളിയിൽ പോയേക്കാണ്. ഞായറാഴ്ചയാണല്ലോ ഏറ്റവും കർത്താവിൻ്റെ ദിവസം. അന്ന് ആഘോഷമായിട്ട് കുർബാനയൊക്കെ ചൊല്ലി, പക്ഷേ നമ്മുടെ മരിച്ച പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ഓർത്തില്ല എന്ന് വിചാരിക്കും അല്ലേ? ഓർക്കാത്ത ദിവസങ്ങളൊക്കെ ഇല്ലേ? ചില ദിവസങ്ങൾ മറന്നു പോകും. അപ്പോൾ ഭയങ്കര സങ്കടം ഒരുക്കുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു സങ്കടം കൊടുക്കില്ല എന്ന് തീരുമാനിക്കണം. ഏതൊക്കെ പള്ളിയിൽ എപ്പോഴൊക്കെ പ്രാർത്ഥിക്കാൻ പോകുന്നുവോ അപ്പോഴൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു തീരുമാനം എടുത്തിട്ട് മുന്നോട്ട് പോകും. അവിടെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വല്ലാത്തൊരു വിജയം ഉണ്ടാവുക എന്ന് പറയും. പ്രിയമുള്ളവരെ, നമ്മൾ 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പറയാനായിട്ട് ആഗ്രഹിക്കാം. ഒരു 10 കൽപ്പന അറിയാമോ? 10 കൽപ്പനകൾ അറിയാമോ? അല്ലേ? ദൈവപ്രമാണങ്ങൾ 10 അറിയാമോ? ചോദിച്ചാൽ മറ്റേത് തന്നെ സംഭവം പ്രശ്നമാണ്, എനിക്കറിയാം. അതുകൊണ്ട് ചോദിക്കൂല നമ്മൾ. അതൊരു ഈണത്തിൽ ഒരു താളത്തിൽ പോയിക്കൊണ്ടിരിക്കുക അല്ലേ? പിന്നെ സ്ത്രീകളാകുമ്പോൾ നിങ്ങൾ എളുപ്പത്തിൽ ചെയ്യിക്കുക. എന്താണെന്നാവോ, എല്ലാ പ്രാവശ്യവും ഈ ആണുങ്ങൾക്കാണ് ഗതികേട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ 2-3 പ്രാവശ്യമൊക്കെ നമസ്കാരം കേൾക്കാൻ വരും. നിങ്ങളത് രക്ഷപ്പെടുകയും ചെയ്യും. അതെന്താണ് അതിൻ്റെ ഗുട്ടൻസ് ഒന്നും ഒരു പിടുത്തം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ നമസ്കാരം കേൾക്കാറില്ല. കാരണം ആണുങ്ങൾ തോറ്റു പോവും, പെണ്ണുങ്ങൾ ജയിക്കുകയും ചെയ്യും. അവിടെ തുടങ്ങിയ ഒരു അപകർഷതാബോധം ഉണ്ടാവണ്ടല്ല എന്ന് വിചാരിച്ച് ഞാൻ ആണുങ്ങളോടും പെണ്ണുങ്ങളോടും പറയും, 1 മാസം ഞാൻ ഇപ്പോഴത്തെ നമസ്കാരം കേൾക്കണ എൻ്റെ ഒരു ശൈലി എന്ന് വെച്ചാൽ വേറെ. വേദപാഠ പുസ്തകമില്ലേ ചെറുത്, അതിനകത്താണല്ലോ ചോദ്യങ്ങളുള്ളത്. അതെടുത്ത് അങ്ങോട്ട് കൊടുത്തിട്ട് പറയും, മോനെ ഒന്നുകിൽ ഇതിലുള്ള ചോദ്യങ്ങൾ മുഴുവനും ഞാൻ ചോദിക്കും, അതിനുത്തരം പറയണം, അല്ലെങ്കിൽ 1 മാസം പള്ളിയിൽ വരണം. ഏതാണ്? പള്ളിയിൽ വന്നുള്ള അച്ഛൻ. പ്രിയമുള്ളവർ, എനിക്ക് ഭയങ്കര സന്തോഷമാണ് അത് കേൾക്കാൻ. കാരണം അത് മുഴുവൻ അരിച്ചു പെറുക്കിയാൽ കിട്ടുന്നതിനേക്കാളും 1,00,000 ഇരട്ടി കൃപ ഒറ്റ മാസം വിശുദ്ധ ബലിയിൽ ഒരുമിച്ച് കണ്ടിന്യൂസ് ആയിട്ട് പങ്കെടുത്താൽ കിട്ടുമെന്ന്. അതുകൊണ്ട് ഞാൻ മറ്റതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പ്രിയമുള്ളവരെ, അതിന് നിങ്ങളും പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ ഞാനൊരു കുറച്ച് നല്ല അമ്മമാരാ അല്ലെങ്കിൽ നല്ല മാതാപിതാക്കളാവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കാം. പ്രിയമുള്ളവരെ, ഞാൻ അല്ലേ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാരാണ്? ഒപ്പച്ചൻ തോണയുണ്ടോ? വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാരാണ്? അമ്മച്ചിയാണ്. അപ്പച്ചനാണ്. ഓക്കെ, പ്രിയമുള്ളവരെ ആലോചിച്ച് നോക്കാം. ഓക്കെ, അങ്ങനെ അപ്പച്ചനാണ് പ്രധാനപ്പെട്ട എന്നാണ് പറഞ്ഞത്. കൂട്ടുകാരത്തിലൂടെ നടന്നു പോവുകയാണ് വീടിൻ്റെ സൈഡിൽ കൂടി. അപ്പോൾ പറയും, എന്തേടാ എൻ്റെ അപ്പച്ചൻ്റെ വീട്, അങ്ങനെയാണോ പറയണം? പിന്നെ എന്താ പറയണം? എൻ്റെ വീടാണ്. അപ്പോൾ പ്രധാനപ്പെട്ടത് ആളാരാണ്? ഞാനല്ലാതെ ഒരാളില്ല അവിടെ. ഈ വീടിൻ്റെ ഏക രക്ഷാധികാരി ഞാനാകുന്നു, ഞാനല്ലാതെ വേറൊരു രക്ഷാധികാരി ഈ വീടിന് ഇല്ല. പിന്നെ ഒരു ഭംഗിക്ക് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ പറയുമെന്നല്ലാതെ ശരിക്കും പ്രിയമുള്ള LKG പഠിക്കുന്ന ഒരു കൊച്ച്, ആ കൊച്ചിൻ്റെ കൂട്ടുകാരത്തിലൂടെ ഈ വീടിൻ്റെ സൈഡിൽ കൂടി പോകുമ്പോൾ, ലേഡി എൻ്റെ അപ്പൻ്റെ വീട് പറയോ? പിന്നെ എന്താ പറയാൻ പോണം? എൻ്റെ വീട് എന്നാണ്. ഏത് കാലഘട്ടത്തിലും ഈ വീട് അതെൻ്റെയാണ്. വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാരാണ്? ഞാനാണ്. ഞാൻ വീട്ടിലില്ലെങ്കിൽ എന്തെങ്കിലും നടക്കുമോ? ഒന്നും നടക്കില്ല എന്നാണ് നമ്മുടെ വിചാരം. പക്ഷേ ഏറ്റവും കൂടുതൽ സന്തോഷിക്കണത് നമ്മില്ലാത്തപ്പോഴാണ്. CCTV ഒക്കെ വീട്ടിലുണ്ടാ? ഒരെണ്ണം മേടിച്ച് നോക്കണം കേട്ടോ. അവരെന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയില്ല, അവരുടെ സന്തോഷം ഒന്ന് കാണണം നമ്മൾ പുറത്ത് പോകുമ്പോൾ. പ്രിയമുള്ളവരെ, അത് നിങ്ങൾ കുറച്ച് കാശ് പോയാലും കുഴപ്പമില്ലെന്നേ. അപ്പോൾ നമുക്കറിയാൻ പറ്റും, അയ്യോ എന്തൊരു സന്തോഷത്തിലാണ് അവർ ജീവിക്കണത്. അപ്പോൾ നമുക്ക് മരിക്കാൻ കുഴപ്പമുണ്ടാവില്ല. നമുക്കിപ്പോൾ മരിക്കാൻ പേടി എന്താണ്? ദൈവമേ അവരിത് എങ്ങനെ ജീവിക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. മരിച്ചു കഴിയുമ്പോൾ പിറ്റേ ദിവസം ആണെങ്കിൽ നമ്മൾ കറക്റ്റ് CCTV ആണ് നമുക്ക് കിട്ടും. പക്ഷെ തിരിച്ചു വരാൻ പറ്റില്ല. CCTVയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് തിരിച്ചു വരാം. മറ്റേ മരണം കഴിഞ്ഞ ഉടനെ നമുക്ക് എല്ലാം കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ വീട്ടിലെ ജീവിത പങ്കാളിയൊക്കെ ദൈവമേ തലകുത്തി മറിഞ്ഞിട്ട് സങ്കടം വരെ നമുക്ക്. ആദ്യത്തെ കുറച്ച് ദിവസം നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി കുറച്ച് കരയായിരിക്കും. പക്ഷെ അതിന് ശേഷമുള്ള ലൈഫില്ലേ
അതറിയാൻ വേണ്ടിയിട്ട് ആരും അറിയാതെ ഒരു CCTV വെച്ച് നോക്കെ, മരിക്കാൻ പേടിയില്ലാവും നിങ്ങൾക്ക്, സന്തോഷത്തോടെ മരിക്കാൻ പറ്റും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും, ദൈവമേ ഇന്ന് അവിടെ ഭക്ഷണം മര്യാദ കഴിക്കില്ല, ഒരു ടേസ്റ്റും ഉണ്ടാവില്ല, ഇത് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനു കൊള്ളാം. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ മക്കളോട് ചോദിക്കും, മക്കളെ ഭക്ഷണം ഒന്നിനും കൊള്ളില്ലായിരുന്നു അമ്മച്ചി എന്ന് പറയും. എവിടെ ഒടുക്കത്തെന്നോണ്ടാണ് ആ പറയണത്. CCTV വെച്ചാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അവർ മോളെ ടേസ്റ്റ് ഉണ്ടാ, ഭക്ഷണത്തിന് രസമില്ലെങ്കിലും ഒരു സമാധാനമില്ല വെച്ചാ അതുകൊണ്ട് അത് നമുക്കൊരു വിഷയമല്ല എന്ന് പറയും. അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു മേഖലയാണ് എന്ത്, ഈ ഞാൻ പറഞ്ഞ കാര്യമായിട്ട് പറഞ്ഞൊരു CCTV മേടിച്ച് വെച്ചേക്കട്ടെ വീട്ടിൽ, വീട്ടുകാർ അറിയണ്ട എളുപ്പത്തിൽ. അപ്പോൾ വീട്ടിൻ്റെ അവസ്ഥ നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് ബുദ്ധിമുട്ടില്ലാണ്ടാവും. എന്നാൽ മരണത്തെ പേടിയെന്ന് വെച്ചാൽ, അയ്യോ അയാൾ എന്ത് ചെയ്യും, മക്കളാര് നോക്കുന്നൊക്കെ നമുക്ക് പേടി മരണത്തെ. പക്ഷെ അതൊക്കെ ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല, വളരെ ഹാപ്പിയായിട്ട് മരിക്കാൻ പറ്റും. വളരെ ഹാപ്പിയായിട്ട് മരിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ എത്തും, സ്വർഗത്തിലെത്താനുള്ള സാധ്യതയുണ്ട്. ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് മുകളിലേക്ക് പോകാനുള്ള സാധ്യത. അതുകൊണ്ട് വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി അത് ഞാനാണെന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പറയാൻ മനസ്സിലായി. ഞാൻ, എൻ്റെ പങ്കാളി. പ്രിയമുള്ളവരെ, നമ്മൾ ചില സമയത്ത്, എൻ്റെ അമ്മ 84-ാമത്തെ വയസ്സിലാണ് ഈ മരിച്ചത്. ഒരു 80 വയസ്സ് വരെ അമ്മ ഉഷാറായിട്ട് നടന്നിരുന്നേച്ചാണ്. പിന്നെ ഈ കൊറോണ വന്നപ്പോൾ ആകെ കുഴപ്പമായി, പള്ളിയിൽ പോകാൻ പറ്റിയില്ല. പിന്നെ അങ്ങോട്ട് ചുരുണ്ടുകൂടി അവസാനം ഇല്ലാണ്ടായി എന്നുള്ളതാണ്. പക്ഷെ അമ്മ ആരോഗ്യത്തോടെ ഉള്ളപ്പോൾ അമ്മ ഇടക്ക് അമ്മയുടെ വീട് പള്ളിപ്പുറത്തു അപ്പം അപ്പുറത്ത് റോസ്താത്തി എൻ്റെ അമ്മയുടെ പേര് അമ്മണി എന്നാണ്. അമ്മണിത്താത്തി അങ്ങോട്ട് പോകണം, ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, കല്യാണം കഴിഞ്ഞിട്ട് 10-60 വർഷമായി. എന്നിട്ടും ഇതെൻ്റെ സ്വന്തം വീടല്ല, എൻ്റെ സ്വന്തം വീട് അവിടെയാണ്. ആണോ? എന്നാണ് നമ്മുടെ ഭർത്താവിൻ്റെ വീട് നമ്മുടേതാവണത്? അതെന്നാവുന്നുവോ അന്നേ നമ്മൾ ഗതി പിടിക്കുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ സ്വന്തം വീട് അവിടെയാണ്, അതും പറഞ്ഞിട്ട് അവിടെ ചെന്നെ നാത്തും ചവിട്ടി അങ്ങനെ തന്നെ പുറത്താക്കും. ഇവിടെ പറഞ്ഞത് പറഞ്ഞ് അവിടെ പോയി പറഞ്ഞാൽ ഇല്ലേ, സത്യസംഭവങ്ങൾ അതൊക്കെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതായത് എൻ്റെ വീട്, അത് ഞാനിപ്പോൾ താമസിക്കുന്ന അതെൻ്റെ വീടാണെന്ന് പറയാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഞാൻ, എൻ്റെ ജീവിത പങ്കാളി, അതിന് താഴെ നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് മാതാപിതാക്കൾ അല്ലേ. കല്യാണം കഴിയുമ്പോൾ നമുക്ക് ഭർത്താവിനെ മാത്രമാണ് കിട്ടണത്? അല്ല, ഭർത്താവിൻ്റെ കുടുംബത്തെ കിട്ടും. അത്രയും നാൾ ഒരപ്പനെ സഹിച്ചാൽ മതിയായിരുന്നു, ഇനി മുതൽ അല്ല, അങ്ങനെ കറക്റ്റായിട്ട് അങ്ങനെയാണ്, 2 അപ്പനെ സഹിക്കും. ആ ഒരു തലത്തിലേക്ക് സഹനം എന്ന് പറയുന്നത് അതൊരു മോശമായിട്ടുള്ളൊരു കാര്യമായിട്ട് കാണാം. പ്രിയമുള്ളവരെ, എൻ്റെ കൂടെ എൻ്റെ മാതാപിതാക്കൾ ഉണ്ട് എന്ന ബോധ്യം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. ആ ഒരു ബോധ്യം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് മക്കളെപ്പറ്റി ചിന്തിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു ബോധ്യത്തിലേക്ക് വരാതെ മക്കൾ അങ്ങനെ ദൂരെ നിൽക്കുന്ന ഒരു മക്കളാണ്. ആ മക്കൾ എൻ്റെ അടുക്കലേക്ക് വരണമെങ്കിൽ ഇത് കൃത്യമായിട്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ, എൻ്റെ പങ്കാളി, ആ പങ്കാളികൾക്ക് അടിസ്ഥാനമായി എൻ്റെ മാതാപിതാക്കൾ, ഇങ്ങനെ നല്ലൊരു സപ്പോർട്ട് കൂടെ നിന്ന് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എവിടേക്ക് വരാൻ പറ്റുള്ളൂ, മക്കളെപ്പറ്റി ചിന്തിക്കാൻ പറ്റുള്ളൂ. അത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും കൊണ്ടു നടക്കേണ്ട ഒരു കാര്യമാണ്, ഒരു യാഥാർത്ഥ്യമാണെന്നുള്ളത്. അതുകൊണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ ആദ്യത്തെ കൽപ്പന നിങ്ങൾക്ക് തരാം. എന്താണ്? സ്നേഹിക്കുക. പ്രിയമുള്ളവരെ, സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ വെറുതെ അങ്ങോട്ട് സ്നേഹിക്കരുത്. അതിന് കൃത്യമായിട്ടുള്ള ചില മാനദണ്ഡങ്ങളുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. വെറുതെ ഒരു സ്നേഹത്തിൻ്റെ ആവശ്യമില്ല. പ്രിയമുള്ളവർ, ഒന്ന് എഴുന്നേറ്റിക്കോ. എന്താണെന്നാവോ അല്ലേ എഴുന്നേറ്റിക്കാൻ പറഞ്ഞത്? ഒന്നില്ല, ഞാൻ ഇത്ര നേരം എഴുന്നേറ്റിക്കണമെന്നില്ല, അതിൻ്റെ ഒരു മര്യാദ അനുസരിച്ച് നിങ്ങളൊന്ന് എഴുന്നേറ്റിക്കണ്ടേ. ഇടിഞ്ഞൊളിഞ്ഞ് വീഴോ ആവോ? ഒടിയില്ല, കുഴപ്പമില്ല, ധൈര്യമായിട്ടെന്നോ. വീണ ആൾക്കാരുടെ മുമ്പിലല്ല, പോട്ടേന്ന്. പ്രിയമുള്ളവരെ, വേറെ ഒന്നുമല്ല, ഞാനിങ്ങനെ സാധാരണ അലാം വെക്കാറുണ്ട് 45 മിനിറ്റ് ആകുമ്പോൾ. കാരണം 45 മിനിറ്റിന് ശേഷം ഒന്ന് എഴുന്നേക്കണമെന്നാണ് പറയണം. അല്ലെങ്കിൽ 45 വയസ്സിന് ശേഷം എഴുന്നേക്കാൻ പറ്റില്ല, തട്ടിപ്പോവും. അപ്പോൾ ചിലർ പറയണ്ട, അച്ഛൻ 45 വയസ്സ് കഴിഞ്ഞാൽ ഇരുന്നോട്ടെ എന്ന് ചോദിച്ചാൽ, അല്ലേ? അതല്ല ഉദ്ദേശിച്ചത്. നമ്മളൊന്ന്
വായു വലിക്കാനുള്ളൊരു അവസരം. വായു വലിക്കാറില്ലേ? ആ ഇടയ്ക്ക് വീട്ടുകാരോടോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരോടോ ഇടയിൽ ഞാനൊന്ന് വായു വലിക്കാൻ വേണ്ടി ചെവിട്ടിൽ ഈശോ മറിയ ഔസേപ്പെ ഒന്നും പറഞ്ഞേക്കണേന്ന്. കാരണം അതൊന്നും ഇനി കിട്ടാൻ പറ്റില്ല. മറ്റേ കൊമ്പും കൊള്ളിലൊക്കെ വെച്ചിട്ട് മറ്റേ സ്റ്റെതസ്കോപ്പിൻ്റെ മറ്റേ സൗണ്ടൊക്കെ കേട്ടായിരിക്കും മിക്കവാറും നമ്മൾ ജാമ. അതുകൊണ്ട് ഈ ചെവിട്ടോർമ്മ എന്നൊരു സാധനം ഉണ്ടാ ഉണ്ട്, ഇപ്പം ഉണ്ടാ. എവിടെ അവന് നേരമില്ലല്ലോ, മറ്റേ മൂക്കിക്കൂടിയും വായക്കൂടിയൊക്കെ അതും ഇതൊക്കെ കിടക്കണായിരിക്കുള്ളൂ. പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് സൗണ്ടും കേട്ട് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അബോധത്തോടുകൂടെ വായു വലിക്കണം എന്നല്ല. അതുകൊണ്ട് വീട്ടുകാരെയൊക്കെ ജീവിത പങ്കാളിനോട് പറഞ്ഞു, ചേട്ടാ ഞാനൊന്ന് വായു വലിക്കാൻ വേണം, എൻ്റെ ചെവിട്ടിലൊന്ന് ഈശോ മറിയ ഔസേപ്പേ ഈ ആത്മാവിന് കൂട്ടായിരിക്കണം എന്ന് പറഞ്ഞേക്ക് പഠിപ്പിച്ചോ. കാരണം ഇതൊന്ന് ജീവിതത്തിൽ കിട്ടാൻ ഒരു സാധ്യതയില്ല. അപ്പോൾ നമ്മൾ ഏതായാലും ഒന്ന് വായു വലിക്കാം. ഒന്ന് വലിച്ചാലാ? വലിച്ച് പരമാവധി ഒരു കാര്യം പറഞ്ഞേക്കാം, വലിച്ചു കയറ്റി ഇറക്കാൻ പറ്റുമെങ്കിൽ മാത്രം വലിച്ചു കയറ്റിയാൽ മതി. അല്ല, ഇത് സംഭവമുണ്ട്, അത് വേറെ തമാശയായിട്ട് പറഞ്ഞല്ല. ഒരു സ്ഥലത്ത് ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ആ ചേച്ചി വലിച്ചു കയറ്റി കഴിഞ്ഞപ്പോൾ വേറെ 2 ചേച്ചിമാർ ഈ ചേച്ചിനെ എടുത്തിട്ട് വേണം. എന്താണ് അച്ഛൻ ഗതിമേപ്പോട്ടെ ഈ സാധനം ഇറങ്ങണില്ലെന്ന്. പ്രിയമുള്ളവരെ, ഇതൊക്കെ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഏതായാലും എഴുന്നേറ്റ് നിന്ന സ്ഥിതിക്ക് ഒന്ന് കണ്ണടച്ചോ. ഈശോ മറിയ ഔസേപ്പെന്ന് ഞാൻ തന്നെ പറഞ്ഞേക്കാം, കുഴപ്പമില്ല. നമുക്ക് കിട്ടുന്നൊരു വലിയൊരു പുണ്യമാണ്. ഈശോയുടെയും മറിയത്തിൻ്റെയും ഔസേപ്പിതാവിൻ്റെയും സാന്നിധ്യത്തിൽ മരണമടയാന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു കൃപയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളൊന്ന് വായു ആഞ്ഞ് ഉള്ളിലേക്കൊന്ന് വലിക്കാം. ശരീരം ഒന്ന് ശരിക്കും അങ്ങോട്ട് വികസിച്ചോട്ടെ. എന്നിട്ട് പതുക്കെ അങ്ങോട്ട് വിട്ടോ. കണ്ണു തുറന്ന് അടുത്ത് നിൽക്കണ ചേച്ചിനെ ഒന്ന് നോക്കിയിട്ട് സുഖമാണെന്ന് ചോദിച്ചേക്ക്. ഒരു ഷെയ്ക്കാൻ്റെ കൊടുത്തോ, കുഴപ്പമൊന്നുമില്ല. എനിക്ക് നിങ്ങളുടെ പരസ്പര സമാധാനം ഭയങ്കര ഇഷ്ടം. ഒന്ന് പതുക്കെ ഒന്ന് മുട്ടിക്കോലെ. ഞങ്ങളൊന്നുമില്ല, ഞങ്ങളിങ്ങനെ പോയിട്ട് ഇതിങ്ങനെ കാണിച്ച് ഇതിങ്ങനെ കാണിക്കും. ചിലപ്പോൾ അപ്പുറത്തെ മതലായിരിക്കുള്ളൂ, ഇരിക്കട്ടെ, മതലിന് ഒരു സമാധാനം എന്ന് പറയും. ഇരിക്കി. പ്രിയമുള്ളവരെ, ഈ കസേരയുടെ കാര്യം പറഞ്ഞത് ശരിയാണ്. ഞാനൊരു സ്ഥലത്ത് പോയപ്പോൾ അങ്ങനെ തന്നെ ഇടിഞ്ഞൊളിഞ്ഞ് വീഴുന്നുള്ളതാണ്. വേറെ ഭാഗ്യത്തിന് വീണില്ല. സ്ലോ മോഷനിൽ മറ്റേ ഫ്ലൈറ്റൊക്കെ ലാൻഡ് ചെയ്യണ പോലെ 4 കാലും അപ്പുറത്തേക്കൊക്കെ വിരിച്ച് സാവധാനത്തിൽ ലാൻഡ് ചെയ്തു എന്നുള്ളതാണ്. പ്രിയമുള്ളവർ, ആദ്യത്തെ കൽപ്പന സ്നേഹിക്കുക എന്നുള്ള. ആരെ? അല്ലേ? ചോദ്യം ചോദിച്ചു, എന്താണ്? സ്നേഹിക്കണം. ആരെ? ആദ്യം തന്നെ നിങ്ങളെ സ്നേഹിക്കണമെന്ന് കണ്ണാടിയിൽ നോക്കിയിട്ട് നിങ്ങളോട് പറ, ഓ എന്ത് രസമോ കാണാനാ. അത് പറ്റുമെങ്കിൽ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് നോക്കണം. ചിലപ്പോൾ കമ്മിന്നിടന്ന് ചിരിച്ച് ഒരു കോമഡി ടൈം കാണേണ്ടി വരുമല്ലോ. നേരെ രാവിലെ തന്നെ അതിരാവിലെ തന്നെ എഴുന്നേറ്റ് നേരെ ലൈറ്റ് ഇട്ട് കണ്ണാടിയിൽ നോക്കാം. ഓ എന്ത് രസം കാണാം. ഈ കോലമൊക്കെ നോക്കിയിട്ട് എങ്ങനെ പറയുക വെച്ചാ രസമെന്ന്, അല്ലേ? അറ്റാക്ക് വരാതെ നോക്കണോ വെച്ചാ. ഞാൻ അറിയാതെ ഒരു ദിവസം നോക്കി, അല്ലേ? ചിലരങ്ങനെ പറയണം, ഞാൻ അറിയാതെ ഒരു ദിവസം കണ്ണാടി കണ്ടപ്പോൾ ഞാൻ തന്നെ കിടുങ്ങിപ്പോയി. അതുകൊണ്ട് അതിരാവിലെ തന്നെ എഴുന്നേറ്റിട്ട് കണ്ണാടിയിൽ നോക്കിയിട്ട് ഈശോയെ എന്ത് രസം എന്നെ കാണും. പറയാറുണ്ട് അങ്ങനെ. നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമാണോ? ഇഷ്ടമാണോ? നേരത്തെ തുടങ്ങി ഇഷ്ടമാണോ? ചിരിക്കുന്നു. നേരത്തെ തുടങ്ങി നിങ്ങൾ ഇഷ്ടമായിരുന്ന? അല്ല, ഞാൻ എൻ്റെ ഇഷ്ടപ്പെടണമെന്നൊക്കെ പറഞ്ഞു. നേരത്തെ തുടങ്ങി നിങ്ങൾ ഇഷ്ടമായിരുന്നു. ഇത് മറ്റേ PSCയുടെ ചോദ്യമൊന്നുമല്ല ചോദിച്ചത്. വീട്ടിൽ നിങ്ങൾ കൊണ്ടുനടക്കുന്ന ചില കാര്യങ്ങളാണ് ചോദിച്ചത്. പ്രിയമുള്ളവരെ, കണ്ണാടി നോക്കാറുണ്ടോ നിങ്ങൾ? എന്തിനാണ് ഈ നോക്കണം? കണ്ണാടി നോക്കാത്തവരെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അറിയാൻ പറ്റും. ഒക്കെ കണ്ണാടി നോക്കി വന്നേക്കണേ. എന്തിനാണ് കണ്ണാടി നോക്കണം? പ്രിയമുള്ളവരെ, ഈ പരിപാടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ഒരു 8:4 വലിയൊരു കണ്ണാടി വെച്ചേക്ക് വിചാരിച്ചു. ആദ്യം ആരെ കാണും? നമ്മളെ തന്നെ കാണും. എവിടെ? ഞാനെവിടെ നോക്കിയിട്ട് ഇനി മറ്റുള്ളൂ. ഓ അവള് പോരട്ടാ. നമുക്ക് നമ്മളൊന്ന് കാണണം. പ്രിയമുള്ളവരെ, കണ്ണാടി എന്ന് പറയുന്നത് ഞാൻ എങ്ങനെയുണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് കണ്ണാടിയുടെ അടുത്ത് തന്നെ ആയിരിക്കുള്ളൂ ഈ പൗഡർ ഫെയർ ആൻഡ് ലവ്ലിയൊക്കെ വെച്ചേക്കണം. ചില സമയത്ത് നമുക്ക് സങ്കടം വരും. ദൈവമേ എന്നിട്ട് പുറത്തിട്ട് അതും ഇതൊക്കെയാണ് വാരിപ്പൂശും. എന്നിട്ട് ഇപ്പം വലിയ കുഴപ്പമില്ല, അതുകൊണ്ട് ഇറങ്ങിപ്പോകും.
പ്രിയമുള്ളവരെ, എനിക്ക് എന്നെ ആദ്യത്തെ ചോദ്യം നമ്മൾ ചോദിക്കേണ്ടത് എനിക്ക് എന്നെ ഇഷ്ടമാണോ എന്നുള്ളത്. എനിക്ക് എന്നെ ഇഷ്ടപ്പെടാൻ പറ്റണം. എനിക്ക് എന്നെ ഇഷ്ടപ്പെടാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ വേറെ ആളെ സ്നേഹിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ട് ഏറ്റവും ആദ്യത്തെ ഒരു ചിന്ത, അതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് ചോദിച്ചു, ആദ്യം മുതൽ നിങ്ങൾ ഇഷ്ടമാണെന്ന് നിങ്ങൾ ചിരിക്കാനുള്ള കാരണം എന്താണ്? ഇഷ്ടമായിരുന്നില്ല. അവളുടെ അത്ര മുടിയാണ്, അവൾ നിറമാണ്, ആകെ കുഴപ്പമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതൊന്നും എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഇത് ഇങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. ഞാൻ ഇരിക്കുമ്പോൾ ഇത് ആദ്യം മനസ്സിലാക്കി വെച്ചെങ്കിൽ കുറച്ച് കാശ് വെറുതെ ഇരുന്നേനെ വീട്ടിൽ, അല്ലേ? പാട് മാറാൻ വേണ്ടി ഫെറാൻ ലെവലി വെക്കും, പാട് കുറയില്ല, ഫെറാൻ ലെവലി കുറയും, അവസാനം മനസ്സ് ഓക്കെ ആവും. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മളെ അംഗീകരിക്കാൻ പറ്റും. ഞാൻ പള്ളിപ്പുറം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഞങ്ങൾക്ക്, മഞ്ഞുമാതാവിൻ്റെ ദേവാലയം. ആ ദേവാലയത്തിനടുത്ത് ഷെൻറൂക്കി എന്ന് പറഞ്ഞുകൊണ്ടൊരു കപ്പേളയാണ്. ആ കപ്പേളയിൽ ഞാൻ അവിടെ സേവനം അനുഷ്ഠിക്കുമ്പോൾ, കുർബാനയ്ക്ക് പോകുമ്പോൾ, അവിടെ നൊവേന ആരാധനയും കഴിയുമ്പോൾ ആളുകൾ കൊണ്ട് ആച്ച അടിപൊളി നൊവേനയായിരുന്നു, നല്ല പ്രസംഗം, നല്ല ആരാധന, നമുക്കൊരു സുഖം, മനസ്സുഖം കേൾക്കുമ്പോൾ. അപ്പോൾ പിറ്റേ തിങ്കളാഴ്ച വീണ്ടും ഒരുങ്ങി ചെല്ലണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സാധനം കിട്ടണം. അപ്പോൾ പറയുന്നു, പുറത്തിറങ്ങി നിൽക്കുന്നു, സാധനം കിട്ടുന്നു, തിരിച്ചു പോകും. ഒരു ദിവസം നോക്കിയപ്പോൾ ആരുമില്ല പറയാൻ. നോക്കിയപ്പോൾ ഒരു 80-82 വയസ്സായ ഒരു ചേച്ചി, നേരെ നിൽക്കാൻ പറ്റണില്ല, വളഞ്ഞിങ്ങനെ വരെയാണ്. ആണ് അച്ഛാ. അപ്പോൾ ഞാൻ വരച്ചു, ചേച്ചിയെങ്കിൽ ചേച്ചി കിട്ടിയിട്ട് നമുക്ക് പോകാനുള്ളതാണ്. ചേച്ചി പറയണ, അച്ഛാ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അവനെന്തേ? അച്ഛനെ കാണുമ്പോൾ എനിക്ക് സങ്കടം വരും അച്ഛാന്ന് പറഞ്ഞു. ഞാൻ ദൈവം എന്താണാവോ? ഈ ചേച്ചി അന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഇന്നിപ്പോൾ എനിക്ക് ഇത്തിരി വണ്ണുണ്ട് കേട്ടോ, അന്നത്തെ അവസ്ഥ ഒന്നും ആലോചിക്കാമല്ലോ. എന്നെ നോക്കിയിട്ട് പറഞ്ഞു, അച്ഛാ എല്ല് മാത്രം കണ്ടു, പക്ഷേ എല്ലും തൊലിയും കൂടി ആദ്യമായിട്ട് കാണണം അച്ഛാന്ന് പറഞ്ഞു. ഒരു കാര്യം ഉണ്ടായില്ല, വെറുതെ ചോദിച്ചു മേടിച്ചിട്ട് നമ്മൾ പറഞ്ഞു ഓക്കെ ചെയ്യാം, പിന്നെ കാണാൻ വേണ്ടി നമ്മൾ പോയി. ചേച്ചിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അത്രയ്ക്ക് പരിതാപകരമായിരുന്നു എൻ്റെ അവസ്ഥ. പ്രിയമുള്ളവരെ, എല്ലും തൊലിയും ഇതിനിടയിൽ ദശ വച്ചു പിടിപ്പിക്കാനായിട്ട് ഞാൻ പരിശ്രമിച്ചിട്ടില്ല. ഞാനായിരിക്കുന്ന അവസ്ഥയെ അങ്ങോട്ട് അംഗീകരിക്കുക എന്നുള്ളതാണ്. ഞാനിത്തിരി കറുത്താണ്, എടുത്തേക്കുന്നേ പോയിക്കോട്ടെ. എനിക്കിത്തിരി തടിയില്ല, അതിനിപ്പോൾ എന്താണ്, ആ വഴിക്ക് വിട്ടേക്ക്. പ്രിയമുള്ളവരെ, ഞാൻ എന്തായിരിക്കുന്നുവോ അത് അംഗീകരിക്കാനായിട്ട് നമുക്ക് സാധിച്ചാൽ നമുക്ക് സന്തോഷം ഉണ്ടാവണം, അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാവില്ല. അതുകൊണ്ട് ഏറ്റവും ആദ്യത്തെ കൽപ്പനയുടെ ഏറ്റവും ആദ്യത്തെ പടി എന്ന് പറയുന്നത് എനിക്ക് എന്നെ ഇഷ്ടമാണ്. അതുകൊണ്ട് നാളെ മുതൽ അതിരാവിലെ എഴുന്നേൽക്കുക, കണ്ണാടി പോവുക, ഐ ലവ് യു എന്ന് പറയാം. ആദ്യം ഒരു ചെറിയൊരു നെഞ്ചുവേന ഉണ്ടാവും, കുറച്ച് മാറിക്കോളും. പിന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ജീവിത പങ്കാളി വിദേശത്തായിട്ടുള്ളവരും അങ്ങനെ വേറെ എന്തെങ്കിലും സ്ഥലത്തായിട്ടുള്ളവരും വീട്ടിലുള്ള വേണ്ടപ്പെട്ടവരോട് പറയാം, ഇങ്ങനെ ഒരു എക്സസൈസ് അച്ഛൻ തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഐ ലവ് ദൈവമേ പോയ അച്ഛാ, അവൾ എഴുന്നേറ്റ് ഐ ലവ് യു എന്നൊക്കെയാണ് അച്ഛാ പറയണത്, ആരോടാണെന്ന് അറിഞ്ഞുകൂടാ അച്ഛാ. ഇത്തരം പ്രായമായ സമയത്ത് ഞാൻ ഒട്ടും അമ്മമാരും നമ്മളോട് പരാതി വേണം. അത് വീട്ടിലുള്ള വേണ്ടപ്പെട്ടവരെ അറിയിച്ചിട്ട് വേണം ഈ ഒരു എക്സസൈസ് ചെയ്യാനായിട്ട്. ഇത് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്ന എക്സസൈസാണ്, അതിരാവിലെ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ആദ്യത്തെ കൽപ്പന എന്ന് പറയുന്നത് സ്വയം സ്നേഹിക്കാം. രണ്ടാമത്തെ കൽപ്പന അതെന്തായിരിക്കും? അപ്പം സ്വയം സ്നേഹിച്ചു കഴിഞ്ഞു, എനിക്ക് എന്നെ ഇഷ്ടമാണ്, അല്ലേ? എന്നാലോചിച്ച് നോക്കി, എന്തൊരു ഇഷ്ടം എന്നറിയാം എനിക്കെന്നാ. എനിക്കെന്നെ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ എനിക്കെൻ്റെ ജീവിത പങ്കാളി ഇഷ്ടപ്പെടാൻ പറ്റും. പ്രിയമുള്ളവർ, ജീവിത പങ്കാളി ഇഷ്ടമാണ്, പുള്ളിക്കാരനില്ല, ധൈര്യമായിട്ട് പറയാം. ജീവിത പങ്കാളി മരിച്ചു പോയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയേ കാണട്ടെ. ഓക്കെ, താഴ്ത്തി. മരിച്ചു പോയപ്പോൾ ഒരു സങ്കടം ഉണ്ടായിരുന്നില്ലേ? അതേ സങ്കടം ഇപ്പം ഉണ്ടോ? ഇല്ല. എന്താണ് കാരണം? എന്താണ്? കാലം മായ്ച്ചു കളഞ്ഞതല്ല. ആ വ്യക്തി മരിച്ചു പോയതിനു ശേഷം ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി അർപ്പിച്ചിട്ടുള്ള ആത്മശാന്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന തമ്പുരാൻ ശ്രവിച്ചു എന്നതിൻ്റെ അടയാളമാണ് ഇപ്പോൾ സങ്കടം കുറഞ്ഞത്, സ്വർഗത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ള. പിന്നെ അത് സങ്കടം മാറി, അത് സന്തോഷമായിട്ട് മാറും. പിന്നെ ജീവിത പങ്കാളിയോട് പ്രാർത്ഥിക്കാൻ ആരംഭിക്കും. അത് ഇതിൻ്റെയൊക്കെ ഒരു വകഭേദമാണ്. മരണം എന്തായാലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, പക്ഷെ അത് സംഭവിക്കും. പ്രിയമുള്ളവരെ, ജീവിത പങ്കാളിയെ ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ ഇഷ്ടമാണെന്ന് പറയുള്ളൂ. കാരണം എന്താണ്? നമ്മൾ പള്ളിയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞാണ് അച്ഛന്ന് ഇയാൾ ഇഷ്ടമാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അച്ഛൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു ഇഷ്ടമാണ്. എവിടം വരെയാണ് ഇഷ്ടം?
മരണം വരെ. എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു, അച്ഛൻ എനിക്കിത് അറിയാമായിരുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ട് ഞാൻ അച്ഛൻ മരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മകരം എന്നാണ് പറഞ്ഞത്. അടുത്ത മകരം വരെ പിന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും കർത്താവിൻ്റെ വാക്ക് ധിക്കരിച്ചിട്ടില്ല അച്ഛൻ. പ്രിയമുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് പലതും ഉണ്ടാവും. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് എൻ്റെ ജീവിത പങ്കാളിയെ ഇഷ്ടപ്പെടണമെങ്കിൽ എനിക്ക് ആദ്യം എന്നെ ഇഷ്ടപ്പെടണം. പ്രിയമുള്ളവരെ, വളരെ സിമ്പിളായിട്ട് ചോദിച്ചാൽ, വീണ്ടും ഒരു ജനനം ഉണ്ടെങ്കിൽ, വീണ്ടും ഒരു കല്യാണം കഴിക്കണമെങ്കിൽ എനിക്ക് എൻ്റെ ജീവിത പങ്കാളി തന്നെ വേണമെന്നുള്ളവരൊന്ന് കൈവക്കാം. പൊക്കും. കാരണം എന്താണ്, അല്ലെങ്കിൽ അവള് അച്ഛാ എടി ഇന്ന് അവിടെ അവൾ പൊക്കിയില്ലെന്നുണ്ട് നമ്മുടെ ചേട്ടനോട് ഇന്ന് തീർന്നു നമ്മുടെ ജീവിതം. അറിയുള്ളവരെ, ഞാൻ വളരെ സിമ്പിളായിട്ട് ചോദിച്ചാൽ, നിങ്ങൾ ജീവിത പങ്കാളിയെ സ്നേഹിക്കണ അല്ലെങ്കിൽ ജീവിത പങ്കാളിയെ സഹിക്കണം? സിമ്പിളായിട്ട് ചോദ്യം. ജീവിത പങ്കാളിയെ സഹിക്കണ, ജീവിത പങ്കാളി രണ്ടും ഉണ്ടച്ചാന്ന്. കൂടുതൽ സഹനോടെന്ന് മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ജീവിത പങ്കാളിയെ നമ്മൾ സഹിക്കണം. ശരിക്കും സത്യമൊന്നും ആളുണ്ടാവും. ആ സത്യത്തിന് ഭയങ്കര ഒരു ആഴം പോലെ. പ്രിയമുള്ളവരെ, ഈശോ നമ്മളെ സഹിക്കാറുന്ന സ്നേഹിക്കാറുന്നു. അതെന്തോർത്താനുള്ളത്? എന്നിട്ടാണ് പുള്ളിക്കാരൻ അവിടെ ദേടെ കണ്ട പാവം തുണിയും കൂടിയില്ല. അതെ, സ്നേഹിക്കുക എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? സഹിക്കാൻ. അപ്പോ സ്വയം സ്നേഹിക്കണം, പരസ്പരം. എൻ്റെ ജീവിത പങ്കാളിയെ എനിക്ക് സ്നേഹിക്കാൻ പറ്റും. ജീവിത പങ്കാളിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് സഹനമാണ്. ഈശോ സഹിക്കായിരുന്നില്ല, പക്ഷെ അത് സഹനമായിട്ട് തോന്നൂല എന്നുള്ള കേട്ട് തഴമ്പിച്ച ഒരു സാരോപദേശ ചിന്ത എങ്ങനെയാണ്? 2 മക്കളാണ്. മൂത്തത് പാരലൈസ്ഡാണ്, ഇളയവൻ ആരോഗ്യവാനാണ്. വളരെ കുഞ്ഞിലെ ഈ ആരോഗ്യവാനായ, അതായത് ഈ തളർവാദം പിടിപെട്ട് കിടക്കുന്ന ചേട്ടനെ ഇങ്ങനെ ഒക്കത്തെടുത്തുകൊണ്ട് അനിയൻ നടക്കും. ഈ അനിയൻ ഇങ്ങനെ ആരോഗ്യവാനാണെങ്കിലും അതിനേക്കാളും വെറുതെ ഇങ്ങനെ ഇരുന്ന് തിന്നുന്നത് കൊണ്ട് ഈ തളർന്നു കിടക്കുന്നവൻ ഭയങ്കരമായിട്ട് തടി വെച്ചു. പക്ഷേ അനിയൻ അപ്പോഴും കുഴപ്പമില്ല, അനിയൻ ഇങ്ങനെ പൊക്കിക്കൊണ്ടുപോവാം. അപ്പോൾ ഒരു ദിവസം വലിയ ഒരു തിരക്കിൻ്റെ ഇടയിലൂടെ അനിയൻ ഈ ചേട്ടനെയും പൊക്കിക്കൊണ്ട് പോയപ്പോൾ ഇവരെ പരിചയമില്ലാത്ത ഒരാൾ അവിടെ നിന്ന് പറഞ്ഞു, എന്തൊരു ഭാരമാണ് ആ ചെക്കൻ പൊക്കിക്കൊണ്ടുപോകണമെന്ന് ചോദിച്ചു. അങ്ങനെ ഇങ്ങനെ തിരിഞ്ഞിട്ട് പറഞ്ഞു, ചേട്ടാ ഇത് ഭാരമല്ല, ഇതെൻ്റെ ചേട്ടനാണെന്ന്. ചേട്ടാ ഇത് ഭാരമല്ല, ഇതെൻ്റെ ചേട്ടനാണ്. പ്രിയമുള്ളവരെ, അവിടെയാണ് സ്നേഹം വരുന്നത്. ഞാൻ സഹിക്കുന്നത് ഇതെൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇതെൻ്റെ അപ്പന് വേണ്ടിയിട്ടാണ്, ഇതെൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറയുമ്പോൾ അവിടെ സഹനം എന്താകണം? സ്നേഹമായി മാറും. അതുകൊണ്ടായിരിക്കണം മലയാളത്തിൽ അല്ലേ വളരെ എളുപ്പത്തിൽ ഈ 3 അക്ഷരങ്ങളൊന്നും അങ്ങോട്ടും കൊണ്ട് തിരിച്ചിട്ടാൽ എന്തായി? ഓക്കെ, വളരെ സിമ്പിളായിട്ട് എന്തായി? അക്ഷരങ്ങളുടെ ക്രമീകരണത്തിലുള്ളൊരു മാറ്റമാണ് സഹനത്തെ സ്നേഹമാക്കും, സ്നേഹത്തെ സഹനാക്കും. പ്രിയമുള്ളവരെ, ഞാൻ ഇപ്പോൾ ഓർക്കുന്നൊരു കാര്യമുണ്ട്. ഒരച്ഛൻ പങ്കുവച്ച ഒരു കഥയാണോ സംഭവമാണോ എന്നറിയില്ല. ഒരു ദിവസം ഇങ്ങനെ ഈ ക്രിസ്ത്യൻ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. 3, 4, 5 ക്ലാസ്സിലെ കുട്ടികൾ. അവർ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ അവർ പൊതിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. അവരങ്ങനെ ആഘോഷമായിട്ട് ഭക്ഷണം കഴിക്കും. ആട്ടവും പാട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ സന്തോഷത്തോടെ ധ്യാനം പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ധ്യാനത്തിൻ്റെ ഉച്ചഭക്ഷണത്തിൻ്റെ സമയത്ത് ഈ ധ്യാനം നടത്തുന്ന ധ്യാനഗുരു ഇവരുടെ ഇടയിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കുശലോർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ സന്തോഷിച്ചിങ്ങനെ നടക്കാം. അപ്പോൾ 2 പേര് അവർ ഭക്ഷണം കഴിച്ച് പാത്രമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നടന്നു വരിക. അവരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്രണ്ട്സ് എന്നാണ് വിളിക്കുന്നത്. കാരണം ഒരുത്തൻ ഭയങ്കര വൈറ്റാണ്, വേറൊരുത്തൻ ആദ്യത്തെ പോലെ തന്നെ കറുപ്പാണ്, ഭയങ്കര കൂട്ടുകാരാണ്. അപ്പോൾ അവരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്രണ്ട്സ് എന്നാണ് അവർ കുട്ടികൾ വിളിച്ചിരുന്നത് അച്ഛൻ. അങ്ങനെ അവർ 2 പേരും ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഈ അച്ഛൻ വെറുതെ തമാശക്ക്, നിങ്ങളെന്തിനാ ധ്യാനത്തിന് വന്നെന്ന് ചോദിച്ചു. അപ്പോൾ അതിൽ കർത്തവൻ പറഞ്ഞു, എനിക്ക് താല്പര്യം ഉണ്ടായില്ല അച്ഛാ, അമ്മ വിട്ടതാണ് നിർബന്ധിച്ച്, അങ്ങനെയെങ്കിലും 3 ദിവസത്തേക്ക് സ്വസ്ഥത വീട്ടിലുണ്ടാവില്ലോ എന്ന് വിചാരിച്ച് വിട്ടാണ് അച്ഛാന്ന്. അപ്പോൾ വളരെ ഓപ്പണായിട്ട് അതിങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അവൻ വീണ്ടും മറ്റവനോട് ചോദിച്ചാൽ, നീ എന്തിനാ ധ്യാനത്തിന് വന്നതെന്ന് ചോദിച്ചു. പിന്നെയുള്ളവരെ വെളുത്ത സുന്ദരൻ തുടുത്തു,
ആപ്പിൾ പോലായി. അപ്പോൾ തന്നെ അച്ഛൻ വിചാരിച്ചേ എന്ത് കുഴപ്പമുണ്ടല്ലോ, എടാ നീ എന്തിനാ ധ്യാനത്തിന് വന്നു? അപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ നോക്കി. അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു, നീ പറഞ്ഞോണ്ട് നമ്മുടെ അച്ഛനല്ലേ. അപ്പോൾ അവൻ പറയുകയാണ്, അച്ഛൻ ഞാനേ ആരോടും പറയരുത് അച്ഛൻ. ഇല്ല ഞാൻ പറയില്ല, നീ ധൈര്യമായിട്ട് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞ മറുപടി ഇതാണ്, അച്ഛൻ ഞാൻ സ്നേഹിക്കുന്നു, കൊച്ചു ധ്യാനത്തിന് വന്നിട്ടുണ്ട്, അവളെ 3 ദിവസം കണ്ടിരിക്കാമെന്ന് വിചാരിച്ച് വന്നാണെന്ന്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെക്കനാണ്. അപ്പോൾ 3 ദിവസം തൻ്റെ കാമുകിനെ കാണാൻ വേണ്ടിയിട്ട് ധ്യാനത്തിന് വന്നേക്കാണ്. അച്ഛൻ എന്ത് പറയണമെന്ന് അറിയാൻ പാടില്ലാണ്ടായി. അച്ഛൻ ചോദിച്ചാൽ ഇത് അവൾക്കറിയാമോ? അവൾക്കറിയാം അച്ഛൻ, പിന്നെ ഇവനും അറിയാം, വേറെ ആർക്കും അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ആരോടും പറയരുത്. അത് നീ പോയി അവളെ വിളിച്ചിട്ടുണ്ടോന്നേന്ന് പറഞ്ഞു. അച്ഛൻ്റെ അനുവാദത്തോടെ കുട്ടിയെ കാണാൻ കിട്ടിയ അവസരം അവൻ പാഴാക്കിയില്ല. അവൻ ചെന്നു. കൊച്ച് നമ്മുടെ കാമുകൻ 5ാം ക്ലാസ്സിലാണ്, അപ്പോൾ കാമുകി 3ാം ക്ലാസ്സിലാണ് പഠിക്കണം. രാവിലെ അമ്മ കെട്ടിക്കൊടുത്ത മുടി 2 സൈഡിൽ ഇങ്ങനെ ആട്ടി ആട്ടി ചെക്കനിങ്ങനെ വരികയാണ്. അപ്പോൾ ചെക്കനും പെണ്ണും കൂടി മറ്റേ പാരിഷ് ഹോളിൽ ധ്യാനം പതുക്കെ ഇങ്ങനെ വരിക. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് എന്ത് നാണം ഉണ്ടാവാനാണ്. എന്നാലും അവൾ കുറച്ച് നാണമൊക്കെ അവിടെ നിന്നൊക്കെ കാഴ്ച കൊടുത്ത് മേടിച്ച് തലയിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ ഇവൻ ഇങ്ങനെ നിൽക്കുക, 2 പേരും കൂടി മുമ്പിലേക്ക്. അച്ഛൻ ചോദിച്ചു, എടി ഇവൻ ഇങ്ങനെയൊക്കെ പറയണ്ടല്ലോ, ഇതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ? അപ്പോൾ അവളിങ്ങനെ കുറച്ച് നേരം കൂട്ടുകാരനെ നോക്കി, മറ്റേ നമ്മുടെ കൂട്ടുകാരനെ നോക്കി, അച്ഛനെ നോക്കി. അപ്പോൾ കാമുകൻ പറഞ്ഞു, എടി നീ പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛനോട് പറഞ്ഞു, ശരിയാണ് അച്ഛാ, എനിക്ക് അവന് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛന് പിന്നെ എന്ത് ചോദിക്കണമെന്ന് അറിഞ്ഞോളൂ. അച്ഛൻ അവസാനം വീണ്ടും ചോദിച്ചാൽ ഒരു ചോദ്യം കൂടി ചോദിക്കുക, എടി എന്താണ് സ്നേഹിക്കാനുള്ള കാരണമെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞ മറുപടിയാണ് വളരെ ശ്രദ്ധേയം. അച്ഛൻ എങ്ങനെ സ്നേഹിക്കാതിരിക്കുക വെച്ചാൽ അവൻ കുടിക്കില്ല, വലിക്കില്ല, മറ്റ് ദുശീലങ്ങളൊന്നുമില്ല, പിന്നെ എങ്ങനെ സ്നേഹിക്കാതിരിക്കുക വെച്ചാൽ. പ്രിയമുള്ളവരെ, ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ആ കൊച്ചിൻ്റെ ഒരു കുഴപ്പം പറയാൻ വേണ്ടിയിട്ടല്ല. ഇന്നത്തെ ലോകത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ഭാഷയാണത്. എന്താണ്? വ്യവസ്ഥകൾ വെച്ചുകൊണ്ടാണ് സ്നേഹിക്കുന്നത്. അത് സ്നേഹമല്ല, അതെന്താണ്? അത് ഇഷ്ടമാണ്. ഇഷ്ടം എന്ന് പറയുന്നത് കഷ്ടപ്പാട് വരുമ്പോൾ നഷ്ടപ്പെട്ടു പോകണമെന്നാണ് ഇഷ്ടം. സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും നഷ്ടപ്പെടില്ല. എന്തൊക്കെ സംഭവിച്ചാലും അത് നമ്മുടെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് എന്ത് സഹനം ഉണ്ടായാലും സ്നേഹം നിലനിൽക്കും. അപ്പം എൻ്റെ ജീവിത പങ്കാളിയോട്, എൻ്റെ കുടുംബത്തിലുള്ളവരോട് എനിക്ക് ഇഷ്ടമാണെങ്കിൽ അത് നഷ്ടപ്പെടും, ഉറപ്പാണ്. പക്ഷെ സ്നേഹമാണെങ്കിൽ അതെന്ത് സഹനം ഉണ്ടെങ്കിലും അതിങ്ങനെ മെച്ചപ്പെടുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഏതൊരു മനോഭാവത്തിലൂടെയാണ് പോകുന്നത് എന്നൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. നമ്മുടെയൊക്കെ വീടിനെ ഇങ്ങനെ കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ വീടിൻ്റെ ഒരു മോഡൽ അല്ലേ, സഹനമാണ്. സഹനം ഇങ്ങനെ പൊതിഞ്ഞു വെച്ചേക്കുക. എൻ്റെ വീട്ടിലെ സഹനം അപ്പുറത്തെ വീട്ടിലെ ആളറിയരുത്. അത് അങ്ങനെ ആവണമെങ്കിൽ സ്നേഹം ഉണ്ടാവും. ആ സ്നേഹവും സഹനവും ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ത്രിത്വൈക ദൈവത്തിൻ്റെ ഒരു കവചം കൂടെ വെക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളിങ്ങനെ സംരക്ഷിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ സഹനം അത് പുറത്തേക്ക് പോകുന്നത് ത്രിത്വൈക ദൈവമായും സ്നേഹമായിട്ടാണ്. അങ്ങനെ കൊണ്ടുപോകാനായിട്ട് പറ്റണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ സ്നേഹിക്കുകയാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ സഹിക്കുകയാണ്. സഹിക്കാൻ പറ്റണം. എനിക്ക് എൻ്റെ ജീവിത പങ്കാളി ഞാൻ സഹിക്കാം. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തോരം മേഖലകളിൽ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ സഹിക്കുന്നുണ്ട്. പക്ഷെ അതെനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. കാരണം എന്താണ്? അതെൻ്റെ ജീവിത പങ്കാളി, എൻ്റെ ജീവിതത്തിൻ്റെ പങ്കിങ്ങനെ ആളിക്കുന്നവനാണ്, കത്തിക്കുന്നവനാണ്, ചൂട് നൽകുന്നവനാണ്. അതുകൊണ്ട് എനിക്ക് ആ വ്യക്തിയെ ഇഷ്ടമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ഒരു തലത്തിലേക്ക് നമ്മളുടെ ജീവിതത്തെ നമുക്ക് കാണാൻ പറ്റണമെന്നാണ്. ഈ ഒരു തലത്തിൽ നിന്നതിന് ശേഷം നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ മക്കളിലേക്ക് പ്രവേശിക്കാം. പ്രിയമുള്ളവരെ, ഈ 3 ചിത്രങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടോ? കണ്ണ് പ്രശ്നമുള്ളവർ കുഴപ്പമാണ്. ഇതറിയാം ആരാണ്? അതുകൊണ്ട് ഈ ചേട്ടനറിയാമോ? ഈശോ ആണെന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ഞാനിത് പറഞ്ഞത് ഒരു ഡബിൾ വിഷൻ ചിത്രങ്ങളാണ്. കുറച്ചും കൂടി സൂക്ഷിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. നേരത്തെ പറഞ്ഞ ഈശോ ആണ്, പക്ഷെ വേറെ എന്താണ് ഇവിടേക്ക് ഇല്ല അതിനകത്ത്. പ്രിയമുള്ളവരെ, വേറെ ഒന്നുമല്ല. എന്താണത്? ശമയോൻ ഈശോയെ സഹായിക്കുന്നത്. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ മക്കളെ ഇങ്ങനെ ദൂരത്ത് നോക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് വിചാരിക്കും. പക്ഷേ കോളറിന് കുടിച്ച് കുത്തിപ്പിടിച്ച് അടുത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ നോക്കണം.
ഒരെണ്ണത്തിനെ വിശ്വസിച്ചേക്കല്ലേ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. അപ്പം നിങ്ങൾ വിചാരിക്കും അച്ഛൻ അങ്ങനെയൊക്കെ പറയില്ല. പറയാൻ നിർബന്ധിതനായതുകൊണ്ട് പറഞ്ഞതാണ്. പ്രിയമുള്ളവരെ, പറയാൻ നിർബന്ധിതനായത് കൊണ്ട് മാത്രം പറഞ്ഞ. എല്ലാ ദിവസവും പള്ളി പോകുന്ന കുടുംബം, ഇവളും പള്ളി പോകും, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പുറത്ത് നോക്കുമ്പോൾ ആൾ ഓക്കെയാണ്. ആൾ എൻ്റെ അടുത്ത് വന്നിട്ട് വളരെ സങ്കടത്തോടുകൂടെ പറഞ്ഞൊരു കാര്യം, അച്ഛാ എനിക്ക് മയക്കുമരുന്ന് ഒട്ടും മാറ്റാൻ പറ്റണില്ല, എനിക്ക് പിടിച്ചിക്കാൻ പറ്റണില്ല. പ്രിയമുള്ളവരെ, നമ്മളെയൊക്കെ പോലെ വീട്ടിൽ സാധാരണ കുടുംബജീവിതം നയിക്കുന്ന ഒരു വീട്ടിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും അറിയത്തില്ല. വളരെ കുമ്പസാര രഹസ്യം പോലെ നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമുക്കത് പറയാനും പറ്റുന്നില്ല. ഒക്കെ നമ്മുടെ അതുകൊണ്ട് കൃത്യമായും ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ കേട്ട ഒരു വീഡിയോയുടെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ പറയുന്നതാണ്. അതാണ് MDMA എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ഇതൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെതിരെ ഞാൻ ഒരു പുതിയ ആഹ്വാനവുമായിട്ട് വരുന്നു. MDMA അല്ല, MAD. എന്നിട്ട് പുള്ളി അതിന് കൊടുത്ത എക്സ്പ്ലനേഷൻ ഇങ്ങനെയാണ്. MAD എന്ന് വെച്ചാൽ മദർ അഗെയിൻസ്റ്റ് ഡ്രഗ്സ്. അമ്മ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏരിയയിൽ നിന്ന് ഈ സാധനം എടുത്ത് വലിച്ചെറിഞ്ഞ് കളയാൻ പറ്റുമെന്ന് പറയും. അമ്മ വിചാരിക്കണം, എൻ്റെ മോനാണ്, അതുകൊണ്ട് പതുക്കെ ഒതുക്കും. നമ്മൾ ഒതുക്കലില്ല പ്രിയപ്പെട്ടവരിനകത്ത്, ഒതുക്കലില്ല നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് അമ്മമാർ ഈ ഒരു കാര്യത്തിനെതിരെ നിൽക്കാനായിട്ട്, അടിയുറച്ച് നിൽക്കാനായിട്ട്, ചങ്കുറപ്പടെ നിൽക്കാൻ പറ്റിയ ഇത് അങ്ങനെ തന്നെ എടുത്ത് വലിച്ചെറിഞ്ഞ് കളയാൻ പറ്റും. ചിലപ്പോൾ നാണം കടേണ്ടി വരും, പക്ഷെ അതെന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ല, എൻ്റെ സമൂഹത്തിന് വേണ്ടിയിട്ടായിരിക്കും. ആ ഒരു നിലപാട്, ആ ഒരു നിലനിൽപ്പ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണെന്നാണ് പറയാം. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കുട്ടികളിലേക്ക് പ്രവേശിക്കുമല്ലേ. എനിക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്കെൻ്റെ ജീവിത പങ്കാളി ഇഷ്ടമാണ്. അങ്ങനെ വന്നാൽ മാത്രം മനസ്സിൽ കാണേണ്ട ഒരു യാഥാർത്ഥ്യമാണ് മകൻ, മകൾ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, എല്ലാവരും മക്കളൊക്കെ ഉള്ളവരായിരിക്കാം. അപ്പോൾ ഇത് പറയുന്നത് കൊണ്ട് അർത്ഥമുണ്ടോ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കണ്ടാവും. പക്ഷേ അർത്ഥമുണ്ട്. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ മക്കളോട്, നിങ്ങളുടെ കൊച്ചുമക്കളോട്, അവർ വിവാഹിതരാകാൻ പോകുമ്പോൾ അവരോട് പറയേണ്ടത്, നിങ്ങൾ ആഴമായ ബോധ്യത്തോടുകൂടെ തമ്പുരാൻ്റെ മുമ്പിലായിരുന്നു കൊണ്ട് ഒരു കുഞ്ഞിനെ വേണമെന്ന് ഹൃദയം കൊണ്ട് ആഗ്രഹിച്ചതിന് ശേഷം മാത്രമേ ഉദരത്തിലേക്ക് കുഞ്ഞിനെ സ്വീകരിക്കാവൂ. അത് വളരെ ഗൗരവം. നിങ്ങൾ വളരെ സ്നേഹത്തോടെ നിങ്ങളുടെ മക്കളോട്, കുഞ്ഞുമക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം. വളരെ ആഴമായ ബോധ്യത്തിൽ, ഹൃദയത്തിൽ തീവ്രമായി ആഗ്രഹിച്ചതിന് ശേഷം മാത്രമേ ഉദരത്തിലേക്ക് ഒരു കുഞ്ഞിന് നമ്മൾ സ്വീകരിക്കാവൂ. ആ ഒരു താല്പര്യം, ആ ഒരു ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ വേണമെന്നാണ്. ആ ഒരു തലത്തിലേക്ക് നമ്മളുടെ മക്കളെ നമുക്ക് വളർത്തിക്കൊണ്ട് വരാൻ പറ്റണമെന്നാണ്. പ്രിയമുള്ളവരെ, ഒരു കാര്യം, നമ്മുടെ മക്കളെ പറ്റി ചിന്തിക്കുമ്പോൾ, നമുക്ക് മക്കളുണ്ടാകുമ്പോൾ നമ്മൾ ആരായി? അമ്മയായി, അപ്പനായി. അതുകൊണ്ട് മക്കളെ വളർത്താൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ആ സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സസൈസ് ഞാൻ പറഞ്ഞുതരാം. നേരെ ഇരുന്ന് എല്ലാവരും സ്ട്രെയിറ്റ് ആയിട്ടിരുന്നേ. അതേ ഇവമേ എഴുന്നേറ്റ് പോവുകയാണ്, ഇരിക്കവിടെ. ഞാൻ എഴുന്നേക്കാനാണ് പറഞ്ഞ ചേച്ചി, വെറുതെ പറയണേന്ന് തോന്നുന്നു. ഇത്രയും നേരം 1 മണിക്കൂർ എൻ്റെ വെറുതെ പോയി. നേരെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞല്ലോ കർത്താവേ, പൊക്കോട്ടെ എന്ന് വിചാരിച്ചു പോയാണ്. എഴുന്നേക്കണ്ടാട്ടാ, ഒന്ന് നേരെ നടുവൊന്ന് നിർത്തിയിരുന്നേ. 2 കൈയും വളരെ സ്നേഹത്തോടു കൂടെ കാലിൻ്റെ തൊടയിലിങ്ങനെ കമത്തി വയ്ക്കും. നിർത്തി വയ്ക്കുമ്പോൾ അമ്മേ എന്തെങ്കിലും തായോ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കണമല്ലോ എനിക്ക് തോന്നും. ആദ്യമൊക്കെ ഞാനിങ്ങനെ നിർത്തി വെക്കാനാണ് പറഞ്ഞത്. അത് നോക്കുമ്പോൾ ദൈവമേ, എനിക്കാണെങ്കിൽ തരാനുമില്ല, ഇവരാണെങ്കിൽ ചോദിക്കുകയുമാണ്, അതുകൊണ്ട് കമത്തി വെച്ചാണ്. എന്നിട്ട് കണ്ണടച്ചു. വലത് കരം നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലാണ് വച്ചിരിക്കുന്നതെങ്കിലും മനസ്സുകൊണ്ട് തീരുമാനിക്കണം, ഞാൻ വലത് കരം എൻ്റെ അപ്പൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ വെച്ചിരിക്കുക. അപ്പനിങ്ങനെ 2 കൈയും കൊണ്ട് എൻ്റെ വലത് കരം പിടിച്ച് എൻ്റെ മുമ്പിൽ
ഇങ്ങനെ എന്നെ നോക്കി നിൽക്കുന്നത് മനസ്സിലൊന്ന് കാണാം. ഇടത് കരം എൻ്റെ അമ്മയുടെ 2 കൈയിലേക്കും ഇങ്ങനെ നീട്ടി വെച്ച് അമ്മ തൻ്റെ സ്നേഹത്തോടു കൂടിയ വിരലുകൾ കൊണ്ട് നമ്മുടെ വിരലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ തടകി, മോനെ മോളെ നിനക്ക് സുഖമാണോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. ബാല്യകാലത്തിലേക്ക് നമുക്ക് തിരിച്ചൊന്ന് പോകാം. ആദ്യം അമ്മയെപ്പറ്റി തന്നെ ഒന്ന് ചിന്തിക്കാം. അമ്മ സുഖകരമായ ഒരു വേദനയാണ്. ചെറുപ്പത്തിൽ അമ്മയുടെ വിരല്, സാരിത്തുമ്പ് ഒക്കെ പിടിച്ച് ഇങ്ങനെ നടന്നിരുന്ന ആ ഒരു കാലഘട്ടം ഒന്ന് ഓർക്കാം. എന്തെങ്കിലുമൊക്കെ അസുഖം വരുമ്പോൾ ആശുപത്രിയിൽ പോകാനല്ല നമുക്കിഷ്ടം, മറിച്ച് അമ്മയുടെ മടിയിൽ ഇങ്ങനെ കിടക്കാനാണ്. അമ്മ എത്ര മുഷിഞ്ഞു കൂറ കുത്തിയ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നതെങ്കിലും അതൊന്നും എനിക്കൊരു വിഷയമല്ല. ആശുപത്രി കിടക്കയേക്കാളും നമുക്കൊക്കെ സന്തോഷം നൽകിയിരുന്നത് അമ്മയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുമ്പോഴാണ്. ആശുപത്രിയിൽ നിന്ന് കിട്ടിയിരുന്ന മരുന്നിനേക്കാളും നമ്മുടെ രോഗത്തിന് ശമനം നൽകിയിരുന്നത് അമ്മയുടെ സ്നേഹത്തോടു കൂടിയ വിരലുകൾ നമ്മുടെ മുടിയിടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുമ്പോഴാണ്. അതേ പ്രിയമുള്ളവരെ, അമ്മ അതെന്തൊരു സുഖമുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ആ അമ്മയുടെ ചാരെ, ആ അമ്മയുടെ കരസ്പർശം അനുഭവിച്ച് അമ്മയുടെ മാറിലേക്ക് ഇങ്ങനെ ചാരിക്കിടക്കുന്നത് ഒന്നിങ്ങനെ മനസ്സിൽ കാണാം. പ്രിയമുള്ളവരെ, ആ അമ്മയെ എപ്പോഴെങ്കിലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ വേദനിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ മാപ്പ് ചോദിക്കാം. എൻ്റെ അമ്മയുടെ കണ്ണുകൾ ഇറനണിയാൻ ഞാൻ കാരണമായിട്ടുണ്ട് എങ്കിൽ അത് ഈ എഴുത്താരയ്ക്ക് മുമ്പിൽ വെച്ച് അമ്മയോടും ഈശോയോടും മാപ്പ് ചോദിക്കണം. കാരണം അമ്മയുടെ കണ്ണുനീർ അത് നിലത്ത് വീണാൽ അത് ഒരിക്കലും വറ്റാത്ത അഗ്നിജ്വാലയായി, ഒരിക്കലും കെടാത്ത അഗ്നികുണ്ഡമായി നമ്മുടെ കൂടെ ഉണ്ടാവുമെന്നാണ് പറയും. ഈശോയെ, ഞാനിതാ എൻ്റെ അമ്മയെ സ്നേഹത്തോടെ നിന്നിലേക്ക് ചേർത്ത് വയ്ക്കും. അപ്പനെ ഓർക്കാം. അപ്പൻ്റെ നെറ്റിയിലെ വിയർപ്പ്, അപ്പൻ്റെ കയ്യിലെ തഴമ്പ്, അപ്പൻ്റെ അധ്വാനം, അതില്ലെങ്കിൽ നമ്മളില്ല. അപ്പനെ പറ്റി അമ്മയോട് കുറ്റം പറഞ്ഞിട്ടില്ലേ? അപ്പോൾ അമ്മ എന്ത് മറുപടിയാണ് നമ്മോട് പറഞ്ഞത്? പ്രിയമുള്ളവരെ, അപ്പൻ എന്നത് ഉള്ളിലെ സ്നേഹം പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റാതെ അതെല്ലാം ഉള്ളിലൊതുക്കുന്ന, ഹൃദയത്തിൽ ഒരു നെരുപ്പോട് കൊണ്ട് നടക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അപ്പൻ. ആ അപ്പനെ, ഈശോയെ എനിക്കെൻ്റെ അപ്പനായി നൽകിയതിന് നന്ദി പറയാം. മാതാപിതാക്കളില്ലെങ്കിൽ നമ്മളില്ല. ആ മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ് നമ്മളുടെ ഇന്നത്തെ ജീവിതം. എൻ്റെ മാതാപിതാക്കൾ എനിക്ക് വേണ്ടി ഒഴുക്കിയ കണ്ണുനീര്, എൻ്റെ മാതാപിതാക്കൾ എനിക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടപ്പാട്, അതിൻ്റെയൊക്കെ ബാക്കി പത്രമാണ് ഇപ്പോൾ ആയിരിക്കുന്ന ഞാൻ. അത് എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കാൻ സാധിക്കണം. ഈശോയെ, ഇങ്ങനെ ഒരു അപ്പനെ അമ്മയെ നൽകിയതിന് നന്ദി പറയാം. തൊട്ടു മുമ്പിൽ എൻ്റെ അപ്പനും അമ്മയും ഉണ്ട്. അവരെ നമ്മളിങ്ങനെ നെഞ്ചോട് ചേർത്ത് വയ്ക്കാം. ഈശോയെ, ഒരിക്കലും ഈ ഒരു ദൈവീക ഭാവമാകുന്ന മാതാപിതാക്കളെ മനസ്സുകൊണ്ട് പോലും അകറ്റി നിർത്താതെ എന്നും ചേർത്ത് നിർത്താൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഒരൊറ്റ ചിന്ത കൂടെ മനസ്സിൽ
മനസ്സിലേക്ക് പകരുകയാണ്. ഓർമ്മ വെച്ച കാലം മുതലുള്ള മാതാപിതാക്കളല്ല ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ളത്. കാരണം ജരാനരകൾ ബാധിച്ചിട്ടുണ്ട്, ചുളിവുകൾ സംഭവിച്ചിട്ടുണ്ട്, രോഗങ്ങൾ ഒരുപാട് ആ ശരീരത്തിലുണ്ടായിട്ടുണ്ട്. ഇവയൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ അതൊക്കെ നാം കൊടുത്ത സമ്മാനങ്ങളല്ലേ. പരാതിയില്ലാതെ അവയൊക്കെ നമുക്ക് വേണ്ടി സ്വീകരിച്ച് യേശുനാഥൻ കാൽവരിയിൽ അർപ്പിച്ച അതേ ബലി എന്നും നമുക്ക് വേണ്ടി വീട്ടിൽ അർപ്പിക്കുന്നവരാണ് നമ്മുടെ മാതാപിതാക്കൾ. ആ മാതാപിതാക്കളെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ മുമ്പിൽ അപ്പനോ അമ്മയോ ഉണ്ട്, അവർക്ക് നമ്മൾ സ്തുതി പറയുകയാണ്. ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. കരങ്ങൾ കൂപ്പാം, കണ്ണ് തുറക്കാം. പ്രിയമുള്ളവർ, ഇപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു വികാരമുണ്ട്. അതാണ് എൻ്റെ കുടുംബത്തിലെ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ സ്ഥാനം. എൻ്റെ മക്കൾ ഞാൻ പറയുന്നത് കേൾക്കാതെ പോകുന്നു എന്ന് വിചാരിച്ചാൽ ഏതെങ്കിലും ഒരു മുറി കയറി അപ്പനും അമ്മനെ ഒന്ന് കുറച്ചു നേരം ധ്യാനിച്ചാൽ കിട്ടുന്നൊരു പവറുണ്ടല്ലോ, അത് വല്ലാത്തൊരു പവറാണ്. പിന്നീട് ഇറങ്ങി വരുമ്പോൾ ആ മക്കൾ നമ്മൾ പറയുന്നത് അതേപോലെ കേൾക്കുമെന്ന്. ആ ഒരു ദൈവീക വിചാരം, ദൈവിക ചിന്ത നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ടാവണമെന്നാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ ഈ മക്കളുമായുള്ള ബന്ധത്തെപ്പറ്റി ഞാൻ പങ്കുവയ്ക്കുമ്പോൾ ഒരിക്കലും അത് നിങ്ങളുടെ മക്കളോട് ഇനി പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങളല്ല, മറിച്ച് നിങ്ങളുടെ മക്കൾ അവരുടെ മക്കളോട് അല്ലെങ്കിൽ കൊച്ചുമക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ചില കാര്യങ്ങൾ. പ്രിയമുള്ളവരെ, കുട്ടികളെ വളർത്തുമ്പോൾ ആദ്യം തന്നെ നാം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, അവരെ പ്രോത്സാഹിപ്പിക്കണമെന്ന് പറയും. പ്രോത്സാഹിപ്പിക്കണം എങ്ങനെയാണ്? ചില വീട്ടിലൊക്കെ കയറി ചെല്ലുമ്പോൾ കൊച്ചുങ്ങളുടെ അടുത്ത് നിലത്തിട്ടടിക്കാൻ തോന്നില്ല, നമുക്ക് തോന്നിയിട്ടില്ല നിങ്ങൾക്ക്? അവർ ഒരു നിയന്ത്രണമില്ലാതെ വെറുതെ നമ്മുടെ മെക്കിട്ട് കയറാം, വെള്ളം കുടിച്ചിട്ടിരിക്കുമ്പോൾ അത് തട്ടിമറിച്ച് നിലത്തിടുക. എന്നിട്ട് അവർ പറയും, അയ്യോ ചേച്ചി അവനിങ്ങനെയാണെന്ന് പറയും. ഒരെണ്ണം കൊടുക്കാൻ തോന്നിയിട്ടുണ്ടാവില്ല ചില സമയത്ത് പള്ളിയിൽ വന്നിരിക്കുമ്പോൾ നമുക്ക് തരെ തോന്നി പോകും. ആൾക്കാരിൽ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ചിലകളൊക്കെ കുട്ടികളെ വിട്ടിട്ട് അവരിങ്ങനെ ആടിപ്പാടി വർത്താനം പറയും, നേരെ കയറി പോവാ, ഒരു മൈൻഡും. പ്രിയമുള്ളവരെ, പ്രോത്സാഹനം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്നും കൊണ്ടു നടക്കേണ്ട ഒരു കാര്യം. കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം. അത് അവർ നന്മ ചെയ്യുമ്പോൾ പ്രോത്സാഹിപ്പിക്കും, തിന്മ ചെയ്യുമ്പോൾ അത് നിരുത്സാഹപ്പെടുത്തും. സിമ്പിളായിട്ടുള്ളൊരു ഉദാഹരണം പറയാം. വീട്ടിൽ 2 മക്കളാണെന്ന് വിചാരിക്കും. ഒരു കൊച്ച് 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു, വേറെ കൊച്ച് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവർക്കൊരു പ്രത്യേകതയുണ്ട്, എല്ലാ ദിവസവും അവർ ഭക്ഷണം കഴിക്കുന്നത് ഒരുമിച്ചാണ്. പക്ഷേ അവധി ദിവസങ്ങളിൽ ഭക്ഷണം കഴിക്കുമ്പോൾ വ്യത്യാസപ്പെടുത്തിയാണ് കഴിക്കുന്നത്. ആദ്യം കുട്ടികളെ ഭക്ഷണം കഴിപ്പിച്ച് പുറത്തേക്ക് കളിക്കാൻ വിടും. ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഈ കുട്ടികളിങ്ങനെ പുറത്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് ഇവരിങ്ങനെ പരസ്പരം കുട്ടികളെ പറ്റിയുള്ള അഭിപ്രായം പറയുന്ന ഒരു ദിവസം. അപ്പോൾ ഒരു ദിവസം മൂത്ത കുട്ടി തലേദിവസം അപ്പം വാങ്ങിച്ചു കൊണ്ടുവന്ന ഓറഞ്ച്, അത് കഴിച്ചതിൻ്റെ ഈ ഓറഞ്ചിൻ്റെ തൊലി ഇങ്ങനെ കടലാസിൽ ഇങ്ങനെ പൊതിഞ്ഞ് അതിൻ്റെ സൈഡിൽ കിടക്കായിരുന്നു. അതിങ്ങനെ മുറ്റത്തു നിന്ന് എടുത്ത് അവിടെ കിടന്നിരുന്ന വെച്ചാൽ മറ്റു ചവറുകളൊക്കെ എടുത്ത് ഈ കവറിലാക്കിയിട്ട് അപ്പൻ തന്നെ പണി തീർത്ത് വേസ്റ്റ് ബോക്സിൽ കൊണ്ടിടാം. അപ്പോൾ അപ്പൻ അമ്മയോട് പറയുന്നുണ്ട്, ദേടി അവൾ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ അമ്മ പറഞ്ഞു, അവളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എപ്പോഴും നല്ല വൃത്തിയായിട്ടൊക്കെ നടക്കാൻ ആഗ്രഹിക്കണം. അപ്പോൾ അവർക്കൊരു സന്തോഷമായില്ലേ, നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ സംഭവിക്കണം. പിറ്റേ ദിവസം ഇതേപോലെ തന്നെ സമയം, ഇതേപോലെ തന്നെ ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇളയ കുട്ടി പുറത്തിരുന്ന് എന്തോ കളിച്ചുകൊണ്ടിരിക്കുക. തൊട്ടടുത്ത് പൊട്ടിക്കിടക്കുന്ന ഒരു ഓസ് കിടപ്പ്. തലേദിവസം ഓറഞ്ച് എടുത്തുകൊണ്ടുപോയി, ഓറഞ്ചിൻ്റെ തൊലി എടുത്തുകൊണ്ടുപോയ ആ പെൺകുട്ടി ഈ കിടക്കുന്ന ഓസ് എടുത്തിട്ട് ഈ ചെക്കൻ്റെ പുറത്തൊരു ഒറ്റടി അങ്ങോട്ട് കൊടുത്തു. കുറുമ്പല്ലേ, കുറുമ്പം. ഇത് കണ്ടപ്പോൾ ഈ അപ്പൻ പിടിപിടിച്ച ചോട് അവിടെ ഇട്ടിട്ട് ചാടിയിറങ്ങി ഉത്തരത്തിൽ നിന്ന് ചൂരിൽ വലിച്ചിട്ട് പട്ടപ്പട്ടാന്ന് 2 അങ്ങോട്ട് കൊടുത്തു. 2 ഒരു 4 കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രിയമുള്ളവരെ, തല്ലിയത് ശരിയാണോ?
ഉത്തരം പലതായിരിക്കാം. പക്ഷേ ഞാൻ പറയുന്നത് ഇത് രണ്ടും ഒരു വീട്ടിൽ നടക്കരുതെന്നാണ്. തലേ ദിവസം നല്ലത് ചെയ്തപ്പോൾ തമ്മിലൊതുക്കി, ചീത്ത കാര്യം ചെയ്തപ്പോൾ അത് ആ കൊച്ചിൻ്റെ പുറത്തൊതുക്കി. തലേ ദിവസം ഈ അപ്പൻ ഇതേപോലെ തന്നെ ആ ഓറഞ്ചിൻ്റെ വേസ്റ്റ് കൊണ്ടുപോയി കളഞ്ഞപ്പോൾ ചാടി എഴുന്നേറ്റ് അവളുടെ തോളത്ത് പോയി തട്ടി ഒന്ന് അഭിനന്ദിച്ചിരുന്നെങ്കിൽ, ഒന്ന് പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിൽ, പിറ്റേ ദിവസം ഓസ് അവിടെ തന്നെ ഇടന്നാൽ. പ്രിയമുള്ളവരെ, കുട്ടികൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവർക്ക് അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല. പിന്നെ എന്തിനാ? നമ്മളുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട്. നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ശ്രദ്ധ കിട്ടിയില്ലെങ്കിൽ അവർ ചീത്ത കാര്യം ചെയ്യും. അത് കഴിയുമ്പോൾ അവരുടെ ഉള്ളിലൊരു ചിന്തയുണ്ട്, അടി കിട്ടിയാലും എന്താണ്, അപ്പൻ എൻ്റെ അടുത്ത് വന്നില്ലേ, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് മക്കളെ. അതുകൊണ്ട് ഇതെപ്പോഴും ഉള്ളിലുണ്ടാവേണ്ട ഒരു ചിന്ത. പ്രോത്സാഹനം എന്ന് പറയുന്നത് ആ ഒരു തലത്തിലൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണെന്ന് പറയാം. പ്രിയമുള്ളവരെ, കുട്ടികളെ സ്വയം പര്യാപ്തതയിലേക്ക് വളർത്തണമെന്നാണ് പറയും. ഇപ്പോഴും കുട്ടികളിങ്ങനെ ചോറിങ്ങനെ പീച്ചി കുട്ടി കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും, പ്രായത്രയായി. പ്രിയമുള്ളവരെ, ചോറ് കൊടുക്കേണ്ട സമയമുണ്ട്, അരി കൊടുക്കേണ്ട സമയമുണ്ട്. അരി വാരി തിന്നാനാണോ? അല്ല, അരി വെച്ച് കഴിക്കേണ്ട സമയത്ത് അങ്ങനെ കൊടുക്കണം. ഈ പ്രായം ആയാലും ഇപ്പോഴും മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന മാതാപിതാക്കളോട് എനിക്ക് സങ്കടമേ ഉള്ളൂ. അവർക്ക് വേണ്ടിയിട്ട് അവരെപ്പോഴാണോ ഇനി ജീവിക്കാൻ പോകുന്നത്? ഇപ്പോഴും മാതാപിതാക്കളുടെ പെൻഷൻ കൊണ്ട് 90 വയസ്സായിട്ടും അവരുടെ പെൻഷനിൽ ജീവിക്കുന്ന മക്കളും കുടുംബമുണ്ട്, എനിക്കറിയാവുന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്വയം പര്യാപ്തതയിലേക്ക് വളർത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ കുട്ടികളെ അഭിനന്ദിക്കണം. അഭിനന്ദിക്കാറ് നല്ലത് ചെയ്യുമ്പോൾ അവരെ നല്ല രീതിയിൽ അഭിനന്ദിക്കണം. ചീത്ത കാര്യം ചെയ്യുമ്പോൾ അവരെ ശിക്ഷിക്കണം, അല്ലേ? ശിക്ഷണം എന്ന് പറയുന്നത് അടിക്കുക എന്നുള്ളതല്ല. ശിക്ഷണം എന്ന് പറയുന്നത് അവരെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള. അപ്പോൾ കുട്ടികളുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ എടുത്തിടുകയാണ്. സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുക, അഭിനന്ദിക്കുക, ബഹുമാനിക്കുക. കുട്ടികളെ ബഹുമാനിക്കണമെന്ന് പറയാം. എങ്ങനെ ബഹുമാനിക്കുക? വരുമ്പോൾ തന്നെ മുണ്ട കഴിച്ചിട്ട് അല്ലെങ്കിൽ സാരിയൊക്കെ നൈറ്റി ആണെങ്കിൽ താഴത്തേക്ക് ഇട്ടിട്ട് വരുമോളെ ചായ കുടിക്കൂ, അങ്ങനെയാണോ? അതല്ല ബഹുമാനം. അതല്ല ബഹുമാനം എന്ന് പറയുന്നത് ആയിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കുക. ഒരിക്കലും എന്ത് ചെയ്യരുത്? താരതമ്യം ചെയ്യുന്നതാണ്. അവളെ കണ്ടുപിടി, എന്തിനാണെന്നേ? എല്ലാവരും ഒരേപോലെ ഇരിക്കാനാണ്. ഒന്നാലോചിച്ച് നോക്കുക, എല്ലാവരും ഒരേപോലെയാണെങ്കിൽ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. അല്ല, എല്ലാവരും ഒരേപോലെ ഇരിക്കണം. നമ്മൾ മുടിയിലോ മോൻ കഴുകോ പൗഡർ ഇടോ ഒക്കെ ഒരേപോലെ ഇരിക്കണം. എല്ലാം ഇവിടെ ഇരിക്കണം, എല്ലാവരും എൻ്റെ പോലെ. അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. ആണുങ്ങൾക്ക് മുടിയില്ല, പെണ്ണുങ്ങൾക്ക് മുടിയുണ്ട്, അത്രയും മതി. ഒക്കെ ഒരേപോലെ ഇരിക്കും. ഇതിങ്ങനെ ക്ലാസ്സിൽ പോയി ഒരു യുവാക്കൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞപ്പോൾ അതിനകത്ത് ഒരു തന്നെ അച്ഛാ എന്തൊരു സന്തോഷമായെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്താണ് പഠിക്കണ്ടല്ലോ അച്ഛാ? അല്ല എന്താ? അല്ല റാങ്ക് കിട്ടിയാലും ഫോട്ടോ വന്നാലും എൻ്റെ തന്നെയല്ലേ? പിള്ളേരുടെ ചിന്ത പോലാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഒരേപോലെയാണോ? അല്ല, നമ്മളൊക്കെ വ്യത്യസ്തരാണ്. വ്യത്യസ്തരായിട്ട് ജനിച്ചത് കൊണ്ടല്ല, വ്യത്യസ്തമായിട്ട് നമ്മൾ ജീവിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് കുട്ടികളെ കുട്ടികളായി തന്നെ അംഗീകരിക്കണം. അവരുടെ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കി അത് വളർത്തിയെടുക്കാനായിട്ട് പരിശ്രമിക്കുമ്പോഴാണ് അവൻ ഇങ്ങനെ വളർന്നു വരുന്നു. താരതമ്യം ചെയ്യരുത്, അവനെ കണ്ടുപിടി എന്ന് പറയരുത്. പ്രിയമുള്ളവരെ, എൻ്റെ മൂത്ത ചേച്ചിക്ക് 3 ആൺമക്കളാണ്. മൂത്തവർ 2 പേരും നല്ലോണം പഠിക്കും. മൂന്നാമത്തവൻ പഠിക്കാൻ ഇച്ചിരി മോശം. മറ്റവർക്ക് 50-50 കിട്ടുമ്പോൾ ഇവന് 50-9 കിട്ടണുള്ളൂ. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർ 2 പേരും തമ്മിൽ ആദ്യത്തെ 2 കുട്ടികൾ 1 വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ. മൂന്നാമത്തത് ഒരു 6-7 വയസ്സിൻ്റെ വ്യത്യാസം. ഒരു ദിവസം ഞാൻ പെങ്ങളെ കാണാൻ വീട്ടിൽ ചെന്നപ്പോൾ ഇളയവൻ അവൻ്റെ അമ്മയോട് ആകെ ദേഷ്യം പിടിച്ചിരിക്കേണ്ട. എന്താണ് കാരണം? ഇത്രേ ഉള്ളൂ, ആ ചേട്ടന്മാരെ കൊണ്ട് തോറ്റ്. അവർ പഠിക്കേണ്ട വല്ല കാര്യം ഉണ്ടായി. ക്ലാസ്സിൽ ചെല്ലുമ്പോൾ നീ അമ്മ എന്നെ നീ എന്താണ് ഇങ്ങനെ ആയിപ്പോയെന്ന് അറിയാതെ ഇവന് ഈ ചേട്ടന്മാരുടെ ദേഷ്യമാണ്. അങ്ങനെ ഒരു ദേഷ്യം ഉണ്ടാക്കാനേ താരതമ്യം ഉപകരിക്കുള്ളൂ. അതുകൊണ്ട് വീട്ടിൽ അങ്ങനെ ഒരു താരതമ്യ പഠനം പ്രത്യേകിച്ച് അവരുടെ മുമ്പിൽ വെച്ച് നടത്തരുതെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തും. അതുകൊണ്ട് അവരെ അവരുടേതായ രീതിയിൽ നമ്മളിങ്ങനെ വളർത്തിക്കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ചെയ്യുന്ന 1-2 കാര്യങ്ങൾ ഞാൻ വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് കാര്യം പിടിയിട്ടു. അവരെ അഭിനന്ദിക്കേണ്ട, അവരെ പ്രോത്സാഹിപ്പിക്കേണ്ട മേഖലകൾ എന്തൊക്കെയാണെന്ന് പറയും.
ഒരു ഉദാഹരണത്തിന് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരിക, വെള്ളിയാഴ്ചയാണ്, പിറ്റേ ദിവസം 2 ദിവസം അവധിയുണ്ട്, ഹോംവർക്ക് കിട്ടിയിട്ട് ഹോംവർക്കിൽ ചെയ്യാനുള്ള 4 ഹോംവർക്കാണ് കിട്ടിക്കണം. അവൻ്റെ അപ്പനോട് പറയുന്നത്, അപ്പ ഇതെനിക്ക് ചെയ്യാൻ പറ്റൂല അപ്പ. എന്തൊരു ടീച്ചർ, ഈ ടീച്ചർ 4 എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അപ്പം അപ്പം പറയണം, ഞാനിപ്പോൾ ടീച്ചർ വിളിക്കണം, ടീച്ചർ വിളിച്ചിട്ട് ടീച്ചറെ അവന് 4 ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ടീച്ചർ പറയുന്നില്ല, അത് അറിയാൻ ചെയ്യാൻ പറ്റില്ല, എന്നാലും കൊടുത്തപ്പോൾ എല്ലാവർക്കും കൂടെ ഒരുപോലെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അവന് ഇപ്പോൾ എത്രണ്ണം ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുക. അപ്പോൾ 1 ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അപ്പൻ അവനോട് ചോദിക്കും, എത്ര ചെയ്യാൻ പറ്റും? 1 ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, 1 ചെയ്യാം. അപ്പോൾ അവൻ 1 ചെയ്തിട്ട് പോവാണ്. പ്രിയമുള്ളവരെ, അതേ കുടുംബം, അതേ ദിവസം, അതേ രീതി, 4 ഹോംവർക്കുമായിട്ട് വീട്ടിൽ വരുന്നു. അപ്പൻ ടീച്ചറെ വിളിക്കുന്നു, പക്ഷെ കുട്ടിയുടെ മുമ്പിൽ വെച്ചല്ല, മാറി നിന്നിട്ട് വിളിക്കും. എന്നിട്ട് ടീച്ചറോട് പറയുന്നു, ടീച്ചറെ അവന് 4 ഹോംവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ടീച്ചർ പറയുന്നത്, ശരിയാണ്, പഠിക്കാൻ ഇത്തിരി മോശമാണ്, എന്നാലും. അപ്പോൾ ടീച്ചറെ ഞാനേ അവൻ്റെ മുമ്പിലേക്ക് പോവാണ്, സ്പീക്കർ ഫോണിലിടും, ഒരു കാരണവശാലും സമ്മതിക്കരുത്, 4 ചെയ്യണമെന്ന് പറഞ്ഞേക്കണം. അപ്പോൾ പറഞ്ഞു, അല്ല അച്ഛാ, അല്ല ചേട്ടാ, ഇല്ല അച്ഛാ, ടീച്ചർ അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. അങ്ങനെ തന്നെ കുട്ടിയുടെ അടുത്തേക്ക് വന്നു, ടീച്ചർ വിളിച്ചിട്ടുണ്ടായോ, ടീച്ചർ സമ്മതിക്കണില്ലാന്നോ? ഇല്ല അച്ഛാ, അപ്പച്ച ഒന്ന് പറയാം അപ്പച്ച. അപ്പോൾ അപ്പച്ചൻ ടീച്ചറോട്, ടീച്ചറെ അവൻ 4 ചെയ്യാൻ പറ്റും. ഇല്ല 4 ചെയ്യാതെ നിങ്ങൾ തിങ്കളാഴ്ചക്ക് വരണ്ട, അവനെ വീട്ടിലിരുത്തിയാൽ മതി എന്നോട്. അങ്ങനെ ടീച്ചർ ദേഷ്യത്തോടുകൂടി പറഞ്ഞു, അപ്പൻ വേറെ നിവൃത്തിയൊന്നുമില്ല, അവൻ കൊച്ചിനെ നോക്കണം. ഞാൻ പറഞ്ഞില്ലേ. പ്രിയമുള്ളവരെ, അവൻ ഹോംവർക്ക് എഴുതാനെടുക്കുകയാണ്. ആദ്യത്തെ ഹോംവർക്ക് ചെയ്തു, വളരെ എളുപ്പത്തിൽ ചെയ്തു. 2ാമത്തെ കുഴപ്പമില്ലാതെ ചെയ്തു. 3ാമത്തെ കഷ്ടപ്പെട്ട് ചെയ്ത് തീർത്തു. 4ാമത്തെ എടുത്തപ്പോൾ അപ്പം പറഞ്ഞു, മതിയടാ, ഞാനൊന്ന് ടീച്ചർ ഒന്നുകൂടി വിളിക്കാമെന്ന്. ടീച്ചർ ഒന്നുകൂടെ വിളിച്ചിട്ട് അവർത്ത് പോയി ഇന്ന് കാര്യങ്ങൾ പറഞ്ഞ് ടീച്ചറുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ടീച്ചർ അവനോട് പറഞ്ഞു, മതി മോനെ, 3 ചെയ്താൽ മതി. പ്രിയമുള്ളവരെ, 2 തമ്മിലുള്ള വ്യത്യാസം കണ്ട അവിടെയാണ് പ്രോത്സാഹനം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചില കുട്ടികൾക്ക് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുക, എന്താണ്, അവളെ കൊണ്ട് കൊള്ളത്തില്ല, അവനെ കൊണ്ട് കൊള്ളത്തില്ല. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് മാതാപിതാക്കൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെങ്ങനെയാണ് മെച്ചപ്പെടാൻ പോകും? അതുകൊണ്ട് മാതാപിതാക്കൾ അവരെ തങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഇങ്ങനെ വലിച്ചുയർത്താനായിട്ട് നോക്കണം. എന്നിട്ട് ഒട്ടും പറ്റില്ലെങ്കിൽ മാത്രം വിട്ട് കളഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ വലിച്ചിങ്ങനെ പിടിക്കണം, റബ്ബർ ബാൻഡ് വലിയുന്നവരിങ്ങനെ വലിഞ്ഞോട്ടെ. പരമാവധി പരിശ്രമിക്കണം. വേറെ ആരുമല്ല പരിശ്രമിക്കേണ്ടത്, മാതാപിതാക്കൾ. അത് നമ്മൾ പരിശ്രമിക്കാതെ പോകുമ്പോഴാണ് നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കാനുള്ളത്. പ്രിയമുള്ളവരെ, വേറൊരു കാര്യം നിങ്ങൾ മക്കളെ വളർത്തുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വിവേകം വേണം. വിവേകം. എത്ര മക്കളുണ്ട്? ആരൊക്കെയാണ് അവർ? 2 പെണ്ണും 1 ആണ്. 2 പെണ്ണും 1 ആണും വളരെ സന്തോഷത്തോടെ ഇങ്ങനെ ഒരുമിച്ച് വളർന്ന് ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിടക്ക് വരും, ഇത്രയും നാൾ ഒരുമിച്ച് കളിച്ചു, ഒരുമിച്ച് കിടന്നു, ഒരുമിച്ച് കുളിച്ചു, ഇനി കിടക്കണ്ടട്ടാണ്. പ്രിയമുള്ളവരെ, അത്രയും നാൾ കുഴപ്പമുണ്ടായാലും ഒരു സുപ്രഭാതത്തിൽ അമ്മ വന്നിട്ട്, ഇതെന്ത് വർത്താനാണ് ഈ പറഞ്ഞു, എന്താണ് അമ്മിച്ച അത് കിടന്നാൽ എന്ന് അവർ ചോദിക്കില്ല. പക്ഷെ അവരുടെ ഉള്ളിൽ അതുണ്ട്. അവിടെ നമ്മൾ വിവേകം ഉപയോഗിക്കണം. വിവേകം ഉപയോഗിച്ചിട്ട് പറഞ്ഞു കൊടുക്കണം, മോനെ ഇങ്ങനെയൊക്കെയാണ് കാര്യം. സാധാരണ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്, ആൺമക്കൾക്ക് അപ്പനും പെൺമക്കൾക്ക് അമ്മയും ജീവിതത്തിൻ്റെ ശരീരത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. ഞാൻ നേരെ തിരിച്ച് ചിന്തിക്കുന്നതാണ്. പെൺമക്കൾക്ക് അപ്പൻ സ്നേഹത്തോടുകൂടെ വളർന്നു വരുമ്പോൾ വിളിച്ചിരുത്തി അടുത്തിരുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പൻ അതുകൊണ്ട് എപ്പോഴും അപ്പനായിട്ട് നിൽക്കും. ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം വളരുമ്പോൾ മക്കളല്ലാതാവുന്നില്ല, അവർ മക്കൾ തന്നെ. ആ ഒരു തലത്തിലേക്ക് കുടുംബത്തിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം വളരണമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പൻ തൻ്റെ മകളെ ഇങ്ങനെ അടുത്തിരുത്തി ജീവിതത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ സ്നേഹത്തോടുകൂടെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ അപ്പന് ആ മകള് എത്രമാത്രം വലുതായാലും അത് മകള് തന്നെയാണ്. ഒരു തരത്തിലും വേറൊരു ചിന്ത വരത്തില്ല. പ്രിയമുള്ളവർ, അങ്ങനെ ഒരു ചിന്ത വരുത്താൻ നമ്മൾ കാരണമാകുന്നുണ്ട്. പെൺമക്കളെയൊക്കെ വളർത്തുമ്പോൾ ചില കാര്യങ്ങൾ താനറിയണ്ട, നമുക്ക് അങ്ങനെ പറയാം. ആ കൊച്ചിൻ്റെ അപ്പനാണ് അവനെങ്കിൽ അവൻ അതറിയാനുള്ള അവകാശമുണ്ട്. അതവന് പഠിപ്പിക്കാനുള്ള അവകാശം. അങ്ങനെ ഒരു തലത്തിലേക്ക് നമ്മുടെ വീട്ടിലൊക്കെ വളർന്നു കഴിയുമ്പോൾ നമ്മുടെ വീടുകളിൽ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ ചില സ്ഥലങ്ങളിൽ നടക്കുന്നത് നമുക്ക് ഇങ്ങനെയൊക്കെ ഒഴിവാക്കാൻ പറ്റുമെന്നാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ കുഞ്ഞു മക്കൾ ഇങ്ങനെ വളർന്നു വരുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുക. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എങ്കിലും ഒരിക്കൽ കൂടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. ലൈംഗിക വിദ്യാഭ്യാസം വളരെ ചെറുപ്പത്തിൽ കൊടുക്കണമെന്ന് പറയാം.
അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഈ ചെറുപ്പത്തിലേക്ക് പ്രിയമുള്ളവരെ, ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ലൈംഗികത എന്നാൽ എന്താണ്, അതിങ്ങനെയാണ്, അങ്ങനെ ഒരു ക്ലാസ് കൊടുക്കാനല്ല പറയുന്നത്. മറിച്ച് കുഞ്ഞുങ്ങളോട്, പ്രത്യേകിച്ച് വളരെ തീരെ കുഞ്ഞുങ്ങളോട്, അത് പെൺകുട്ടികൾക്കും മാത്രമല്ല കേട്ടോ, ആൺകുട്ടികൾക്കും വിളിച്ചിരുത്തി അവരോട് പറഞ്ഞു കൊടുക്കണം. ശരീരത്തിൻ്റെ 3 ഭാഗങ്ങളിൽ ആര് സ്പർശിച്ചാലും അണ്ണാക്ക് പൊളിച്ച് കരഞ്ഞേക്കണം. ഇത് സിമ്പിളായിട്ട് ഇത് തന്നെ. ആ 3 ഭാഗങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. മുൻഭാഗം, പിൻഭാഗം, നെഞ്ച്. ഇവിടെ ആര് തൊട്ടാലും ഒറ്റ കരച്ചിലാണ്, ഒന്നും ചിന്തിക്കാനില്ല. എന്നിട്ട് പറയണം, അത് അപ്പം പഠിപ്പിക്കുമ്പോൾ, അമ്മ പഠിപ്പിക്കുമ്പോൾ, അത് ഞാൻ ആണെങ്കിൽ പോലും അതൊരു ട്രെയിനിങ്ങാണ്. പ്രിയമുള്ളവരെ, ഒരിക്കലും 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെങ്കൊച്ചിനെ നാളെ വെളുപ്പിന് ഒരു 5 മണിയാകുമ്പോൾ ചെന്ന് ബലാത്സംഗം ചെയ്യണമെന്ന് ആരും ചിന്തിച്ചിട്ടില്ല. ചില സാഹചര്യങ്ങളാണ് അവരെ അങ്ങനെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ആ സാഹചര്യങ്ങളിൽ നിന്ന് ഈ ഒരു ഒച്ചയില്ല, അവരതിൽ നിന്ന് മോചിപ്പിക്കും. അതുകൊണ്ട് കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം. അവിടെ എങ്ങാനും തൊട്ട ഒന്നും ചിന്തിക്കേണ്ട മോനെ, അണ്ണാക്ക് പൊളിച്ച് കരഞ്ഞു എന്നാണ്. അപ്പോൾ ഇവൻ്റെ ഉള്ളിലെ ആ ഒരു മനുഷ്യത്വം ഉണരുമെന്നാണ് പറയുന്നത്. ഏത് ചെയ്യാൻ പോകുന്ന ആളുടെ അതിൽ നിന്ന് രക്ഷപ്പെടും. 90% പീഡനങ്ങളിൽ നിന്ന് മോചനം നേടാൻ ഈ ഒറ്റ മതി. ആ ഒരു തലത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നത് അമ്മമാരാണ്. അത് നിങ്ങൾ തീർച്ചയായിട്ടും പരിശ്രമിക്കണമെന്നുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വേറൊരു കാര്യം കൂടെ നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരേണ്ടത്, വിശ്വസ്തത വളർത്തിയെടുക്കണം. ആരിൽ? മക്കളിൽ. പ്രിയമുള്ളവരെ, നോണ പറയാൻ പഠിപ്പിക്കണ മക്കളാണ്, അല്ല മാതാപിതാക്കളാണ് ഈ ലോകത്തുള്ളത്. നിങ്ങൾ കുഞ്ഞുങ്ങളെ നോണ പറയാൻ പഠിപ്പിക്കുന്ന പഠിപ്പിക്കില്ല. പക്ഷെ ഞാനൊരു ടെക്നിക്ക് പറഞ്ഞാട്ടെ, നിങ്ങൾ പഠിപ്പിക്കുന്നൊരു ശീലം പറഞ്ഞാട്ടെ. അമ്മേ, ആ ക്ലാസ്സിൽ പോണില്ല അമ്മേ, എന്താണ്? ഒരു മൂടില്ല, ഒലക്കട മൂടെടുത്ത് അടിക്കും. പൊക്കോടുന്നതിന് മൂടില്ല അവന് ക്ലാസ്സിൽ പോകും. ഓ കുഴപ്പമില്ല. പിറ്റേ ദിവസം സംഭവം തന്നെ, എന്താണ്? മൂടില്ല. അന്ന് പറയണം, അമ്മേ ഇത് ഇവിടെ ഇല്ല, ഭയങ്കര വേദന, കണ്ണീന്ന് പൊന്നി ചോറക്കണമേ. ആണോ? എവിടെയാ? അയ്യോ ഈ ക്ലാസ്സിൽ പോകണമെന്നാവോ? വേണ്ട പോണ്ട, കിടന്നു. നോണയുണ്ടത്. തലേ ദിവസം അവൻ സത്യം പറഞ്ഞപ്പോൾ ഓലക്കിടുത്തടിച്ച് ക്ലാസ്സിൽ പോയി വിട്ട് പിറ്റേ ദിവസം നോണ പറഞ്ഞപ്പോൾ ഓക്കെ, അപ്പം നമ്മൾ ട്രെയിനിങ് കൊടുക്കുകയാണ് ഇല്ലേ? ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന എൻ്റെ ഒരു സുഹൃത്ത് വൈദികൻ ഒരു ദിവസം എൻ്റെ പള്ളിയിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞായറാഴ്ച കുർബാന ചെല്ലോ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ പറഞ്ഞു, ഞാൻ ചെല്ലാം, ചെറിയൊരു പ്രസംഗവും പറയണം കേട്ടോ. ആ പ്രസംഗം പറയാം. അവൻ പറഞ്ഞ പ്രസംഗം ഇങ്ങനെയാണ്. ഞാൻ ഒരു 12 വർഷമായിട്ട് ഒരു പള്ളിയിലിരിക്കുക, കുമ്പസാരക്കൂട്ടിലിരിക്കുമ്പോൾ ആ കുമ്പസാരക്കൂട്ടിലിരുന്ന് വളരെ 1% അല്ലെങ്കിൽ 2% ആളുകൾ മാത്രമേ നുണ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയാറുള്ളൂ. അവിടെ ആ പാപമില്ലെന്ന്. എന്നിട്ട് ഞാൻ അവനോട് ഇത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എടാ അത് നീ നുണ പറഞ്ഞാണോ അല്ലെങ്കിൽ ശരിക്കുവാണ്? ഇവിടെ നുണ എന്ന പാപം അങ്ങനെ ആരും ചെയ്യാറില്ല. എന്നിട്ട് അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഉദാഹരണത്തിന്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൊച്ചിനൊരു മൂടില്ലെങ്കിൽ, അമ്മച്ചി നിനക്കൊരു മൂടില്ല അമ്മച്ചി, ഞാൻ ക്ലാസ്സിൽ പോകണില്ല എന്നാണ്. നിനക്ക് മൂടില്ല, നീ പോകണ്ട, അവിടെ കിടന്നോന്ന് പറയും. വ്യത്യാസം കണ്ട? അതുകൊണ്ട് അവർ തുറന്നു പറയാൻ പ്രേരിതരാവേ. നമുക്കിപ്പോഴും ഇല്ലേ, ഇന്ന് കുമ്പസാരിച്ചാലും പറയും നുണ പറഞ്ഞിട്ടുണ്ട്. എത്ര എണ്ണം പറഞ്ഞിട്ടുണ്ട്? ഒരു പിടിയില്ല അച്ഛാ. നോണ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗം. പിന്നെ പാപമൊന്നും ഇല്ലെങ്കിലും പറയും, 2 ആഴ്ചയായി കുമ്പസാരിച്ചെങ്കിലും പറയും, 2 മാസമായി കുമ്പസാരിച്ചിട്ടുണ്ട് പറയും, നുണ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ ഒരു പാപമായല്ലോ. അങ്ങനെ കുമ്പസാരിക്കുന്നവരാണ് നമ്മുടെയൊക്കെ ശീലം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ മാതാപിതാക്കളായ നമ്മുടെ കുഞ്ഞുങ്ങളെ നുണ പറയാനായിട്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെന്നേ. നമ്മൾ ഇൻഡിറക്റ്റായിട്ട് കൊടുക്കുന്ന ട്രെയിനിങ്ങിൻ്റെ ചില ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ മക്കളെ നമ്മളിങ്ങനെ വളർത്തിയെടുക്കുമ്പോൾ നമ്മൾ വിശ്വസ്തത സൂക്ഷിക്കുന്നവരാണെന്ന് നമ്മൾക്ക് ഒരു ബോധ്യം ഉണ്ടാകും. വേറൊരു ഉദാഹരണം പറയാം, സിമ്പിളായി നമ്മുടെ വീടുകളിൽ നടക്കുന്ന ഉദാഹരണം. അപ്പൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ LKG പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്, UKG പഠിക്കുന്ന 2 കുട്ടികളുണ്ട്. 2 കുട്ടികൾ അപ്പനോട് ഭയങ്കര ഇഷ്ടമാണ്. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കെട്ടിപ്പിടുത്തവും ഒച്ചപ്പാടും ബഹളവും ആട്ടവും പാട്ടവും ഒക്കെ. അപ്പം അപ്പനൊരു ശീലമുണ്ട്, വരിക, നേരെ സാധനങ്ങൾ വയ്ക്കുക, കുളിമുറി കയറുക, കുളിച്ച് തിരിച്ചിറങ്ങുക, ഒരു കള്ളി കൊണ്ടെടുക്കുക, ഉമ്മറത്ത് വന്നിരിക്കുക. അതാണ് അപ്പൻ്റെ ശീലം. എന്നെങ്കിലും ഈ മുണ്ട് പാൻറ്റായി മാറിയാൽ അതിനർത്ഥം ഇന്ന് ഉമ്മറത്തില്ല, ഇന്ന് അപ്പം പുറത്തു പോകും. അങ്ങനെ ഒരു ദിവസം പതിവിന് വിപരീതമായി ഈ അപ്പൻ കള്ളിമുണ്ടിന് പകരം പാൻറ്റുമായി പുറത്തിറങ്ങി.
അപ്പോൾ ഇളയ കൊച്ചിനും മൂത്തവനും മനസ്സിലായി ഇന്ന് പുറത്തെവിടെയോ പോകുന്നുണ്ട്. അങ്ങനെ ഇളയവൻ അപ്പനോട് പറഞ്ഞു, അപ്പാ ഞാനും വരുന്നുണ്ട്. പറഞ്ഞു, എടാ ഞാൻ പുറത്ത് ഇപ്പം നിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല, എനിക്ക് വന്ന. അങ്ങനെ ഒരു കണക്കിന് വണ്ടിയുമ കയറാൻ വേണ്ടിയിട്ട് വന്നു. അപ്പം അവൻ ഫ്രണ്ടിൽ കയറി നിൽക്കാം. എനിക്ക് വന്നപ്പാ, ഞാൻ അപ്പൻ്റെ കൂടെ വരും. അപ്പൻ അവനോട് മറുത്ത് ഇറങ്ങടാ എന്ന് പറയാനായിട്ട് തോന്നണേ, കാരണം വേദനിക്കുമല്ല, മനസ്സ് വേദനിക്കും. അങ്ങനെ തന്നെ അമ്മയോട് പറഞ്ഞു, കണ്ണുകൊണ്ട് എന്തോ കാണിച്ചു. അപ്പോൾ ഒരു സിഗ്നൽ പാസ് ചെയ്തിട്ട് എന്നിട്ട് ഈ കൊച്ചിനോട് പറഞ്ഞു, എടാ ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വാ, എനിക്കൊന്ന് കുടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വേഗം അമ്മനോട് പറഞ്ഞു, അമ്മ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാം. അപ്പം നിന്നോടല്ലേ പറഞ്ഞതാണ്. അമ്മ എന്തിനാണ് അമ്മ? അപ്പം അമ്മ വേഗം വെള്ളം എടുത്തിട്ടേ പറഞ്ഞു. വെള്ളം പതിവിൽ വിപരീതമായി വലിയ ഗ്ലാസ്സാണ്, ജ്യൂസ് കുടിക്കുന്ന ഗ്ലാസ്സിലാണ്, ഇച്ചിരി കട്ടിയുള്ള ഗ്ലാസ്സാണ്. ആ ഗ്ലാസ്സിൽ ഈ അപ്പം വെള്ളം കുടിക്കുന്നു, മുഴുവൻ കുടിച്ചില്ല, ആ ഭാഗം നിർത്തിവെച്ചു. എന്നിട്ട് ഇത് കൊച്ചിന് കൊടുത്തു. ഇത് നിലത്ത് വീണ് പൊട്ടിക്കാതെ, ഇതിലെ വെള്ളം കളയാതെ അമ്മയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്താൽ ഞാൻ നിന്നെ പുറത്തു കൊണ്ടുപോകും. ഒരു പ്രതീക്ഷ വന്നു. അവൻ വേഗം കൈനിറ്റ് കൊണ്ട് ആക്റ്റീവ് കൈനിറ്റ് കൊണ്ട് എന്തുകൊണ്ട് അവൻ ചാടിയിറങ്ങി ഇതിങ്ങനെ കുഞ്ഞിക്കൈ കൊണ്ട് ഇങ്ങനെ മേടിച്ചേക്കാം. അമ്മ പൂമുഖവാതിക്കൽ നിൽക്കുന്നുണ്ട്. വളരെ സ്നേഹത്തോടെ സ്റ്റെപ്പ് കയറി അവിടെ എത്തിയപ്പോൾ അമ്മനെ കാണാൻ. അമ്മ അവിടെ പോയി, അമ്മ അടുക്കളയിലോട്ട് പോയി. കാരണം സ്ക്രിപ്റ്റിൻ്റെ ഒരു ഭാഗമാണ്, അടുക്കളയിൽ പോകണം. അപ്പോൾ ഇതൊക്കെ വളരെ വിദഗ്ധമായിട്ട് പരിശോധിച്ചുകൊണ്ട് ഈ വണ്ടിയുമേ നിൽക്കുന്ന അപ്പൻ്റെ മാതാപിതാക്കളുടെ അവിടെ കസേരയിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഈ അപ്പൂപ്പനും അമ്മമ്മയും പറഞ്ഞിടാ അമ്മ അകത്തോട്ട് പോയി എന്ന് പറഞ്ഞു. വളരെ ദയനീയമായി അപ്പനെ നോക്കിയിട്ട്, അപ്പ പോലേട്ടാ, ഇപ്പോൾ വരാട്ടാ. വളരെ സ്നേഹത്തോടുകൂടെ ഇതുമായി അകത്തേക്ക് ഒരു ഓട്ടർ വിളിച്ചുകൊണ്ട് ദൂരമുണ്ട് ആ കിച്ചണിലേക്ക് പോകാൻ. അങ്ങനെ കിച്ചണിൽ പോയി അറ്റത്തെത്തിയപ്പോൾ ഈ അപ്പൂപ്പനും അമ്മൂമ്മയും കൂടി അവൻ്റെ മകനോട് പറഞ്ഞു, എടാ പോയി വിട്ടോന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ വണ്ടി എടുത്ത് പോയി. കൊച്ച് ഗ്ലാസ് വെച്ച് ശാന്തമായിട്ട് തിരിച്ചു വന്നപ്പോൾ അപ്പനെ കാണാൻ. പ്രിയമുള്ളവരെ, ഇല്ല ഇത് സംഭവിക്കാറില്ല വീട്ടിൽ. നിങ്ങൾ വിചാരിക്കും അപ്പൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. അല്ല, ആ അപ്പൻ ഇറങ്ങിപ്പോയത് ആ കൊച്ചിൻ്റെ ചങ്കീന. എന്തോരം പരിശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല, തിരിച്ചു കയറില്ല. ഒരു കുടുംബം ഒരുമിച്ച് കൊച്ചിനെ കബളിപ്പിച്ചിരിക്കുക. തൽക്കാലത്തേക്ക് നിങ്ങൾ ചിലപ്പോൾ ജയിച്ചിട്ടുണ്ടാകും, പക്ഷേ ആത്യന്തികമായിട്ട് ആ കൊച്ച് വളരെ സങ്കടത്തിലാണ്. കാരണം എന്താ, അവനിനി അപ്പനില്ല. എന്ത് പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്നുള്ളത്. ഇതിങ്ങനെ മുറിവായിട്ട് ഇങ്ങനെ ഉള്ളി കിടക്കും. അതാണ് വിശ്വസ്തത. എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയും എൻ്റെ അമ്മയും എൻ്റെ അപ്പനും ഒക്കെ ഒരുമിച്ച് എന്നെ പറ്റിച്ചതാണ്. പിന്നെ എന്തു പറഞ്ഞാലും ആ കൊച്ചു ആ തലത്തിലേക്ക് വളരത്തില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വളർത്തുമ്പോൾ നമ്മൾ കാട്ടിക്കൂട്ടുന്ന ചില ഭ്രാന്തമായ ചില പ്രയോഗങ്ങൾ അത് ജീവിതത്തെയൊക്കെ വല്ലാതെ ബാധിക്കുമെന്നാണ്. പ്രിയമുള്ളവരെ, കുട്ടികളോടൊപ്പം ഉല്ലസിക്കാറുണ്ട്. അവരോടെങ്കിലുമൊക്കെ ഉണ്ടോ? ചോദിക്കണൊക്കെ വാങ്ങിച്ചു കൊടുക്കും. ചോദിക്കാനായിട്ട് അനുവദിക്കില്ല, അപ്പം തന്നെ കണ്ണുരുട്ടി അല്ലേ? പ്രിയമുള്ളവരെ, 4 മക്കളിൽ കൂടുതലുള്ള അമ്മമാരുണ്ടെങ്കിൽ ഒന്ന് കൈവോക്കിയേ. 4 മക്കളിൽ കൂടുതലുള്ള അമ്മമാരുണ്ടെങ്കിൽ പൊക്കിക്കോ. എന്തിനാ നാണിക്കണം? തന്നെ ഒരാളുള്ളൂ, വേറെ ആരുമില്ല. ഓക്കെ, അടുത്ത ചോദ്യം. അമ്മയ്ക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം, നിങ്ങളുടെ അപ്പനും അമ്മക്കും 4 മക്കളിൽ കൂടുതലുണ്ടെങ്കിൽ ഒന്ന് കൈവോക്കിയേ. അപ്പനും അമ്മക്കും 4 മക്കളിൽ കൂടുതൽ പൊക്കിക്കോ. അഹങ്കാരത്തോടെ പൊക്ക്. ഓക്കെ, ഞാൻ പറയുന്നവർ മാത്രം താഴ്ത്തിയാൽ കേട്ടാ. 5 അതിൽ കൂടുതലുള്ളവർ പൊക്കി തന്നെ പിടിച്ചോ, ബാക്കിയുള്ളവർ താഴ്ത്തിക്കോ. 5 അതിൽ കൂടുതലും, 6 അതിൽ കൂടുതലും, 7 അതിൽ കൂടുതലും, 8 അതിൽ കൂടുതലും, 9 അതിൽ കൂടുതലും. ദൈവമേ, മത്സരം വളരെ രൂക്ഷമാണല്ലോ. 10 അതിൽ കൂടുതലും. 1, 2, 3, 4. ഞാനും ഉണ്ടട്ടാ, ഞങ്ങൾ 10 പേരാ. എത്ര ഉണ്ട്? ദൈവമേ, 13. എത്ര ഉണ്ട്? 13. ചേച്ചിനെത്തിയാണ്. അപ്പൊ കുഴപ്പമില്ല. 10, 12 അപ്പോസ്തലന്മാരാണ്. പ്രിയമുള്ളവരെ, സാധാരണ എനിക്കാണ് ഫസ്റ്റ് കിട്ടാറ്. ഇവിടെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പോലും കിട്ടിയില്ല എന്നുള്ളു. എത്രാമത്തെയാണ്? 5-ാമത്തെയാണ്. ഞാൻ 10-ാമത്തെയാണ്. ഏറ്റവും ഏതാണ്? ഏറ്റവും എൻ്റെ പ്രത്യേകത എന്താണ്?
ആ അപ്പനും അമ്മക്ക് ഏറ്റവും ഇഷ്ടം പുന്നാരം വാരിക്കൊരു വെറുതെ ചുമ്മാ ഒക്കെ നുണയാ. ഏറ്റവും ഉള്ളതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പുതിയതൊന്നും കൂട്ടില്ല, ഒക്കെ പഴയതായിരിക്കും. പുതിയ കോടിമണമൊക്കെ കേട്ട കാലം മറന്നു. അച്ഛനായിട്ട് പിന്നെ ഇടക്കിടക്ക് ഉടുപ്പയിക്കുമ്പോഴാണ് പുതിയത് കിട്ടണത്. ഇല്ല ഉണ്ടാ ഇല്ല, പുതിയത് തരൂല. പ്രിയമുള്ളവരെ, ഞാനിത് ഉല്ലാസത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ 1-2 കാര്യങ്ങൾ നമ്മളുടെ ജീവിതാനുഭവവുമായി ബന്ധപ്പെടുത്തി ഒന്ന് സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. എപ്പോഴെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, അവൻ അവൾ കഷ്ടപ്പെട്ട് ഞാൻ വളർത്തിയതാണ് ചാ, എന്നിട്ടാണ് അവൻ എന്നോട് ഇങ്ങനെ ചെയ്ത്, അവൾ എന്നോട് ഇങ്ങനെ ചെയ്ത്? പ്രിയമുള്ളവരെ, പലപ്പോഴും കേൾക്കുന്നൊരു കാര്യം, അതുകൊണ്ട് അത് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാണ്. മക്കളെ ബുദ്ധിമുട്ടിക്കരുത് എന്നല്ല, മക്കളെ ബുദ്ധിമുട്ട് അറിയിച്ച് വളർത്തണം. മക്കളെ ബുദ്ധിമുട്ട് അറിയിക്കണം. പ്രിയമുള്ളവരെ, ഞാൻ ഏറ്റവും ഇളയതാണ്. ഞങ്ങൾ 6-4 ആണ്, 6 ആണും 4 പെണ്ണും. എൻ്റെ അപ്പൻ, ഞങ്ങൾ ആലോചിക്കാം, നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. എൻ്റെ അപ്പനൊക്കെ കൂടി 7 മക്കളാണ്. എൻ്റെ അപ്പൻ അതിനകത്ത് നടുക്ക് നിൽക്കണതാണ്. പക്ഷേ തറവാട് അപ്പന് കിട്ടി ഭാഗ്യം കൊണ്ട്. തറവാട് കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ 2 സാധനം ബോണസ് ഫ്രീ കിട്ടിയിട്ടുണ്ട്. അതെന്താണ്? അപ്പനും അമ്മയും അത് ഫ്രീ ആയിട്ട് കിട്ടുക. അങ്ങനെ വീട്ടിൽ 10 മക്കളുണ്ട്, പിന്നെ അപ്പനും അമ്മയും 12, പിന്നെ 2 ഫ്രീ ആയിട്ട് കിട്ടിയേക്കണം. അപ്പം മൊത്തം എത്രയായി? 14. ഒരു ജില്ലക്കുള്ള ആളുണ്ട് വീട്ടിൽ. അപ്പോൾ ഈ ഇത്രയും പേരെ കാണാൻ വേണ്ടിയിട്ട് അപ്പൻ്റെ പെങ്ങന്മാർ, അമ്മായിമാരിടക്ക് വരും. ഒരൊറ്റക്കാണ് വന്നത്, അവരും കൊണ്ടുവരും ആരെങ്കിലും ഒക്കെ ആയിട്ട്. അപ്പോൾ അവരൊക്കെ കൂടി വീട്ടിൽ വരുമ്പോൾ ഒരു 10-16 പേരുണ്ടാവും. അപ്പോൾ അപ്പൻ്റെ പെങ്ങള് വീട്ടിൽ വരുമ്പോൾ അപ്പൻ അല്ലെങ്കിൽ സാധാരണ എല്ലാ ദിവസവും പരിപ്പും കടലായിരിക്കും. പക്ഷെ ഇത്തിരി സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് മാത്രം അപ്പൻ മുട്ട കൊടുത്തു. പ്രിയമുള്ളവരെ, മുട്ട എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഒരു 12 മുട്ട, 2 മുട്ട. അത് കാഴ്ചവെപ്പിന് അമ്മ മേടിക്കണ പോലെ, ഇങ്ങനെ ആ കാഴ്ചവെപ്പിന് മേടിക്കണ പോലെ അമ്മ ഇങ്ങോട്ട് മേടിച്ചിട്ട് ഒരു നാഴി പോലത്തെ ഒരു ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ വെട്ടിയിട്ടിട്ട് 2 കുലുക്കിട്ട് ചീനവല വീശണം, ഒരൊറ്റ വീശിങ്ങോട്ട് വീശിയിട്ട് ഇങ്ങനെ മുറിച്ചിങ്ങോട്ട് എടുക്കും. 40-50 കഷ്ണമാണ് അമ്മ മുറിച്ചെടുക്കണം 2 മുട്ടയിൽ. 5-5000 പേർക്ക് അത്ഭുതം. അതൊന്നും എനിക്കൊരു അത്ഭുതമൊന്നുമല്ല. എൻ്റെ അമ്മണി അമ്മ മുറിച്ചെടുക്കണം മുട്ടയുടെ അളവെന്ന് വെച്ചാൽ അതെനിക്ക് എന്നെ ഒടുക്കത്തെ അത്ഭുതം. പ്രിയമുള്ളവരെ, ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ഒരുമിച്ച് കൂടെ പോയി. മുട്ടക്ക് 2 കളർ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഒരു 20 വയസ്സായപ്പോഴാണ്. ഞാൻ പേര് ഒറ്റ കളറാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നിങ്ങളിങ്ങനെ പറയുമ്പോൾ, ഇപ്പോൾ എൻ്റെ അപ്പന് പലചരക്ക് കച്ചവടം പറഞ്ഞു. അപ്പം ചന്തയിൽ, കോട്ടപ്പുറം ചന്തയിലാണ് പോണത്. മെയ് മാസം ആകുമ്പോൾ ചന്തയിൽ നിന്ന് അപ്പൻ തിരിച്ചു വരുമ്പോൾ തുണിച്ചന്തയിലും കൂടിയും കയറും. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളോട് മേടിക്കും. വേറെ ഒന്നുമല്ല, ഒരു കിലോ കണക്കാണ്. മഞ്ഞെന്ന് പറയുമ്പോൾ ഒരു 10-16 കിലോ എന്നാണ് ഒരു മഞ്ഞ്. അപ്പോൾ കുറച്ച് തുണികൾ മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് മെയ് മാസം അവസാനമാകുമ്പോൾ ഞങ്ങളിങ്ങനെ ട്രൗസറും പാവാട അടിക്കുന്ന ഒരു കർത്തവ്യമാണ്. അമ്മ മൂത്ത ചേച്ചിനെ ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇത് തയ്ക്കാൻ പുറത്തു കൊടുത്തന്നെ പിന്നെ ആധാരം പണയം വെക്കേണ്ടി വരും. അതുകൊണ്ട് അമ്മ ഇതൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ തന്നെ ചേച്ചി അളവെടുക്കുകയാണ്. ആദ്യം തന്നെ സ്വന്തമായിട്ടൊരു അളവെടുക്കും, പിന്നെ ഇങ്ങനെ നിരത്തി അളവെടുക്കും. ഈ ട്രൗസറും പാവാടയെന്ന് പറഞ്ഞാൽ തമ്മിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. ട്രൗസറിൻ്റെ ഇടയ്ക്ക് ഒരു അടിപ്പുണ്ടാവും, പാവാടക്ക് അതുണ്ടാവില്ല, അത്രേ ഉള്ളൂ. വേറെ ഡിസൈനൊന്നുമില്ല. അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ എടുത്ത് അളന്നളന്ന് വരുമ്പോഴേക്കും ഒരു 7ാമത്തേക്ക് ആകുമ്പോൾ ചില സമയത്ത് വരുമ്പോൾ തുണി തീർന്നു. കാരണം അപ്പന അളന്നെല്ലാം മേടിക്കണത് കണക്കാണ്, കിലോ ആണല്ലോ. അപ്പോൾ അമ്മ അതുകൊണ്ട് അമ്മ അപ്പുറത്തേക്ക് പോയി തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് കഴിഞ്ഞ വർഷത്തിൻ്റെ മുമ്പത്തെ വർഷം തയ്ച്ചതിൻ്റെ കുറച്ച് ബാക്കി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് 7, 8, 9 ഒക്കെ പോകും. ഓക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ 10 നമുക്ക് ക്യൂലാണ്. എനിക്കൊരു ട്രൗസർ അടിച്ചു തരുമില്ല ചേച്ചി. പ്രിയമുള്ളവരെ, മഴവില്ലിന് 7 കളറല്ലേ, ഇത് 12 കളറിൻ്റെ ഒരു ട്രൗസറൊക്കെ അടിച്ച് സങ്കടപ്പെട്ട് ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോഴായിരിക്കും അപ്പുറത്തുനിന്ന് വേറൊരു മഴവില്ല് വരിക. അപ്പം അതിൽ നിന്ന് മനസ്സിലാവുക എന്താണ് ഏറ്റവും ഉള്ളത് നമ്മളാണെന്നുള്ള. അല്ലാതെ ഇളയതിന് വേറെ പ്രത്യേകതയൊന്നുമില്ല. 4ാം ക്ലാസ് വരെ ഞങ്ങൾക്ക് യൂണിഫോം ഇവിടെ ഉണ്ടായിരുന്നു. 5ാം ക്ലാസ്സിൽ നീല പാൻറ്റല്ല നീല ട്രൗസറും വെള്ളയും അല്ലേ, അങ്ങനെ ഇട്ടാണ്. അപ്പോൾ ഞാൻ 4ൽ നിന്ന് 5ലോട്ട് ജയിച്ചപ്പോൾ മെയ് മാസം ഏതാണ്ട് 2 or 3 ഡേറ്റിൽ റിസൾട്ട് വന്നപ്പോൾ ഞാൻ അമ്മനോട് പറഞ്ഞു, അമ്മേ ജയിച്ചട്ടാ, യൂണിഫോം വേണോട്ടാന്ന്. പിന്നെ അത് തരൂലേന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ എല്ലാ ദിവസവും അപ്പൻ ചന്തക്ക് പോയി തിരിച്ചു വരുമ്പോൾ ഞാൻ നോക്കും, പരിപ്പും പയറോ അല്ലാതെ ഒന്നുമില്ല കയ്യിൽ. അങ്ങനെ ഒരു 20 ആയപ്പോൾ വീണ്ടും ഞാൻ അമ്മനോട് പറഞ്ഞു, അമ്മേ ഞാൻ ജയിച്ചട്ടാ. അത് 2 ആഴ്ച മുമ്പ് ജയിച്ചാണല്ലോ, വീണ്ടും ജയിച്ചാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല, നേരത്തെ ജയിച്ചാൽ പറ്റും, യൂണിഫോം തരാന്ന് പറഞ്ഞു. 31-ാം തീയതി ഉണക്കമാസ സമാപനത്തിൻ്റെ
പായസം ഉണ്ടാക്കണതിൻ്റെ തിരക്കിലാണ് അമ്മ. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ക്ലാസ്സിൽ പോകണ്ടേ, യൂണിഫോം എവിടെയാണ്? അപ്പം ശരിയാക്കി തരണം. അമ്മയ്ക്ക് സ്ത്രീധനം കിട്ടിയ ഒരു വീഞ്ഞപ്പെട്ടി ഉണ്ട്. ആ വീഞ്ഞപ്പെട്ടി ഇങ്ങനെ തുടങ്ങിയിട്ട് കൈതിങ്ങനെ ഇടയിൽ 2 കുലുക്കി ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ എടുക്കുകയാണ്. എന്താണ്? എൻ്റെ മൂത്ത ചേട്ടൻ 5ാം ക്ലാസ്സിൽ വെച്ചിട്ട ട്രൗസറും ഷർട്ടും. ഞാനും ചേട്ടനും തമ്മിൽ 20 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. പ്രിയമുള്ളവരെ, അതിങ്ങനെ കഞ്ഞോള്ള പശ, ഇന്ന് അതിന് വേറെ സാധനങ്ങളൊക്കെ ഇട്ട കഞ്ഞോള്ള പശയിൽ ഇങ്ങനെ തേച്ചിങ്ങനെ ഇട്ട് വന്നിട്ടില്ലേ, ഈ ട്രൗസറും ഈ കാലും കൂടിയും വല്ല അരമണിക്കൂറിൻ്റെ ഇടയിൽ 2 പ്രാവശ്യം മുട്ടി അങ്ങനത്തെ ഒരു ട്രൗസറാണ്. ആലുവയും പറവൂരും തമ്മിലുള്ളൊരു ബന്ധം പോലെ ഇങ്ങനെ ഇട്ട് നടക്കുക. പ്രിയമുള്ളവർ, അന്ന് ദേവണ പറഞ്ഞിട്ട് അച്ഛൻ അന്നുള്ളോ ഇന്നുള്ളോ എന്ന് ആലോചിച്ചോക്കെ. പ്രിയമുള്ളവരെ, അങ്ങനെ പഴയ പോലീസുകാരൻ്റെ പോലെ നമ്മളെ സ്കൂളിലേക്ക് ഇറങ്ങുമ്പോൾ 1-2 പോലീസുകാരൊക്കെ അപ്പുറത്ത് വരണ്ടാവുക, ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ പോവാം. ഇതുപോലുള്ള സമാനമായ ചില ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. പക്ഷേ അതില്ലാഞ്ഞിട്ടല്ലേ പ്രിയമുള്ളവരെ, മാതാപിതാക്കൾ ഇങ്ങനെ ചില മനഃപൂർവമായ ബുദ്ധിമുട്ടുകൾ നമുക്ക് നൽകിയിരുന്നത് നമ്മളെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നമ്മളെ ഒരിക്കൽ നിങ്ങൾ മാതാപിതാക്കളാകും, അപ്പോൾ അവർ ട്രെയിനിങ് നടത്തുമായിരുന്നു. പ്രിൻസിപ്പളായിരുന്നു നമ്മുടെ മാതാപിതാക്കൾ. നമ്മളൊരിക്കൽ, എൻ്റെ മകൻ എൻ്റെ മകൾ ഒരിക്കൽ അപ്പനും അമ്മയാകും, അപ്പോൾ എങ്ങനെയാണ് മാതാപിതാക്കൾ മക്കളെ വളർത്തേണ്ടതെന്ന് പഠിപ്പിക്കുകയായിരുന്നു. പക്ഷെ അത് മനസ്സിലാക്കാൻ പറ്റാതെ ചിലരൊക്കെ ഇപ്പോഴും മാതാപിതാക്കളെ കുറ്റം പറഞ്ഞ് ജീവിക്കുന്നു. പക്ഷെ മനസ്സിലാക്കിയവർ അവരെ ബഹുമാനിച്ചിപ്പോൾ സന്തോഷത്തോടെ ജീവിക്കാം. പ്രിയമുള്ളവരെ, ഇതുപോലെ തന്നെ ഒരു ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ, ഈ മുട്ടയുടെ കാര്യം പറഞ്ഞപ്പോൾ 2 കളറുണ്ടെന്ന് ഞാൻ പിന്നീടാണെന്ന് അറിഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ, ഒരു ചേട്ടൻ ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്നെ കാണാൻ വന്നു. അച്ഛനൊക്കെ 10 മക്കളല്ലേ? അതെ അച്ഛൻ, ഞങ്ങൾ 13 മക്കളാണ് അച്ഛാ. അപ്പോൾ ഞാൻ മറ്റേ 13 കളറിട്ട് ട്രൗസർ ഇട്ടിട്ട് അയാൾ നടന്നു പോകണം എൻ്റെ മനസ്സിലേക്ക് വെറുതെ ഇങ്ങനെ തെളിഞ്ഞു വരിക. അതിനുശേഷം ആൾ പറഞ്ഞു, അച്ഛാ പാലിൻ്റെ നിറം വെള്ളയാണെന്ന് 100 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതിയാണ് അച്ഛാ ഞാൻ പഠിച്ചത്. ഇവിടെ എനിക്ക് കാഠിന്യം നിങ്ങൾ മനസ്സിലാക്കണം. പാലിൻ്റെ നിറം വെള്ളയാണെന്ന് ഞാൻ പഠിച്ചത് ഇമ്പോസിഷൻ എഴുതിയാണ്. പ്രിയമുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാതാപിതാക്കൾ നമ്മളെ വളർത്താൻ വേണ്ടി ചില കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു കൂട്ടുമ്പോൾ അത് ഒരിക്കലും ചിന്തിക്കരുത്. എന്താണ്? അവർ നമ്മളോട് ദേഷ്യം ഉണ്ടായിട്ട് ചെയ്യണമല്ല, മറിച്ച് അവർ ട്രെയിനിങ് എടുത്തതാ. എൻ്റെ ഈ കുഞ്ഞ് ഒരിക്കൽ അമ്മയാകാനുള്ളതാണ്, അപ്പനാകാനുള്ളതാണ്. അതുകൊണ്ട് അവർക്ക് പ്രായോഗിക പരിശീലനം കൊടുക്കായിരുന്നു. അത് ചിലപ്പോഴൊക്കെ വിട്ടുപോവാണ്. പ്രിയമുള്ളവരെ, അവസാനം ഒരു കാര്യം കൂടെ ചേർത്ത് വയ്ക്കുകയാണ്. എന്താണ്? ദൈവ പരിപാലനയുടെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കണം. പ്രാർത്ഥിക്കാൻ മറന്നുപോയി. മാതാപിതാക്കൾ നമുക്ക് പകർന്നു നൽകിയിട്ടുള്ള ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത് പ്രാർത്ഥന. അത് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവണമെന്ന് പറയും. അപ്പനും അമ്മയൊക്കെ നമ്മളെ പള്ളിയിൽ പറഞ്ഞു വിട്ടതും അവർ നമ്മളൊക്കെ നമ്മളൊക്കെ കേട്ട് ശീലിച്ച ഒരു പ്രാർത്ഥനയുണ്ട്, ഒരു പാട്ടുണ്ട്, ദുഃഖത്തിൻ്റെ പാനപാത്രം പാടിയത്. പ്രിയമുള്ളവർ, ഇത് എഴുതിയത് ആരാണെന്നറിയാമോ? സാധു കൊച്ചുകുഞ്ഞെന്ന് പറയുന്നൊരു ഉപദേശി എഴുതിയത്. ഈ ഉപദേശിക്ക് 3 മക്കളുണ്ടായിരുന്നു. 2 ആണും 2 പെൺ. ഒരു ദിവസം ഉപദേശി ഈ മറ്റുള്ളവരെയൊക്കെ നന്നാക്കാൻ വേണ്ടി ഇങ്ങനെ ജീവിച്ചുകൊണ്ട് തിരിച്ചു വരുമ്പോൾ വീട്ടിൽ വന്നപ്പോൾ 9 വയസ്സ് പ്രായമുള്ള കൊച്ചിന് പനിയാണ്. ചെറിയ പച്ചില മരുന്നുകളൊക്കെ കൊടുത്തു. പനി മാറിയില്ല, മറിച്ച് പ്രാണൻ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ പ്രാണൻ നഷ്ടപ്പെട്ടു പോയ തൻ്റെ പൊന്നോമന മകൻ്റെ ശരീരത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ് ഈ സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി. അവൻ്റെ പ്രിയപ്പെട്ടവർ വന്ന് ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് പോയി കുളിപ്പിച്ച് വെള്ള വസ്ത്രമൊക്കെ ധരിപ്പിച്ച് ശവമഞ്ചത്തിലേക്ക് ഇങ്ങനെ കിടത്താൻ കൊണ്ടുവന്നപ്പോൾ ഈ ഉപദേശി പറഞ്ഞു, കിടത്താൻ വരട്ടെ, അവനെ എൻ്റെ കയ്യിലേക്ക് തരാൻ പറഞ്ഞു. അങ്ങനെ 9 മാസം പ്രായമുള്ള കുഞ്ഞിനെ എങ്ങനെ എടുക്കുന്നുവോ അതേപോലെ തൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചു. എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുള്ള ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ അവിടെ ചമ്രം പടിഞ്ഞിരുന്ന തൻ്റെ ചേതനയേറ്റ കുഞ്ഞിൻ്റെ ശരീരം ഇങ്ങനെ കയ്യിലെടുത്തുകൊണ്ട് അന്ന് അവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ ഞാനതെടുത്ത് ഹല്ലേലൂയ പാടും. ആ സമയത്ത് അവൻ്റെ കയ്യിലിരിക്കുന്നത് തൻ്റെ പൊന്നോമന മകൻ്റെ പ്രജ്ഞയറ്റം മരിച്ച മരവിച്ച ശവശരീരം. അതിങ്ങനെ കയ്യിലെടുത്തിട്ട്
അവൻ പറയാ, ഞാൻ ഹല്ലേലൂയ പാടാം. കാരണം എന്താ? അവൻ ഉറപ്പായിരുന്നു, എൻ്റെ ജീവിതത്തിൽ ദൈവമറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് ദൈവം അറിഞ്ഞിട്ടാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് എല്ലാം ദൈവമഹത്വത്തിന് എന്ന് പറഞ്ഞ് തമ്പുരാന് വിട്ടുകൊടുക്കാൻ സാധിക്കും. അങ്ങനെ വിട്ടുകൊടുത്താൽ, ഞാൻ ആദ്യം പറഞ്ഞതൊക്കെ മറന്നുപോയാലും ഇത് മാത്രം ഓർത്തു വെച്ചാൽ മതി. നിൻ്റെ ജീവിതത്തിൽ ഒന്നും അവനറിയാതെ, ക്രിസ്തു അറിയാതെ സംഭവിക്കുന്നില്ല. അതവൻ്റെ അനുവാദത്തോടു കൂടെയാണ് സംഭവിക്കുന്നത്. അത് അവൻ അനുവദിച്ചിട്ട് നിന്റെ ജീവിതത്തിൽ വരുന്നതാണ്. അതുകൊണ്ട് അത് തരണം ചെയ്യാനുള്ള ശക്തിയായി അവൻ നിന്റെ കൂടെയുണ്ട് എന്ന തിരിച്ചറിവ് എന്ന് സ്വന്തമാക്കുന്നുവോ, അന്ന് നാം ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായിട്ട് മാറും. അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. ഇത്രയും സമയം എന്നെ ശ്രവിച്ചു നിന്ന നിങ്ങൾക്ക് ഏറെ സ്നേഹത്തോടു കൂടെ നന്ദി പറയുന്നു. ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക.